മിനിഞ്ഞാന്നും ഒക്കെ നടന്നതായ വിഷയമല്ല. ഇന്നത്തെ ഒരു 100 കൊല്ലം മുമ്പ് ഇന്നേ ദിവസം മലബാറിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് അതിന്റെ ഭാഗം 1, 2, 3 മൂന്നാമത്തെ ഭാഗത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. അന്ന് പറഞ്ഞത് തന്നെ ഞങ്ങൾ ഇന്നും പറയുന്നു. ചരിത്രങ്ങൾ പലരും മാറ്റാൻ നോക്കും, പക്ഷെ ചരിത്രം സത്യമായതുള്ളെങ്കിൽ അത് പുറത്തേക്ക് വരികയും അത് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് പല രീതിയിൽ. അപ്പോൾ ഇവിടെ കേൾക്കുന്നവരോട് ഒരു കാര്യം പറയാനുള്ളത്, ഇതൊരു പഠന ക്ലാസ് ആണ്, ഇതൊരു സംവാദവുമല്ല ഇന്നത്തെ വിഷയം. അപ്പോഴത്തേനും ഇതിന് വിഷയാവതരണത്തിന് ശേഷം അല്ലെങ്കിൽ കാര്യങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വന്ന് ചോദിക്കാം, അതിന് വ്യക്തമായിട്ടുള്ള മറുപടി തരുന്നതായിരിക്കും. ഇനി അതല്ല, ഈ വിഷയത്തിന്മേൽ ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ, വ്യക്തമായ രീതിയിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അറിയാമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാവുന്നതാണ്. അതല്ല, ഇനി ഒരു സംവാദത്തിന്റെ മേഖലയിലേക്കാണ് വരുന്നതെന്നുണ്ടെങ്കിൽ സംവാദത്തിന് വരുന്ന ആരാണെങ്കിലും അവർ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വന്നിട്ട് ഇത് അങ്ങനാണ് ഇങ്ങനാണ് എന്ന് പറയണം. അല്ലാതെ ഇത് അങ്ങനാണ് ഇങ്ങനാണെന്ന് വാമൊഴി നമുക്ക് വേണ്ട. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരുക്കിയിരിക്കുന്ന കാര്യം വേണ്ട. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഏത് പുസ്തകം ആരെഴുതി ആരിത് പുറത്തേക്ക് പബ്ലിഷ് ചെയ്തിരിക്കുന്നു അത് വ്യക്തമായി പറഞ്ഞുകൊണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്ര നല്ലതായിരിക്കും. അതുകൊണ്ട് പ്രിയ സഹോദരന്മാരെ, ഇതൊരു ചരിത്രത്തിന്റെ പഠനമാണ്. പലരും മറച്ചു വെച്ചിരിക്കുന്നതിനെ നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരുന്നതാണ്. അത് എല്ലാവരും കേൾക്കുക, മനസ്സിലാക്കുക. നാളെ ഒരു ദിവസം നമുക്ക് ഈ ചരിത്രങ്ങളെ ആവശ്യമായി വരുന്നതുമാണ്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധയോടുകൂടി കേൾക്കുക. അനിൽ ബ്രദറെ. കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് 2021 ആഗസ്റ്റ് 26-ാം തീയതി. അപ്പൊ ഇന്നേക്ക് 100 കൊല്ലം മുമ്പ്, അതായത് 1921 ആഗസ്റ്റ് 26-ാം തീയതി, അന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു. ഇന്ന് വ്യാഴാഴ്ചയാണ്, അന്ന് ഒരു വെള്ളിയാഴ്ചയായിരുന്നു. ആഗസ്റ്റ് 26-ാം തീയതി എന്ത് സംഭവിച്ചു? മലബാറിൽ ഒരു പ്രധാന സംഗതി, മലബാറിൽ മാത്രമല്ല അത് മൊത്തത്തില് ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ പ്രധാനപ്പെട്ടെന്ന് പറയാവുന്ന ഒരു കാര്യം അന്ന് അവിടെ സംഭവിക്കുകയുണ്ടായി. അത് പൂക്കോട്ടൂർ യുദ്ധം എന്ന് പിൽക്കാലത്ത് അറിയപ്പെടുന്ന ഒരു കാര്യമാണ്. ഈ മലബാർ ജിഹാദിന്റെ ഭാഗമായി നടന്ന ഈ പൂക്കോട്ടൂർ യുദ്ധത്തെ കുറിച്ച് ഇന്ന് പ്രചരിപ്പിക്കപ്പെടുന്ന കഥകള് ചരിത്രബോധമുള്ള ഏതൊരാളെയും വളരെയധികം പൊട്ടിച്ചിരിപ്പിക്കുന്ന കഥകളാണ്. അമ്മാതിരി കഥകളാണ് അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ഓരോരുത്തരും, ഞാൻ ഇതിനോടുള്ള ഇതിലെ കുറച്ച് വെബ്സൈറ്റുകളൊക്കെ പരിശോധിച്ച് നോക്കി. പൂക്കോട്ടൂർ യുദ്ധം എന്ന് മാത്രം വെറുതെ ഇട്ടു. അപ്പൊ വിക്കിപീഡിയയിലത്ത് വരുന്ന പേജ് ഉണ്ട്, അത് ഞാൻ പിന്നെ പറയാം. പിന്നെ അതല്ലാണ്ട് കുറെ വെബ്സൈറ്റുകളൊക്കെ വന്നു, എല്ലാം ഇസ്ലാമിക ഇതായിട്ടുള്ള മുസ്ലിങ്ങൾ എഴുതിയിരിക്കുന്ന ഇസ്ലാമിക വെബ്സൈറ്റ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇതിനകത്തൊക്കെ ഇതിന് ഭയങ്കര വിശേഷണങ്ങളാണ്. ഒരാൾ എഴുതിയിരിക്കുന്ന ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ബ്രിട്ടീഷുകാർ നേരിടേണ്ടി വന്ന ഏക യുദ്ധം ഇതായിരുന്നു എന്നാണ്, പൂക്കോട്ടൂർ യുദ്ധം. പുള്ളി 1857 കുറിച്ചൊന്നും യാതൊരു വിവരമില്ലാന്ന് തോന്നുന്നു. അന്ന് അതിന് ശേഷം നടന്നിട്ടുള്ള പല കലാപങ്ങളും, ഇപ്പൊ ഗാന്ധിജി കോൺഗ്രസ് ഉണ്ടായതിനു ശേഷമാണല്ലോ വേറൊരു വിധത്തിലേക്ക് സ്വാതന്ത്ര്യ സമരം അതിന്റെ ഗതി മാറുന്നത്. അതിന് മുമ്പുണ്ടായിട്ടുള്ള പല ഇതിനെ കുറിച്ചൊന്നും പുള്ളിക്ക് യാതൊരു വിവരമില്ല. പിന്നെ വേറൊരാൾ എഴുതി കണ്ടത്, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ നടന്ന കൊളോണിയൽ വിരുദ്ധ ചെറുത്തുനിൽപ്പുകളിൽ പലതുകൊണ്ടും അദ്വിതീയമായ ഒന്നാണ് പൂക്കോട്ടൂർ യുദ്ധം എന്നാണ്. കൊളോണിയൽ വിരുദ്ധ ചെറുത്തുനിൽപ്പുകളിൽ അദ്വിതീയമായ ഒന്ന്. കൊള്ളാം. ഇനി നമ്മുടെ സ്പീക്കർ MP രാജേഷ്, അദ്ദേഹം പറഞ്ഞത് മലബാർ കലാപത്തിലെ അവിസ്മരണീയ ഏടാണ് പൂക്കോട്ടൂർ യുദ്ധം എന്നാണ്. MP രാജേഷ് പറഞ്ഞതും നെറ്റി കിടപ്പുണ്ട്. പിന്നെ ഇതൊന്നുമല്ല, ഇതിനേക്കാളും വലിയ രസമുണ്ട്. തള്ളിന്റെ ഒരു മാരകമായ വേർഷൻ കണ്ടത് ഇസ്ലാം ഓൺ വെബ് എന്ന സൈറ്റിൽ 2011 ഡിസംബർ 16 എഴുതിയിരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ അത് ശരിക്കും ഞാൻ വായിച്ചിട്ട് എന്ത് ചെയ്യണമെന്ന് കുറച്ചു നേരത്തെ ഞാൻ സ്തംഭിച്ചിരുന്നു അത് വായിച്ചിട്ട്. അദ്ദേഹം എഴുതിയത് ഇങ്ങനെയാണ്: ഭാരതത്തിന്റെ മോചനത്തിനു വേണ്ടി മിനിറ്റിൽ 400 വെടിയുണ്ടകൾ ഉതിർക്കുന്ന മെഷീൻ ഗണ്ണേന്തിയ വെള്ളപ്പട്ടാളത്തോട് നേരിട്ടെതിർത്ത് 400ഓളം മാപ്പിളമാർ ഷഹീദായ 1922 ഓഗസ്റ്റ് 26 നടന്ന പ്രസ്തുത പോരാട്ടത്തെ വില്യം ലോഗൻ തന്റെ മലബാർ മാനുവലിൽ പൂക്കോട്ടൂർ വാർ എന്നാണ് വിശേഷിപ്പിച്ചത്. പിന്നെ അടുത്തത്, ചരിത്രത്തോട് നീതി പുലർത്തുന്ന ആ വിളി തന്നെ അതിന്റെ പ്രസക്തി ഉയർത്തിപ്പിടിക്കുന്നു. ആ രണ്ടാമത്തെ വരി ഇല്ലെങ്കിൽ ആ ഒറ്റ വരി മാത്രം എടുത്തു നോക്കണം. ഭാരതത്തിന്റെ മോചനത്തിനു വേണ്ടി മിനിറ്റിൽ 400 വെടിയുണ്ടകൾ ഉതിർക്കുന്ന മെഷീൻ ഗണ്ണേന്തിയ വെള്ളപ്പട്ടാളത്തോട് നേരിട്ടെതിർത്ത് 400ഓളം മാപ്പിളമാർ ഷഹീദായ 1922 ആഗസ്റ്റ് 26. ആ പുള്ളിക്ക് ഇതെന്നാണ് സംഭവം നടന്നതെന്നുള്ളതിനെ കുറിച്ച് പോലും ഒരു ധാരണയില്ല. 1922 ആഗസ്റ്റ് 26 1921 ആഗസ്റ്റ് 26 എന്നിട്ട് ആ പ്രസ്തുത പോരാട്ടത്തെ വില്യം ലോഗൻ തന്റെ മലബാർ മാനുവലിൽ പൂക്കോട്ടൂർ വാർ എന്നാണ് വിശേഷിപ്പിച്ചത്. കൊള്ളാം.
ഈ വില്യൻ ലോകം മരിച്ചു പോകുന്നത് 1914 അതായത് ഈ സംഭവം നടക്കുന്നതിന് 7 കൊല്ലം മുമ്പേ വില്യൻ ലോകം മരിച്ചിട്ടുണ്ട്. പിന്നെ ഈ മലബാർ മാനുവൽ എന്ന് പറയുന്ന പുസ്തകം വില്യൻ ലോകൻ ഇറക്കുന്നത് 1880 എൺപത്തഞ്ചോടെ എഴുതി പൂർത്തിയാക്കി. 87 അദ്ദേഹം 1887 അതും കഴിഞ്ഞ് പിന്നെ ഈ എത്ര കൊല്ലം കഴിഞ്ഞിട്ടാണെന്ന് അറിയാം, ഒരു തലമുറയുടെ ഗ്യാപ്പിലാണ് ഈ സംഭവം നടക്കുന്നത്. ആ പുസ്തകത്തിനകത്തെ, അതായത് 1914 മരിച്ച ലോഗൻ 1887 പ്രസിദ്ധീകരിച്ച മലബാർ മാനുവലിൽ 1921 മലബാർ ജിഹാദിലെ സംഭവമായ പൂക്കോട്ടൂർ യുദ്ധത്തെ കുറിച്ച് എഴുതിയിട്ടുണ്ടെന്നാണ് ഈ ഷഫീഖ് വഴിപ്പാറ എന്ന് പറഞ്ഞ ആള് തള്ളുന്നത്. എന്താ നോക്ക്, ഈ തള്ളുന്ന മദ്രസ പൊട്ടർ അറിയാം, വായിക്കുന്ന മദ്രസ പൊട്ടന്മാരൊക്കെ ഇത് വിശ്വസിച്ചോളൂ എന്ന്. അതുകൊണ്ടാണ് ഇത്ര ധൈര്യത്തിൽ തള്ളുന്നത്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്, ഈ മണ്ടത്തരം 10 കൊല്ലമായി. ഈ വെബ്സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ 2011 ഡിസംബർ 16 ആ സാധനം എഴുതിയിട്ടിരിക്കുന്നത്. ഇതിപ്പോ 2011 2021 10 വർഷത്തിനടുത്താകുന്നു. ഡിസംബർ ആകുമ്പോഴേക്കും 10 വർഷമായി. ഇത്ര കാലമായിട്ട് അവരുടെ കൂട്ടത്തിലുള്ള ഒരാൾക്ക് പോലും ഈ ഒരൊറ്റ വരിയിലുള്ള ഇത്രയധികം മണ്ടത്തരങ്ങള്, ഒന്ന് ആഗസ്റ്റ് 1922 അല്ല 21 നടന്നത്. 2, വില്യൻ ലോഗൻ ആ സമയത്ത് ജീവനോടെ ഇല്ല, വില്യൻ ലോഗൻ മരിച്ചുപോയ ആളാണത്. മാത്രമല്ല മലബാർ മാനുവൽ ആണെന്നുണ്ടെങ്കിൽ ഇതിനേക്കാളൊക്കെ എത്രയോ ദശകങ്ങൾക്ക് മുമ്പേ എഴുതപ്പെട്ട പുസ്തകവുമാണ്. അപ്പൊ ഇത് അവരുടെ കൂട്ടത്തിലുള്ള ഒരാൾക്ക് പോലും ഇതൊന്ന് ചൂണ്ടിക്കാണിച്ച് ഇങ്ങനെ ഒരു തെറ്റുണ്ട് അതൊന്ന് തിരുത്തണം എന്ന് പറയാൻ ഈ 10 കൊല്ലമായിട്ട് സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ, എഴുതുന്ന മദ്രസ പൊട്ടൻ അറിയാം, വായിക്കുന്ന മദ്രസ പൊട്ടന്മാരൊക്കെ ഇത് വിശ്വസിച്ചോളുന്നു. ഇപ്പൊ ഇത് ക്ലബ് ഹൗസ് ചർച്ചയ്ക്ക് ശേഷം ചിലപ്പോ അത് തിരുത്തിയേക്കാം. നിങ്ങൾ വേണമെങ്കിൽ അത് കാണണമെന്ന് ആഗ്രഹമുള്ളവർ ഇപ്പൊ നെറ്റിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് അത് കാണാം. നിങ്ങൾ വെറുതെ പൂക്കോട്ടൂർ യുദ്ധം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളൊന്ന് സെർച്ച് ചെയ്താൽ മതി. പൂക്കോട്ടൂർ യുദ്ധം എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുന്ന സമയത്ത് വരുന്ന ഇതിനകത്ത് ഒരെണ്ണം ഇസ്ലാം ഓൺ വെബ് എന്ന് പറയുന്ന, ഞാൻ അതിന്റെ സ്ക്രീൻഷോട്ട് ഒക്കെ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ വീഡിയോ ഇടുന്ന സമയത്ത് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട്. അവർ മാറ്റിയിട്ട് കാര്യമൊന്നുമില്ല, സ്ക്രീൻഷോട്ട് നമ്മുടെ ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ളവർക്ക് ഇപ്പൊ വൈകി കഴിഞ്ഞ് കഴിഞ്ഞാൽ പൂക്കോട്ടൂർ യുദ്ധം എന്ന് പറഞ്ഞിട്ട് ഇത് കഴിഞ്ഞാൽ ഷഫീഖ് വഴിപ്പാറ എന്ന് പറഞ്ഞ ഒരാൾ എഴുതിയിരിക്കുന്ന ഇസ്ലാം ഓൺ വെബിൽ ഈ സാധനം കിട്ടും. അവിടെ ഇത് കാണാം. ചിലപ്പോ ഇനി 1 മണിക്കൂർ കഴിയുമ്പോഴേക്കും ചിലപ്പോൾ തിരിച്ചിന്ന് വരും. അതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ പറഞ്ഞത്. അത് അപ്പൊ ഇനി വിക്കിപീഡിയയിലേക്ക് വന്നാ, വിക്കിപീഡിയ അതിനേക്കാളും വലിയ കോമഡിയാണ്. അത് വിക്കിപീഡിയ നമുക്കറിയാം, ഏതൊരാൾക്കും എവിടെ വെച്ചോളം തിരുത്താൻ പറ്റുന്ന ഒരു സാധനമാണ് അത്. അതുകൊണ്ട് അതിന് യാതൊരു വിശ്വാസ്യതയില്ല. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മുടെ നാട്ടിലെ പല ആളുകളും, പ്രത്യേകിച്ച് നിരീശ്വരവാദികൾക്കൊക്കെ വിക്കിപീഡിയ എന്ന് പറഞ്ഞാൽ വളരെ ഓതന്റിക് സോഴ്സ് ആണ്. അമ്മോ, നമ്മൾ എത്ര പറഞ്ഞു കൊടുത്താലും അത് സമ്മതിക്കില്ല. വിക്കിപീഡിയ, അതിലിപ്പോ എന്താ പ്രശ്നം, വിക്കിപീഡിയ എടുത്താൽ എന്താ എന്ന് ചോദിക്കുന്നു എല്ലാവരും. അപ്പൊ അതിന് ഞങ്ങളൊന്നും വില കൽപ്പിക്കുന്നില്ല. അത് അങ്ങനെയുള്ള ഒരു സാധനമാണ്. അക്കാദമിക് ലെവലിൽ ഒരു വിലയില്ലാത്ത സാധനമാണെങ്കിലും ധാരാളം സാധാരണക്കാരായ ആളുകൾ ഇതിന് ഭയങ്കര വില കൽപ്പിക്കുന്നുണ്ട്. അതിലുള്ളത് വിശ്വസിക്കുന്നു. വില കൽപ്പിക്കില്ല, ഉള്ളത് അങ്ങനെ തന്നെ വിശ്വസിക്കണം. അപ്പൊ അതുകൊണ്ട് ഞാൻ വിക്കിപീഡിയന്ന് എടുത്തിട്ടുണ്ട്. ഇത് എങ്ങനെയൊക്കെയാണ് വിക്കിപീഡിയ നമ്മളെ, അല്ലെങ്കിൽ വിക്കിപീഡിയക്കകത്ത് ഓരോരുത്തന്മാരെ അവർക്ക് വേണ്ടുന്ന സാധനങ്ങൾ തിരികെ കയറ്റുന്നതെന്ന്. വിക്കിപീഡിയയിൽ ഇങ്ങനെയാണ്: 1921 ആഗസ്റ്റ് 26 മലബാർ കലാപത്തിന്റെ ഭാഗമായി മലപ്പുറം ജില്ലയിലെ പൂക്കോട്ടൂരിൽ വെച്ച് മാപ്പിള പോരാളികളും ബ്രിട്ടീഷ് സൈന്യവും തമ്മിൽ നടന്ന ചരിത്ര പ്രസിദ്ധമായ ഒരു പോരാട്ടമാണ് പൂക്കോട്ടൂർ കലാപം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏക യുദ്ധം എന്ന് ഈ കലാപത്തെ വിശേഷിപ്പിക്കാറുണ്ട്. 1857 ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ബ്രിട്ടീഷ് സാമ്രാജ്യം നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ സായുധ പോരാട്ടം പൂക്കോട്ടൂർ യുദ്ധമായിരുന്നു എന്ന് ബ്രിട്ടീഷുകാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തങ്ങളെ നേരിടാൻ ബ്രിട്ടീഷ് പട്ടാളം എത്തുന്നതറിഞ്ഞ് മാപ്പിള മുസ്ലിങ്ങൾ പട്ടാളത്തെ ഗറില്ല യുദ്ധമുറയിൽ നേരിടാൻ തീരുമാനിക്കുകയായിരുന്നു. എന്നാൽ ആയുധശേഷിയിൽ ഏറെ മുന്നിലുണ്ടായിരുന്ന ബ്രിട്ടീഷ് പട്ടാളം 5 മണിക്കൂർ നീണ്ട പൊരിഞ്ഞ യുദ്ധത്തിനൊടുവിൽ പിൻവാങ്ങി. ഈ പണ്ടൊരാൾ പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, കൊടുത്തു ഞാൻ അവൻ എനിക്കിട്ട് 2, പിടിച്ചു ഞാൻ അവൻ എന്നെ കിട്ടിയും. വാസ്തവത്തിൽ ഇയാൾക്കാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷെ പറയുന്നതൊക്കെ കേട്ടാ തോന്നുന്നു അവനെന്തോ കൊടുത്തു ഞാൻ അവൻ എനിക്കിട്ട് 2, പിടിച്ചു ഞാൻ അവൻ എന്നെ കെട്ടി എന്ന് പറഞ്ഞ പോലെ ആയുധശേഷിയിൽ ഏറെ മുന്നിലുണ്ടായിരുന്ന ബ്രിട്ടീഷ് പട്ടാളം 5 മണിക്കൂർ നീണ്ട പൊരിഞ്ഞ യുദ്ധത്തിനൊടുവിൽ പിൻവാങ്ങി. ആയുധശേഷിയിൽ മുന്നിലുണ്ടാവുന്നവർ പിൻവാങ്ങാണോ ചെയ്യുക? ചിന്തിച്ചാൽ മതി. എന്നിട്ട് ഇതിന്റെ മരിച്ച ആളുകളുടെ എണ്ണം പറയുന്നുണ്ട്. മരിച്ച ആളുകൾ 50,000-നും 1,00,000-നും ഇടയിൽ മരണം. വിക്കിപീഡിയയിൽ നിങ്ങൾ ചെന്ന് പൂക്കോട്ട് ഇപ്പൊ കയറി നോക്കിക്കോ. ചിലപ്പോ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുടെ ആരെങ്കിലും തിരുത്തിയെങ്കിലായി. പറയാണ് 50,000-നും 1,00,000-നും ഇടയിൽ മരണം. അപ്പൊ ഇങ്ങനെ ഇമാതിരി തള്ളാണ്. ഈ ഒരു സംഗതിയെ കുറിച്ച് ധാരാളം തള്ളുകളുണ്ട്. അപ്പൊ അതിന്റെ ഒരു വസ്തുത എന്താണ്, ചരിത്ര വസ്തുത, അതിനെക്കുറിച്ച് പല ആളുകളും എഴുതിയിട്ടുണ്ട് ആ കാലഘട്ടത്തിലുള്ളത്. ഇപ്പൊ ഞാൻ പ്രധാനമായിട്ടും ഇവിടെ ആശ്രയിക്കുന്നത് കെ മാധവൻ നായരുടെ മലബാർ കലാപമാണ്. അതോടൊപ്പം തന്നെ എം ഗംഗാധരന്റെ, അദ്ദേഹത്തിന്റെ PhD തീസിസ് ഉണ്ട്, മലബാർ കലാപം 1921-22. അപ്പൊ ആ പുസ്തകം, പിന്നെ അങ്ങനെ വേറെ കുറച്ചൊക്കെ. അപ്പൊ ഇതിനകത്ത് ഈ പൂക്കോട്ടൂരിലെ ഈ സംഭവത്തെ കുറിച്ച് മാധവൻ നായർ ഇതിനെ എഴുതിയിട്ടുണ്ട്. അതിനു മുമ്പേ നമ്മള് ഈ വേറൊരു പുസ്തകമുണ്ട്. അത്
സി ഗോപാലൻ നായർ എഴുതിയിരിക്കുന്നത്. മാപ്പിള ലഹള 1921 മാപ്പിള ലഹള എന്ന് പറയുന്ന സി ഗോപാലൻ നായർ പുസ്തകം. പിന്നെ അതല്ലാതെ വേറെ അക്കാലഘട്ടത്തിലെ ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ട്. ഈ സംഭവം ഇത് 1921 ആഗസ്റ്റ് 26-നാണ് സംഭവിക്കുന്നതെങ്കിൽ അതിന് മുമ്പേ ഇത് പ്രശ്നം അവിടെ ഉണ്ട്. ജൂൺ ജൂലൈ മാസം ആയി കഴിഞ്ഞപ്പോഴേക്ക് പൂക്കോട്ടൂര് പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്. അത് അപ്പൊ അതിനെക്കുറിച്ചുള്ളത് ഈ അന്നത്തെ ഈ ഇന്റലിജൻസ് റിപ്പോർട്ട്, ആ റിപ്പോർട്ട്, അത് സ്പെഷ്യൽ ബ്രാഞ്ചിൽ നിന്നുള്ള റിപ്പോർട്ട് നമുക്കത് കിട്ടും. 1921 ആഗസ്റ്റ് 10 സ്പെഷ്യൽ ബ്രാഞ്ചിൽ നിന്നുള്ള റിപ്പോർട്ട് അത് ലഭ്യമാണ്. അതിന്റെ ഇതെല്ലാം നെറ്റിലും നമുക്കത് ലഭ്യമാണ്. അത് നിരീശ്വരവാദിയായ മനോജ് ബ്രൈറ്റ് എന്ന് പറഞ്ഞ ആൾ, അദ്ദേഹം മലബാർ കലാപം എന്ന് പറയുന്ന ഒരു സീരീസ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ പോയാൽ അത് കാണാം. അപ്പൊ അതിനകത്ത് ഈ രേഖകളെല്ലാം അദ്ദേഹം തർജ്ജമ ചെയ്ത് ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെ ഈ പൂക്കോട്ടൂരത്തെ സംഗതിയെ കുറിച്ച് ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പൂക്കോട്ടൂരത്തെ കോവിലകത്തിൽ ഉണ്ടായിരുന്ന നിലമ്പൂരിലെ 6-ാം തിരുമുൽപ്പാടുമായി പൂക്കോട്ടൂരുള്ള ഒരു മാപ്പിള, അദ്ദേഹത്തിന്റെ പേര് വടക്കേ വീട്ടിൽ മമ്മദ് എന്നാണ്. അപ്പൊ ഈ ഇദ്ദേഹമായിട്ട് പ്രശ്നം ഉണ്ടായി. എന്നിട്ട് ഈ വടക്കേ വീട്ടിൽ മമ്മദിനെ വേറെന്തോ പ്രശ്നത്തിന്റെ പേരിലാണ് പുള്ളിനെ തോട്ടത്തിൽ നിന്ന് ജോലിയിൽ നിന്ന് പുറത്താക്കി. അങ്ങനെ ആ പുറത്താക്കിയതിന്റെ പേരിൽ അയാള് പ്രശ്നം ഉണ്ടാക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തത്. ഞാൻ ആ റിപ്പോർട്ട് ഒന്ന് വായിക്കാം. ഇത് ഡിസ്ട്രിക്ട് സൂപ്രണ്ട് ഓഫ് പോലീസ് സൗത്ത് മലബാറിന് അയച്ചിരിക്കുന്ന അവിടുത്തെ ഇന്റലിജൻസ് റിപ്പോർട്ടാണ്. 1921 ആഗസ്റ്റ് 6-ാം തീയതി അവസാനിക്കുന്ന ആഴ്ചയിലെ റിപ്പോർട്ട്. ഞാനത് വായിക്കാം. 1921 ജൂലൈ 31-ാം തീയതി പൂക്കോട്ടൂരുള്ള കോവിലകത്തിൽ വസിക്കുന്ന നിലമ്പൂരിലെ 6-ാം തിരുമുൽപ്പാടുമായി തർക്കമുണ്ടായിരുന്ന പൂക്കോട്ടൂരുള്ള ഒരു മാപ്പിള ആ പ്രദേശം മുഴുവൻ ഇളക്കിവിട്ടു. 30 മുതൽ 50 പേരടങ്ങുന്ന മാപ്പിളമാരുടെ സംഘം മൈലുകളോളം ചുറ്റുമുള്ള ചായക്കടകളിലും പ്രാർത്ഥനാ ഷെഡുകളിലും തടിച്ചുകൂടി. തർക്കമുണ്ടായിരുന്ന ആൾ നയിക്കുന്ന പ്രധാന സംഘത്തിൽ വാളുകളും കുന്തങ്ങളും വഹിക്കുന്ന 600-ലധികം ആളുകളുണ്ടായിരുന്നു. ധാരാളം ആളുകൾ ഖിലാഫത്ത് അടയാളങ്ങൾ ധരിച്ചിരുന്നു. ഇൻസ്പെക്ടർ അസുഖകരമായ ഈ സാഹചര്യം നല്ല രീതിയിൽ കൈകാര്യം ചെയ്തു. പരാതിക്കാരനെ വശത്താക്കി കോവിലകത്തുള്ളവരെ ആശ്വസിപ്പിക്കാൻ പോയി. പക്ഷെ ആളെ കൂട്ടിയ ആൾക്ക് അവരെ നിയന്ത്രിക്കാനായില്ല. അവരുടെ അലർച്ചയിൽ നിന്ന് മനസ്സിലാകുന്നത് യഥാർത്ഥത്തിലുള്ളതോ സാങ്കല്പികമായതോ ആയ പരാതി പരിഹരിക്കാനല്ല അവർ വന്നത്. മറിച്ച് തിരുമുൽപ്പാട് ഡെപ്യൂട്ടി സൂപ്രണ്ട് ആമു, പറപ്പൂർ അധികാരി, ഇൻസ്പെക്ടർ മുതലായവർ ഖിലാഫത്തിനെതിരായതുകൊണ്ട് അവരെ കൊന്ന് കോവിലകത്തെ ഒരു പള്ളിയാക്കി മാറ്റാനായിരുന്നു. ഇൻസ്പെക്ടർ അവരെ മുഖാമുഖം കണ്ടു, അവരുമായി വാദപ്രതിവാദം നടത്തി. അവരുടെ ജാതിയിലുള്ള ആളുകൾ തന്നെ അവരെ തടഞ്ഞു. ഒടുവിൽ മതപരമായ മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് അവർ പിരിഞ്ഞുപോയി. റിസർവ് പോലീസും പട്ടാളവും വരും എന്ന് കരുതി ആൾക്കൂട്ടം ഒരുങ്ങി നിന്നിരുന്നു. പട്ടാളത്തെ വിളിക്കാൻ ഒരു ഉദ്ദേശവും ഇല്ല എന്ന് മനസ്സിലായപ്പോഴാണ് അവർ പിരിഞ്ഞത്. പള്ളിയിൽ നിന്ന് വൈകുന്നേരം 4 മണി വരെ ഒരു അടയാള പെരുമ്പറ മുഴങ്ങിയിരുന്നു. മധ്യസ്ഥതയ്ക്കായി കോവിലകത്തേക്ക് പോകാൻ ശ്രമിച്ച പ്രായമുള്ള മാന്യരായ മാപ്പിളമാരെ അവർ ബലമായി തടഞ്ഞു. മാപ്പിള സ്ത്രീകളും പുരുഷന്മാരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് കൂടെയുണ്ടായിരുന്നു. കൊണ്ടോട്ടി, തിരൂരങ്ങാടി, ഇരുമ്പുഴി, കൊടിയാട്ട്, മേൽമുറി, വള്ളുവമ്പ്രം, നെല്ലിക്കുത്ത്, പൊന്മള തുടങ്ങി വലിയൊരു പ്രദേശത്തു നിന്നുള്ള ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. പലരും കാക്കി മുറി കാലുറകളും ഷർട്ടും ധരിച്ചിരുന്നു. പൂക്കോട്ടൂരെ പ്രശ്നം തൽക്കാലം പരിഹരിച്ചെങ്കിലും അടിസ്ഥാന പ്രശ്നങ്ങൾ അവിടെ തന്നെ ഉണ്ട്. ഇതാണ് ഇന്റലിജൻസ് റിപ്പോർട്ട്. അപ്പൊ അവസാനം പറഞ്ഞ കാര്യം വളരെ സത്യമായിട്ടുള്ള ഒരു സംഭവമാണ്. അവിടെ അപ്പോഴത്തെ ആ പ്രശ്നം അത് താൽക്കാലികമായി പരിഹരിക്കപ്പെട്ടെങ്കിലും അടിസ്ഥാന പ്രശ്നം അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഇതിനുശേഷം ഈ പറഞ്ഞ വടക്കേ വീട്ടിൽ മുഹമ്മദ് എന്ന് പറയുന്ന ആളുടെ വീട്ടിൽ പോലീസ് തിരച്ചിൽ നടത്തുന്നു. സാധാരണഗതിയിൽ ആ ഒരു തിരച്ചിൽ നടത്തി അതൊന്നൊരു വിഷയമേ അല്ല. തിരച്ചിൽ നടത്തി അവിടെ നിന്ന് ആയുധം കിട്ടുന്നു, ആയുധം എടുത്തിട്ട് പോകുന്നു, അത്രേ ഉള്ളൂ കാര്യം. പക്ഷെ ഇത് ഖിലാഫത്തിന്റെ പേരിൽ മുസ്ലിങ്ങൾ സംഘടിച്ചിരുന്നത് കൊണ്ട് ഇത് ഭയങ്കര പ്രശ്നമായി. അതിന്റെ പേരിൽ പിന്നെ കൂടുതൽ കലാപങ്ങളൊക്കെ ഉണ്ടാവുകയാണ്. അപ്പൊ ഇതിനെക്കുറിച്ച് കെ മാധവൻ നായർ നമ്മള് മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമുണ്ട്. ഇത് ചുമ്മാ ഇത് മാത്രമല്ല, ഇതിന് ശേഷം പിന്നെ നിർബന്ധിത മതപരിവർത്തനം ഭയങ്കരമായിട്ട് അവിടെ നടത്തിയവര്, ഈ പൂക്കോട്ടൂരുള്ള മാപ്പിളമാരുണ്ടല്ലോ, ഭയങ്കരമായിട്ട് നിർബന്ധിത മതപരിവർത്തനം നടത്തി ധാരാളം ഹിന്ദുക്കളെ, കാണുന്ന ഹിന്ദുക്കളെ ഒക്കെ പിടിച്ച് കൂട്ടത്തിൽ കൂട്ടി അവരെ കൂട്ടത്തിൽ ചേരാൻ തയ്യാറില്ലാത്തവരെ കൊന്നു തള്ളുകയും ചെയ്തു. അപ്പൊ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ, ഈ വിഷയത്തെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അവിടെ ആ ഭാഗത്ത് അവിടെ ഒന്ന് കലാപം നിയന്ത്രണമാക്കാൻ വേണ്ടി ഒരു റെജിമെന്റിനെ അങ്ങോട്ടേക്ക് 100 ചില്ലാൻ പേരുള്ള ഒരു റെജിമെന്റിനെ അങ്ങോട്ടേക്ക് അയക്കുന്നത്. അപ്പൊ അത് നമ്മൾ അറിയണം. ഈ നിർബന്ധിത മതപരിവർത്തനം ഒരു പ്രധാന ഘടകമായിരുന്നു ആളുകളെ കൊല്ലുകയൊക്കെ ചെയ്തത്. ഞാനത് കെ മാധവൻ നായരുടെ മലബാർ കലാപം എന്ന് പറയുന്ന പുസ്തകത്തിൽ നിന്ന് വായിക്കാം. അത് ഒരുപക്ഷെ ഇതിന്റെ PDF എഡിഷൻ നിങ്ങളുടെ ആരുടെയും കയ്യിലുണ്ടാവും. എന്റെ കയ്യിൽ PDF ഉണ്ട്, പിന്നെ ഹാർഡ് കോപ്പിയും ഉണ്ട്. ഹാർഡ് കോപ്പി എന്ന് പറയുന്നത് 2012 ഇറങ്ങിയിരിക്കുന്നതാണ്, 4th എഡിഷൻ ആണ്. അതിന്റെ ആ പുസ്തകം കൈവശമുള്ളവരാണെങ്കിൽ അതിന്റെ 166 മുതൽ 170 വരെയുള്ള പേജുകളാണ് നോക്കേണ്ടത്. അതിൽ നിന്നാണ് ഞാൻ വായിക്കാൻ പോകുന്നത്. അതല്ല, ഇനിയിപ്പോ PDF ആണെങ്കിൽ അത് മിക്കതും 1987 മാതൃഭൂമി ഇറക്കിയ ആ 1-ാം പതിപ്പായിരിക്കും. ആ 1-ാം പതിപ്പിന്റെ
PDF ആയിരിക്കും മിക്കതും. അതിലാണെന്നുണ്ടെങ്കിൽ 180 പേജ് മുതൽ 185 പേജ് വരെയാണ്. ആ ഭാഗത്താണ് ഞാൻ വായിക്കുന്നത്. ഇത്തിരി ദീർഘമായതാണ്. ഒറ്റയടിക്ക് വായിച്ചു പോകുന്നില്ല. ഇടയ്ക്ക് ചിലയിടങ്ങളിൽ നിർത്തി ചില വിശദീകരണങ്ങൾ തരേണ്ടത് ഭാഗങ്ങളെ ആ വിശദീകരണം തന്നുകൊണ്ട് മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. മാധവൻ നായർ എഴുതുകയാണ് ഇങ്ങനെ. ഇത് പൂക്കോട്ടൂർ യുദ്ധം എന്ന് പറഞ്ഞ ഒരു അധ്യായം തന്നെയാണ്. ആ അധ്യായത്തിൽ നിന്നാണ്, അധ്യായമാണ് മൊത്തം ഞാൻ വായിക്കുന്നത്. രാജ്യം മുഴുവൻ തങ്ങൾക്ക് അധീനമായി. പോലീസുകാർ ഓടി ഒളിച്ചു. ഉദ്യോഗസ്ഥന്മാരെ എങ്ങും കാണുന്നില്ല. ഗവൺമെന്റിന്റെ ശക്തി തീരെ അസ്തമിച്ചു. മാപ്പിളമാർക്ക് എന്തും പ്രവർത്തിക്കാം എന്ന് തീർച്ചയായി. ഇപ്രകാരം ഇസ്ലാമിന്റെ അധികാരം ഉറച്ചതോടുകൂടി മതഭ്രാന്തരായ പൂക്കോട്ടൂർ മാപ്പിളമാർക്ക് ഒരു ബുദ്ധി തോന്നി. മേലാൽ ഹിന്ദു എന്നും ഇസ്ലാം എന്നും രണ്ട് മതം വേണ്ട എന്നവർ തീർച്ചപ്പെടുത്തി. ലഹള തുടങ്ങിയതിന്റെ ശേഷമുള്ള ആദ്യത്തെ വെള്ളിയാഴ്ചയായിരുന്നു ആഗസ്റ്റ് 26 വെള്ളിയാഴ്ച. ആ ശുഭദിവസത്തിൽ പൂക്കോട്ടൂരിനടുത്തുള്ള മഞ്ചേരി, മലപ്പുറം മുതലായ എല്ലാ പ്രദേശങ്ങളിലെ ഹിന്ദുക്കളെയും മുസൽമാന്മാരാക്കുവാൻ അവർ തീർച്ചപ്പെടുത്തി. ആ ലിസ്റ്റിൽ എന്നെയും ഉൾപ്പെടുത്തിയിരുന്നു അത്രേ. എന്നെ എന്ന് പറയുന്നത് മാധവൻ നായരെ. ഈ വർത്തമാനം നാടെങ്ങും പരന്നു. ഹിന്ദുക്കൾ അമ്പരന്നു. 2-3 ദിവസത്തെ കൊള്ളകൾ കഴിഞ്ഞതിന് ശേഷം രാത്രി പാറാവിന് ഞങ്ങൾ ഏർപ്പെടുത്തിയിരുന്ന സംഘത്തിൽ ചില മാപ്പിളമാരും ഉണ്ടായിരുന്നു. ഈ ഊഹവർത്തമാനത്തെക്കുറിച്ച് അവരോട് ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു വർത്തമാനമുണ്ടെന്ന് അവരും സമ്മതിച്ചു. മതപരിവർത്തനത്തിനായി അന്യദിക്കിൽ നിന്നും മാപ്പിളമാർ വരുന്ന പക്ഷം ഞങ്ങളെ സഹായിപ്പാനേറ്റ അവരുടെ നില എന്തായിരിക്കുമെന്ന് ചോദിച്ചപ്പോൾ അക്കാര്യത്തിൽ തടസ്സം ചെയ്യാൻ മതം തങ്ങളെ അനുവദിക്കുന്നില്ലെന്ന് അവർ തുറന്നു പറഞ്ഞു. ഇതിനിടയിൽ കുഞ്ഞഹമ്മദ് ഹാജിയുടെ ആളാണെന്ന് പറഞ്ഞ് ഒരു മാപ്പിള എന്റെ അടുക്കൽ വന്നു. യു ഗോപാലമേനോൻ മുതലായവരെല്ലാം ഇസ്ലാം മതത്തിൽ ചേർന്നിരിക്കുന്നുവെന്നും കൊണ്ടോട്ടിക്കോ തിരൂരങ്ങാടിക്കോ പോയിരിക്കുന്നുവെന്നും ഞാൻ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നും എന്നോട് ചോദിച്ചു. എന്തു വന്നാലും മറ്റുള്ളവർ എന്ത് ചെയ്താലും ഞാൻ എന്റെ മതം ഉപേക്ഷിക്കാൻ ഒരുക്കമില്ലെന്നും ഞാൻ മറുപടി പറയുകയും ചെയ്തു. അപ്പൊ മാധവൻ നായർ വളരെ കൃത്യമായി കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇത് ആ മുസ്ലിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല. കാവലിന് നിർത്തിയിരിക്കുന്ന, പാറാവിന് നിർത്തിയിരിക്കുന്ന ആളുകളിലെ മാപ്പിളമാരോട് ചോദിക്കുന്നുണ്ടല്ലോ, ഞങ്ങളെ മതം മാറ്റാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സഹായിക്കോ, ഞങ്ങളെ അവരെ തടയുമോ, ഞങ്ങളെ സഹായിക്കുമോ എന്ന് വെച്ചപ്പോ അവര് പറഞ്ഞത് ഒരു രക്ഷയില്ല എന്നാണ്. അങ്ങനെ അവരങ്ങനെ മതം മാറ്റാൻ വരികയാണെങ്കിൽ അവരെ തടസ്സം ചെയ്യാൻ മതം തങ്ങളെ അനുവദിക്കുന്നില്ലെന്ന് അവര് തുറന്നു പറയുകയാണ്. അവർ പറഞ്ഞത് സത്യമാണ്. പ്രമാണം അനുസരിച്ച് അങ്ങനെയാണ്. അതായത് നമ്മളത് എപ്പോഴും ഓർത്തിരിക്കണം. മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമായി അവർ നമ്മളെ മേൽ എന്തെങ്കിലും മതപരമായ വിധത്തിൽ ഇങ്ങനെയുള്ള അതിക്രമം കാണിക്കാൻ വരുമ്പോൾ നമ്മുടെ സ്നേഹിതന്മാരായിരിക്കുന്ന മുസ്ലിങ്ങൾക്ക് ആർക്കും നമ്മളെ സഹായിക്കാനായിട്ട് സാധിക്കുകയില്ല. അത് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. മതത്തിന്റെ പ്രമാണം അങ്ങനെയാണ്. അവർ നമ്മളെ സഹായിക്കാൻ വന്നു കഴിഞ്ഞാൽ നമ്മളെക്കാളും മുമ്പേ അവരെ തട്ടിക്കളയും. അത് അറിയാവുന്നത് കൊണ്ട് അവരൊന്നും ചെയ്യുകയില്ല. അപ്പൊ ഈ ഒരു തിരിച്ചറിവിന്റെ പുറത്താണ് എനിക്ക് ഇഷ്ടംപോലെ മുസ്ലിം സ്നേഹിതന്മാരുണ്ടായിട്ടും ഞാൻ ഇസ്ലാമിനെ തുറന്ന് എതിർക്കുന്നത്, ശക്തമായിട്ട് തന്നെ അതിനെ എതിർക്കുന്നത്. കാരണം ഒരു നിർബന്ധിതം, ഒരു പ്രയാസത്തിന്റെ ഒരു നിർണായകമായ ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ എന്നെ സഹായിക്കാൻ ഈ സ്നേഹിതന്മാർക്ക് ആർക്കും സാധിക്കുകയില്ല. ഞാൻ അതിനെ അവരെ കുറ്റപ്പെടുത്തുന്നില്ല. പ്രമാണം അങ്ങനെ ആയതുകൊണ്ടാണ്. അവർക്ക് വേറെ നിർവാഹമില്ല. കാരണം സ്വന്തം ജീവൻ കളഞ്ഞുകൊണ്ട് എന്നെ രക്ഷിക്കേണ്ട ആവശ്യമൊന്നും അവർക്കില്ലല്ലോ. അതുകൊണ്ട് ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷെ എന്നെ അവർക്ക് സഹായിക്കാൻ പറ്റാത്തൊരു സ്ഥിതി ഉണ്ടാവുമെന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ ഇസ്ലാമിനെതിരെ പറയുമ്പോൾ അവർക്ക് വല്ല വിഷമം വരുന്നതിന് ഞാൻ ഒട്ടും കാര്യമാക്കുന്നില്ല. അത് എന്റെ കുഴപ്പമല്ല. അത് അവരുടെ ആ പ്രമാണത്തിന്റെ പ്രശ്നമാണ്. ഒന്നുകിൽ ആ പ്രമാണം വിട്ട് അവർ പുറത്തു വരണം, അല്ലെങ്കിൽ ആ പ്രമാണം അവർ തിരുത്തണം. അതല്ലാതെ നമ്മൾ ഈ സത്യം പറഞ്ഞതിന്റെ പേരിൽ നമ്മളോട് ഒരു വെറുപ്പോ വിദ്വേഷമോ അല്ലെങ്കിൽ എന്തെങ്കിലും മനസ്സിൽ വല്ല വിഷമോ വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല. അതായത് നമുക്ക് തുടരാം. ഇദ്ദേഹം മാധവൻ നായർ എഴുതിയിരിക്കുന്നത് നമുക്ക് തുറന്നു വായിക്കാം. പൂക്കോട്ടൂരിൽ വെള്ളിയാഴ്ചയ്ക്ക് മുമ്പായി തന്നെ മതം മാറ്റം ആരംഭിച്ചിരുന്നു. ആഗസ്റ്റ് 23 മുതൽക്ക് തന്നെ അവർ ഹിന്ദുക്കളെ മതം മാറ്റുവാൻ നിർബന്ധിച്ചു തുടങ്ങി. മേൽമുറി അംശത്തിലെ ഒരംശം ഉദ്യോഗസ്ഥനോട് KP കേശവമേനോൻ വാങ്ങിയ ഒരു സ്റ്റേറ്റ്മെന്റിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. ആഗസ്റ്റ് മാസം 23 ഉച്ചയ്ക്ക് ശേഷം ചില ലഹളക്കാർ ഞാൻ നിരത്തിലേക്ക് പോകുന്ന സമയം ഡേഷ് എന്ന, അവിടെ പേര് എഴുതിയിട്ടില്ല, മാപ്പിളയുടെ പേര് എഴുതാതെ വിട്ടിരിക്കുന്നത്, ഡേഷ് എന്ന മാപ്പിളയുടെ വീട്ടിൽ വെച്ച് എന്നെ വളഞ്ഞു. മുഹമ്മദ് മതത്തിൽ ചേർന്ന് അവരുടെ ഒന്നിച്ച് പോകണം എന്ന് എന്നോട് ആവശ്യപ്പെട്ടു. എല്ലാ ഹിന്ദുക്കളും ചേരുന്ന പക്ഷം ഞാനും ചേർന്നോളാമെന്ന് പറഞ്ഞു. ബാക്കിയുള്ളവരെ ചേർക്കുന്നത് വരെ എന്നെ അവരുടെ ബന്ധനത്തിൽ പാർപ്പിക്കണം എന്ന് പറഞ്ഞ് എന്നെ ഡേഷ് എന്ന മാപ്പിളയുടെ വീട്ടിൽ താമസിപ്പിച്ച് ആ വീട് വിട്ടു പോകുവാൻ പാടില്ല, പോയാൽ വെടിവെക്കുമെന്ന് എന്നെ ഭയപ്പെടുത്തി. 24 രാത്രി വരെ ഞാൻ അവിടെ പാർത്തു. രാത്രി വാതിൽ തുറന്ന് ഓടി മലയിൽ കയറി. ആ വഴിക്ക് വന്ന് കോഴിക്കോട് താലൂക്കിൽ കൊടല അംശത്തിലെത്തി രക്ഷപ്പെട്ടു. അപ്പൊ ഇത് വളരെ കൃത്യമായിട്ട് ഒരു വ്യക്തിയുടെ മൊഴിയാണിത്, സാക്ഷിമൊഴി. അയാൾ അനുഭവസ്ഥനാണ്. അനുഭവസ്ഥന്റെ സാക്ഷിമൊഴിയാണ് ഇത്. മതം മാറ്റം
എങ്ങനെ അതും സാധാരണ ഒരാളൊന്നുമല്ല, സർക്കാർ ഉദ്യോഗസ്ഥനാണ്, മേൽമുറി അംശത്തിലെ ഒരു അംശം ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം സ്വന്തം അനുഭവം അന്നത്തെ KPCC പ്രസിഡന്റായിരിക്കുന്ന KP കേശവമേനോന് കൊടുക്കുന്നതാണ്. മാധവമേനോൻ മാധവൻ നായർ ഇതിനെ വെള്ളപൂശാൻ നോക്കുന്നുണ്ട്. കാരണം ഇവരൊക്കെ ഈ ഖിലാഫത്തും കോൺഗ്രസും ബായി ആയിരുന്നല്ല. അപ്പൊ നാണക്കേടുണ്ടാക്കുന്നവരനായോണ്ട് മാധവൻ നായർ ഇങ്ങനെയാണ് പിന്നെ പറയുന്നത്. മേൽക്കഴിച്ച സ്റ്റേറ്റ്മെന്റിൽ നിന്ന് പൂക്കോട്ടൂർ മാപ്പിളമാർ തുടങ്ങിയ മതം മാറ്റത്തിന് തങ്ങളുടെ സൈന്യത്തിൽ ആളെ വർദ്ധിപ്പിക്കുക എന്നൊരു ഉദ്ദേശം കൂടി ഉള്ളതായി കാണുന്നുണ്ട്. പൂക്കോട്ടൂരിൽ സുമാർ 75 പേരെ അവർ നിർബന്ധിച്ച് മതം മാറ്റി. അങ്ങനെ മതം മാറ്റപ്പെട്ടവരിൽ അധികം പേരും താണജാതിക്കാരായിരുന്നു. എങ്കിലും സുമാർ 30ഓളം പേർ ആ പ്രദേശങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നായർ കുടുംബത്തിൽപ്പെട്ട പൊന്നുണിക്കാട്ട് വീട്ടുകാരായിരുന്നു. ആ വീട് സാൾട്ട് അസിസ്റ്റന്റ് കമ്മീഷണറായി ഉദ്യോഗത്തിൽ നിന്നും പെൻഷനായി പിരിയുന്ന കുലാത്തോട്ടത്തിൽ കോമൻ മേനോനും അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും താമസിച്ചിരുന്ന വീടാണ്. കോമൻ മേനോന് അക്കാലത്ത് 76 വയസ്സ് പ്രായമാണ്. മാപ്പിളമാരെ അദ്ദേഹത്തിന് വലിയ വിശ്വാസമായിരുന്നു. അദ്ദേഹത്തോട് മാപ്പിളമാരും വളരെ ഭക്തി ബഹുമാനത്തോടുകൂടെയാണ് പെരുമാറിയിരുന്നത്. ബഹുമാന സൂചകമായി മാപ്പിളമാർ അദ്ദേഹത്തെ തങ്ങൾ എന്നാണ് വിളിച്ചു വന്നിരുന്നത്. ലഹള തുടങ്ങിയപ്പോൾ അവരുടെ സ്നേഹവും ബഹുമാനവും മറ്റൊരു രൂപത്തിലാണ് പ്രകാശിച്ചത്. ആഗസ്റ്റ് 22-ാം തീയതി മാപ്പിളമാർ ഹിന്ദുക്കളുടെ വീട് കൊള്ള ചെയ്യുന്നുണ്ടെന്ന് കോമൻ മേനോൻ കേട്ടപ്പോൾ അടുത്തുള്ള ആലത്തൂർ പള്ളിയിലെ മുസ്ലിയാരോട് അദ്ദേഹം സഹായത്തിന് അഭ്യർത്ഥിച്ചു. ഇസ്ലാം മതത്തിൽ ചേരാത്ത പക്ഷം യാതൊരു സഹായവും ചെയ്യുവാൻ തന്നാൽ സാധിക്കുകയില്ലെന്നും അതിന് മനസ്സുണ്ടെങ്കിൽ അറിയിക്കണമെന്നും മുസ്ലിയാർ മറുപടി അയച്ചു. 24-ാം തീയതി ഉച്ചതിരിഞ്ഞ് ഏകദേശം 3 മണിക്ക് സുമാർ 500ഓളം മാപ്പിളമാർ കോമൻ മേനോന്റെ വീട് വളഞ്ഞു. അവരുടെ കയ്യിൽ തോക്ക്, വാൾ മുതലായ ആയുധങ്ങൾ ഉണ്ടായിരുന്നു. അവരധികം പേരും അദ്ദേഹത്തിന്റെ കുടിയാന്മാർ തന്നെയായിരുന്നു. അവർ കോമൻ മേനോനോട് ഇസ്ലാമിൽ ചേരുവാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം അത് കൂട്ടാക്കിയില്ല. വീട്ടിലുള്ള സകല ആളുകളെയും കൊലപ്പെടുത്തുമെന്ന് മാപ്പിളമാർ ഭയപ്പെടുത്തി. അവരെല്ലാവരും നിലവിളി തുടങ്ങി. മുടി കളയുന്ന ഒസാന്മാർ അവരുടെ പ്രവൃത്തി ആരംഭിച്ചു. പുരുഷന്മാരുടെ മുടി കളഞ്ഞു, അവരെ മാപ്പിളത്തൊപ്പി ധരിപ്പിച്ചും മുസൽമാൻ പേരുകൾ നൽകി. സ്ത്രീകൾക്ക് ഉമ്മമാരുടെ വസ്ത്രങ്ങൾ കൊടുത്തു. കോമൻ മേനോന്റെ മുടി അവർ കളഞ്ഞില്ല. അദ്ദേഹത്തിനൊരു തൊപ്പി കൊടുത്തു. അത് അദ്ദേഹം ധരിച്ചില്ല. യാതൊരാളും അവിടെ കൊള്ള ചെയ്യരുതെന്ന് വിളംബരവും ചെയ്ത് ലഹളക്കാർ പോയി. രാത്രി കാവലിന് മാപ്പിളമാർ അവരുടെ ആളുകളെ തന്നെ നിർത്തി. പിറ്റേന്ന് യാതൊരു തകരാറും ഉണ്ടായില്ല. 26-ാം തീയതി രാവിലെ പിന്നെയും കൂട്ടത്തോടുകൂടി മാപ്പിളമാർ വന്നു. കോമൻ മേനോനെ മാപ്പിളയാക്കാനുള്ള ഉദ്ദേശത്തോടു കൂടെയായിരുന്നു അവരുടെ വരവ്. അവർ വന്ന് 10 മിനിറ്റ് കഴിയുന്നതിന് മുമ്പായി വളരെ ഉച്ചത്തിൽ നഗാരം അടി കേട്ടു തുടങ്ങി. നഗാരം എന്ന് പറയുന്ന ഒരുതരം പെരുമ്പറയാണ് ഈ പട്ടാളം വരുന്നെന്ന് അറിയിക്കാനുള്ളത്. നഗാരമടി കേട്ടു തുടങ്ങി. പട്ടാളക്കാർ പൂക്കോട്ടൂരിൽ എത്തിയ വിവരം മാപ്പിളമാരെ അറിയിക്കുന്ന നഗാരമടിയായിരുന്നു അത്. ഇത് കേട്ടതോടുകൂടി അവിടെ കൂടിയിരുന്ന മാപ്പിളമാരെല്ലാം ഓടി. കോമൻ മേനോൻ രക്ഷപ്പെടുകയും ചെയ്തു. അപ്പൊ ഇവിടെ നമ്മള് വ്യക്തമായിട്ട് ഈ മാപ്പിളമാരുടെ സ്വഭാവം എങ്ങനെയാണെന്ന് മനസ്സിലാകുന്നുണ്ട്. കൃത്യമായിട്ട് തക്കിയ എങ്ങനെ പ്രയോഗിച്ചു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നു. അവര് അതുവരേക്കും ഇദ്ദേഹത്തിനോട് ഈ കോമൻ മേനോൻ എന്ന് പറഞ്ഞ ആളോട് ഭയങ്കര ബഹുമാനത്തോടുകൂടെ അങ്ങനെയൊക്കെയാണ് പെരുമാറിയിരുന്നത്. അതായത് തങ്ങൾ എന്നൊക്കെ വിളിച്ച ആളുകളാണ് അവര്. ഇത്ര ബഹുമാനമൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം പ്രമാണിയാണ്. അവിടുത്തെ പള്ളിയിലെ മുസ്ലിയാർ വേറെ ഒരു പ്രമാണിയാണ്. ആ പ്രമാണിയുമായിട്ട് ഇദ്ദേഹത്തിന് ബന്ധമൊക്കെ ഉണ്ട്. പക്ഷെ ഒരു അത്യാവശ്യ സമയത്ത് സഹായത്തിന് മുസ്ലിയാരെ വിളിച്ചപ്പോൾ മുസ്ലിയാർ പറഞ്ഞത് രക്ഷയില്ല, ഇസ്ലാം മതത്തിൽ താങ്കൾ ചേരാത്ത പക്ഷം സഹായിക്കാൻ പറ്റുകയില്ല, ചേരാൻ മനസ്സുണ്ടെങ്കിൽ അറിയിക്കൂ, അന്ന് സഹായിക്കാന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് ഇതേ മാപ്പിളമാർ അദ്ദേഹത്തിന്റെ കുടിയാന്മാരായിരുന്ന, അദ്ദേഹത്തെ വളരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്ന ഇദ്ദേഹത്തിന് തന്നെ മുസ്ലിങ്ങളെ വളരെ വിശ്വാസമായിരുന്നു എഴുതിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അദ്ദേഹം വിശ്വസിച്ചിരുന്ന, അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്ന അങ്ങനെയുള്ള ആളുകൾ അവരാണ് വരുന്നത്. 500ഓളം പേര് വരുന്നു, അദ്ദേഹത്തിന്റെ വീട് വളയുന്നു. എന്നിട്ട് അദ്ദേഹത്തോട് ഇസ്ലാമിലേക്ക് ചേരാൻ വേണ്ടി അവര് ഇത് ചെയ്യാണ്. ഈ ഇന്നലത്തെ നമ്മുടെ മത്സരത്തിനോടുള്ള ബന്ധത്തിൽ നിങ്ങൾ അത് കേട്ട ആളുകൾക്ക് അറിയാം. പലരോടും ചോദിച്ചു കഴിഞ്ഞപ്പോ നിങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ, മുഹമ്മദ് ചെയ്ത ഓരോ കാര്യങ്ങളെ കുറിച്ച് ചോദിച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ, ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞവര് വേറൊരു കാര്യം കൂടി പറഞ്ഞു, ചെയ്യാൻ അവസരം കിട്ടിയിട്ടില്ല, അങ്ങനെ ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടില്ല. അപ്പൊ നമ്മൾ എടുത്തു ചോദിച്ചിരുന്നു, അവസരം കിട്ടിയാൽ ചെയ്യുമോ? തീർച്ചയായിട്ടും ചെയ്യും എന്ന് മറുപടി പറയുകയും ചെയ്തു. അപ്പൊ ഇത് നമ്മൾ വളരെ ഭയപ്പെടേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ കൂടെ നടക്കുന്ന ആളുകൾ, മുസ്ലിങ്ങളായിരിക്കുന്ന ആളുകൾ പല കാര്യങ്ങളും അവര് ഈ മനുഷ്യന്റെ സഹജമായ എന്തെങ്കിലും ആ പാപബോധത്തിൽ നിന്നുണ്ടാകുന്ന കാര്യമല്ല, ഇത് മതത്തിന് വേണ്ടി ചെയ്യുന്ന മതത്തിൻ്റെതായ കാര്യങ്ങളാണ്. അങ്ങനെയുള്ള കേസുകൾ പലതും ഇന്നലെ ചോദിച്ചത് അത് തന്നെ, മുഹമ്മദ് കൊന്ന കാര്യം,
ഇസ്ലാമിൽ വിശ്വസിക്കാൻ തയ്യാറാകാത്തവരെ കൊന്ന കാര്യം, അതുപോലെയുള്ള കാര്യങ്ങളാണ്. അത് പറഞ്ഞപ്പോഴാണ് ഇതുവരെ അവസരം കിട്ടിയിട്ടില്ലാത്തതുകൊണ്ട് ചെയ്തിട്ടില്ല, അവസരം കിട്ടിയാൽ ചെയ്യുമെന്ന് പറഞ്ഞത്. അപ്പൊ ഈ മെന്റാലിറ്റി ആയിട്ട് നടക്കുന്ന ആളുകൾ നമ്മുടെ ഇടയിൽ ഉണ്ടെന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കണം. അവരിപ്പോ പതുങ്ങിയിരിക്കുകയായിരിക്കും. ഇപ്പൊ അതേ മെന്റാലിറ്റി ഉള്ള ആൾക്കാരാണ് നമ്മളിപ്പോ വായിച്ചു കേട്ട ആ മലബാർ ജിഹാദിൽ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ കുടിയാന്മാരായിരിക്കുന്ന ആളുകൾ, അദ്ദേഹത്തോട് ബഹുമാനവും സ്നേഹമൊക്കെ കാണിക്കുന്നതായിട്ട് അഭിനയിച്ച് നടന്നിരുന്ന ആളുകൾ. പക്ഷെ അവസരം വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ ആ റിയൽ ക്യാരക്ടർ എന്താണെന്ന് വെളിവാക്കി. യഥാർത്ഥം ഇസ്ലാം എന്താണ്, അല്ലെങ്കിൽ മുഹമ്മദ് പഠിപ്പിച്ചു തന്നിരിക്കുന്നത് ഞങ്ങൾ എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യം അവർ കൃത്യമായിട്ട് അവിടെ വെളിവാക്കുകയാണ് ചെയ്തത്. അപ്പൊ ഇത് നമ്മൾ സൂക്ഷിക്കേണ്ടുന്ന കാര്യമാണ്. ഇസ്ലാം ആ ഇസ്ലാം എന്ന് പറയുന്ന ഐഡിയോളജി, ആ ഐഡിയോളജിയുടെ ഊർജ്ജസ്രോതസ്സായിട്ട് വർത്തിക്കുന്ന ഖുർആാനും ഹദീസുകളും അതിൽ വിശ്വസിക്കാൻ തയ്യാറുള്ള ഏതൊരു മുസ്ലിമും ഉള്ളിന്റെ ഉള്ളിൽ അത്യന്തം അപകടകാരിയാണ് എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. അതൊരു പക്ഷെ നിങ്ങളുടെ അടുത്ത സ്നേഹിതനായിരിക്കാം, കുട്ടിക്കാലം മുതലെയുള്ള സ്നേഹിതനായിരിക്കാം, കാര്യമില്ല, ആ ഐഡിയോളജി അവനെ അടിമുടി മാറ്റും. അത് എപ്പോഴും ഓർത്തിരിക്കുക. നമ്മള് സുഹൃത്ത് ബന്ധങ്ങൾക്കൊക്കെ വില കൊടുക്കണ്ടെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്, വ്യക്തിബന്ധങ്ങൾക്കൊക്കെ വില കൊടുക്കണം, വേണ്ടാന്നൊന്നുമല്ല. പക്ഷെ നമ്മളെ കൊല്ലുന്ന ഒരു ഐഡിയോളജിയിൽ വിശ്വസിച്ചുകൊണ്ട് നടക്കുന്ന ആ ഒരു വ്യക്തിയോട് ആ ആ ബന്ധത്തെക്കുറിച്ച് നമ്മളൊന്ന് പുനർവിചിന്തനം നടത്തണം. കാരണം കൃത്യമായിട്ട് അത് പറയുന്നുണ്ട്, അവിശ്വാസികളോട് എങ്ങനെ ഇടപെടണം എന്നുള്ള കാര്യം. ബഹുദൈവ വിശ്വാസികളോട് എങ്ങനെ ഇടപെടണം, ക്രിസ്ത്യാനികളോട് എങ്ങനെ ഇടപെടണം, യഹൂദന്മാരോട് എങ്ങനെ ഇടപെടണം എന്നൊക്കെ കൃത്യമായിട്ട് ഖുർആൻ പറയുന്നുണ്ട്. അപ്പൊ ആ പറഞ്ഞതിന് ഒരു വിലയും കൊടുക്കാതെ നടക്കുന്ന മുസ്ലിം ആണെങ്കിൽ ഒരു കുഴപ്പമില്ല, നമുക്ക് പ്രശ്നമുള്ളതൊന്നുമല്ല, അവനുമായിട്ട് നമുക്ക് ഒരു കുഴപ്പമില്ലാതെ പോകാം. പക്ഷെ ദീനിബോധവുമായിട്ട് നടക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പ്രമാണം അങ്ങനെ തന്നെ അനുസരിക്കാൻ തയ്യാറായിട്ട് നടക്കുന്ന ആളുകളാണ് എന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ, അത് ചിലപ്പോൾ ഈ കേസിലായിരിക്കില്ല, വേറെ വല്ല കേസിലായിരിക്കും, വേറെ എന്തെങ്കിലും കേസിൽ ഖുർആൻ ഇങ്ങനെയാണ് പറയുന്നത്, എനിക്ക് അങ്ങനെ നടക്കാൻ പറ്റുള്ളൂ എന്ന് ഒരുത്തം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ സൂക്ഷിച്ചോളണം, മനസ്സിലാവനെ മാർക്ക് ചെയ്ത് വെച്ചേക്കണം. അതായത് ഇത് അപകടമാണ്, ഡിസ്റ്റൻസ് ഇട്ടിട്ട് മാത്രമേ ഇനി ഇവനുമായിട്ട് കൂട്ടുചേരാൻ പാടുള്ളൂ. കാരണം ആ ഒരു വിഷയത്തിൽ അവൻ ഖുർആനും അല്ലെങ്കിൽ ഹദീസ്, നബി ഇങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ ഖുർആൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് എനിക്കത് ചെയ്യാൻ പറ്റില്ല എന്ന് ഒരുത്തം പറഞ്ഞാൽ ആ കേസ് മാത്രമല്ലല്ലോ, ഈ മറ്റുള്ള കേസുകളിലും അവൻ അത് തന്നെയല്ലേ ഫോളോ ചെയ്യുന്നത്, ഖുർആനും ഹദീസും അതല്ലേ അവൻ ഫോളോ ചെയ്യാം. അപ്പൊ അതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ ബഹുദൈവ വിശ്വാസികളോട് അല്ലെങ്കിൽ ക്രിസ്ത്യാനികളോട് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടത്. അപ്പൊ അതുകൊണ്ട് അതൊരു മുന്നറിയിപ്പായിട്ട്, ഇന്നലത്തെ ആ മത്സരം അതൊരു മുന്നറിയിപ്പായിട്ട് തന്നെ കണ്ട് അങ്ങനെയുള്ള ആളുകൾ സമൂഹത്തിലുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുന്നത് വളരെ നമ്മുടെ സമാധാനാന്തരീക്ഷം നിലനിർത്താൻ വളരെ സഹായകരമായിരിക്കും. ഇനി വീണ്ടും നമുക്ക് മാധവൻ നായരുടെ പുസ്തകത്തിലേക്ക് വരാം. മലപ്പുറം ഡിവിഷണൽ ഓഫീസർ മിസ്റ്റർ ആസ്റ്റിന് സഹായമായി ഒരു രക്ഷാസൈന്യം അവിടെ എത്തിച്ചേരുവാനുള്ള ശ്രമങ്ങൾ 22-ാം തീയതി മുതൽക്ക് തന്നെ അധികൃതന്മാർ ആരംഭിച്ചിരുന്നു. ഈ സൈന്യത്തിന്റെ നേതൃത്വം വഹിച്ചിരുന്നത് ജനനാൽ അയർലൻഡുകാരനായ ക്യാപ്റ്റൻ മെക്കൻറോയ് എന്ന സേനാനായകനായിരുന്നു. വഴിക്കുള്ള പല പാലങ്ങളും ഓവുപാലങ്ങളും മറ്റും ലഹളക്കാർ കേടുവരുത്തിയിരുന്നതിനാൽ അവയെല്ലാം 2-3 ദിവസം കൊണ്ട് നന്നാക്കിയതിനു ശേഷം 25-ാം തീയതി ക്യാപ്റ്റൻ മെക്കൻറോയ് 125 പട്ടാളക്കാരോടും പോലീസുകാരോടും കൂടി 22 ബസ്സുകളിലും ലോറികളിലുമായി മലപ്പുറത്തേക്ക് പുറപ്പെട്ടു. പാലങ്ങളും റോഡുകളും നന്നാക്കുന്ന ശ്രമങ്ങളാലും മറ്റും പട്ടാളം മലപ്പുറത്തേക്ക് പോകാൻ ഒരുക്കമുണ്ടെന്ന വിവരം മാപ്പിളമാർ അറിഞ്ഞിരുന്നു. അങ്ങനെ വരുന്ന പട്ടാളത്തോട് എതിർപ്പാൻ അവരും വേണ്ടത്ര ഒരുക്കങ്ങൾ ചെയ്തു. കോഴിക്കോട്ട് നിന്ന് മലപ്പുറത്തേക്ക് പോകുന്ന റോഡിൽ 26-ാം മൈലിൽ വെച്ചാണ് ലഹളയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പൂക്കോട്ടൂർ യുദ്ധം നടന്നത്. പൂക്കോട്ടൂർ എന്ന പ്രദേശം മലപ്പുറത്ത് നിന്ന് 5 നാഴിക വടക്കും മഞ്ചേരിയിൽ നിന്ന് 5 നാഴിക പടിഞ്ഞാറുമായി മോങ്ങത്ത് നിന്ന് മലപ്പുറത്തേക്ക് പോകുന്ന നിരത്തുവക്കത്തുള്ള ഒരു പ്രദേശമാണ്. നിലമ്പൂർ കോവിലകം വക ഒരു പ്രധാന ചേരിക്കലായ പൂക്കോട്ടൂരിൽ അവർക്ക് താമസിപ്പാൻ ഒരു കോവിലകമുണ്ട്. അവിടുത്തെ നിവാസികൾ അധികവും മാപ്പിളമാരാണ്. ലഹളയ്ക്ക് മുമ്പും ലഹള ആരംഭിച്ചപ്പോഴും അതിനുശേഷവും ഈ പ്രദേശത്തുണ്ടായ സംഭവങ്ങൾ മുമ്പ് വിവരിച്ചിട്ടുണ്ട്. അതായത് ഈ മലബാർ കലാപം എന്ന് പറയുന്ന പുസ്തകത്തിൽ മാധവൻ നായർ ഇതിനു മുമ്പ് വിവരിച്ച കാര്യങ്ങളാണ്. നമ്മൾ നേരത്തെ ഇന്ത്യൻസ് റിപ്പോർട്ടൊക്കെ കണ്ടല്ലോ, ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ മാധവൻ നായർ ഇത് മുമ്പേ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇവിടെ അദ്ദേഹം സൂചിപ്പിക്കുന്നത്. സംഭവങ്ങൾ മുമ്പ് വിവരിച്ചിട്ടുണ്ട്. ലഹളയ്ക്ക് മുമ്പ് അക്രമത്തിനായി മാപ്പിളമാർ വല്ല ഏർപ്പാടും ചെയ്തിരുന്നുവെങ്കിൽ അത് ഈ പ്രദേശത്തായിരുന്നു. ഗവൺമെന്റിന് തങ്ങളുടെ അധികാരം വീണ്ടെടുപ്പാൻ സാധിക്കുന്ന പക്ഷം പൂക്കോട്ടൂർ മാപ്പിളമാരെ ബാക്കിയാക്കുകയില്ലെന്ന് അവർക്ക് നല്ല ഭയവും ഉണ്ടായിരുന്നു. ആ ഭയത്തിന്റെ കാരണം എന്താന്ന് മനസ്സിലായോ? ഇവര് ധാരാളം കൊലപാതകങ്ങളിലൂടെ നടത്തി, നിർബന്ധ മതപരിവർത്തനം നടത്തി, കൊള്ളകൾ നടത്തി, മതപരിവർത്തനത്തിന് തയ്യാറല്ലാത്ത ഹിന്ദുക്കളെ അപ്പൊ തന്നെ വെട്ടി കൊന്നുകളയൊക്കെ ചെയ്തിരുന്നു. അപ്പൊ ഇങ്ങനെ ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് പൂക്കോട്ടൂർ മാപ്പിളമാർക്ക് ഈ പേടി ഉണ്ടായിരുന്നത്. ഇവിടെ വീണ്ടും ഇനി സർക്കാർ ഭരണത്തിലേക്ക് വന്നാൽ, ഇപ്പൊ നിലവിലിപ്പോ അവിടെ സർക്കാർ ഓഫീസ് ഒന്നുമില്ല, അതൊക്കെ അവർ കുറെ രജിസ്റ്റർ ഓഫീസ് അത് ഇത് പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുന്നു, രജിസ്റ്റർ ഓഫീസ് ഒക്കെ കത്തിച്ച് കളയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അവിടെ ഇപ്പൊ അവരുടെ നിയന്ത്രണത്തിലാണ് ഇത് ഉള്ളത് ഇപ്പോ ആ പ്രദേശം. പക്ഷെ ഭാവിയിൽ ഇത് ഗവൺമെന്റ് ഇത് തിരിച്ചെടുത്തു കഴിഞ്ഞാൽ അവരുടെ കീഴിലേക്ക് കൊണ്ടുവന്ന
ഈ ആളുകളെ, ഈ പൂക്കോട്ടൂർ മാപ്പിളമാരെ ഒന്നിനെയും ബാക്കി വെക്കില്ല എന്ന് അവർക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. അതാണ് മാധവൻ നായർ ഇവിടെ പറയുന്നത്. ഗവൺമെന്റിന് തങ്ങളുടെ അധികാരം വീണ്ടെടുക്കാൻ സാധിക്കുന്ന പക്ഷം പൂക്കോട്ടൂർ മാപ്പിളമാരെ ബാക്കിയാക്കുകയില്ലെന്ന് അവർക്ക് നല്ല ഭയവും ഉണ്ടായിരുന്നു. അതിനാൽ തങ്ങളുടെ ജീവരക്ഷ യുദ്ധത്തിലാണെന്ന് അവർ തീർച്ചപ്പെടുത്തി. കഴിയുന്ന സന്നാഹങ്ങൾ അവർ ഒരുക്കൂട്ടി. പല ദിക്കിൽ നിന്നും മാപ്പിളമാർ അവിടെ വന്നു ചേർന്നു. സുമാർ 3000-ഓളം മാപ്പിളമാര് യുദ്ധത്തിന് തയ്യാറായി. കുഞ്ഞഹമ്മദ് ഹാജിക്കും സംഘത്തിനും ആളയച്ച് കിട്ടാവുന്നിടത്തോളം ആയുധങ്ങൾ അവർ ശേഖരിച്ചു. ആ പ്രദേശത്തുള്ള ഹിന്ദുക്കളെ കയ്യിൽ കിട്ടിയിടത്തോളം മുഹമ്മദീയരാക്കി. മക്കൻറോയുടെയും പട്ടാളക്കാരുടെയും വരവിനെ പ്രതീക്ഷിച്ച് ഇരിപ്പായി. അപ്പൊ ഇത് ശ്രദ്ധിക്കണം. ഈ മക്കൻറോയും സംഘവും ഇതൊന്നും അറിയില്ല കേട്ടോ. അവർ ഇതൊന്നും അറിയാതെ സാധാരണഗതിയിൽ വരികയാണ്. അവരുടെ കയ്യിൽ അധികം ഭക്ഷണമൊന്നുമില്ല. 2-3 ദിവസത്തേക്കുള്ള ഭക്ഷണമേ ഉള്ളൂ. പിന്നെ അവര് വരുന്ന സമയത്ത് പാലങ്ങളൊക്കെ നന്നാക്കാനുള്ള മിലിറ്ററി എഞ്ചിനീയർമാര് അങ്ങനെയുള്ള ആളുകളുണ്ട്. അപ്പൊ ഒരിടത്ത് ഇവര് തകർത്ത് കളഞ്ഞ പാലങ്ങളൊക്കെ ശരിയാക്കി പതുക്കെ പതുക്കെ വരികയാണ്. അവരുടെ കൈവശം ആയുധങ്ങൾ കുറവാണ്, എല്ലാം കുറവാണ്. സാധാരണഗതിയിൽ അവർ വരികയാണ്. മറ്റവരങ്ങനെയല്ല, എല്ലാ സെറ്റപ്പും ചെയ്ത് റെഡി ആയിട്ട് നിൽക്കണം. അത് 10,000-4000, 3000, ഇതിന് 3000, വേറെ ചില കണക്കുകൾ അനുസരിച്ച് 4000-ഓളം പല കണക്കുകളും പറയുന്നുണ്ട്. ആ കണക്കിലാണ് നമ്മൾ വിക്കിയുടെ ഇത് നോക്കേണ്ടത്. വിക്കിയിൽ പറയുന്നത് മരണം 50,000-നും 1,00,000-നും ഇടയിൽ നിന്നാണ്. ആകെ അവിടെ മുസ്ലിങ്ങൾ തന്നെ ഈ മാധവൻ നായർ പറയുന്നതനുസരിച്ച് 3000, വേറെ ചില റിപ്പോർട്ട് അനുസരിച്ച് 4000, കൂട്ടിക്കോ 4000 തന്നെ നമുക്ക് കൂടുതലുള്ളത് തന്നെ ഇട്ട് കൊടുക്കാം. 4000 പേര് യുദ്ധത്തിന് വന്നു കഴിഞ്ഞിട്ടുണ്ട്. 50,000-നും 1,00,000-നും ഇടയിൽ മരിച്ചുപോയി എന്നൊക്കെ പറയണമെങ്കിൽ എമ്മാതിരി തള്ളാണ് തള്ളുന്നതെന്ന് നിങ്ങളൊന്ന് ആലോചിക്കണം. അപ്പൊ ഏതായാലും അതിന്റെ പശ്ചാത്തലം മനസ്സിലായല്ലോ. ഇവരിവിടെ എല്ലാം റെഡിയാക്കി വെച്ച് പറ്റിയ ഒരു സ്ഥലത്ത് വയലിന്റെ നടുവിലിട്ടിട്ട് ഈ പട്ടാളത്തെ തീർത്ത് കളയാനായിരുന്നു അവരുടെ ലക്ഷ്യം. അതിനു വേണ്ടുന്ന എല്ലാ സാധനവും റെഡിയാക്കി വെച്ച് കാത്തിരിക്കുകയാണ്. മറ്റൊരു ഇതൊന്നും അറിയാതെ സാധാരണഗതിയിൽ നടന്നു വരികയാണ്. ഞാൻ വീണ്ടും വായിക്കാം. 26-ാം മൈലിൽ റോഡ് വഴിക്ക് തെക്കോട്ട് പോകുമ്പോൾ പടിഞ്ഞാറ് ഭാഗത്ത് ചെറിയ ഒരു കുന്നും കിഴക്ക് ഭാഗത്ത് ഒരു തോട്ടവും ഉള്ളതിന്റെ തെക്ക് മുമ്പിലായി ഒരു ഫർലോങ് ദൂരത്തോളം വിസ്താരമുള്ള ഒരു വയലുണ്ട്. ഒരു ഫർലോങ് എന്ന് പറഞ്ഞാൽ 200 മീറ്ററാണ്, 201 മീറ്ററാണ് കൃത്യമായിട്ട് കണക്ക്. 200 മീറ്റർ വിസ്താരമുള്ള ഒരു വയല് നിങ്ങൾ മനസ്സിൽ കണ്ടാൽ മതി. അത് റോഡ് ഈ വയലിന്റെ ഏതാണ്ട് പടിഞ്ഞാറ് ഭാഗത്തു കൂടെയാണ് പോകുന്നത്. നിരത്തിന്റെ കിഴക്ക് ഭാഗത്തുള്ള വയലിൽ നിരത്തിൽ നിന്ന് സുമാർ 30 വാര വിട്ട് വടക്ക് നിന്ന് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഒരു തോടുണ്ട്. ഈ യുദ്ധത്തിന്റെ ആവശ്യത്തിനായി ഈ തോടിനെ ലഹളക്കാർ കിടങ്ങായി ഉപയോഗിച്ചു. തോട്ടിൽ നിന്ന് വെടിവെക്കുന്ന മാപ്പിളമാരെ പട്ടാളക്കാർക്ക് അങ്ങോട്ട് കാണുവാനോ വെടിവെപ്പാനോ കഴിയുകയില്ല. തോടും കടന്ന് പട്ടാളം വയലിലുള്ള റോട്ടിൽ ഒഴിഞ്ഞ സ്ഥലത്തെത്തിയാൽ വയലിന്റെ തെക്ക് ഭാഗത്ത് വീടുകളും തോട്ടങ്ങളും ഉള്ളിടത്തു നിന്നും തോട്ടിൽ നിന്നും വടക്കുള്ള തോട്ടത്തിലുള്ള മരങ്ങളിൽ നിന്നും വീട്ടിൽ നിന്നും പടിഞ്ഞാറ് ഭാഗത്തുള്ള കുന്നിന്മേൽ നിന്നും പട്ടാളക്കാരെ വെടിവെപ്പാനും എതിർപ്പാനും വേണ്ട സകല ഏർപ്പാടുകളും ലഹളക്കാർ ചെയ്തിരുന്നു. നേരം രാവിലെ ഏകദേശം 8 മണിയായിരിക്കുന്നു. യാതൊരു തടസ്സവും കൂടാതെ പൂക്കോട്ടൂർ വരെ എത്തുവാൻ സാധിച്ച പട്ടാളക്കാരും പോലീസുകാരും അപകടം യാതൊന്നും ശങ്കിക്കാതെ മുന്നോട്ടു പോയി മേൽപ്പറഞ്ഞ വയലിൽ പ്രവേശിക്കുന്നു. അപ്പോഴേക്ക് മുന്നിൽ നിന്നും പിന്നിൽ നിന്നും വലത്തു നിന്നും ഇടത്തു നിന്നും തോട്ടത്തിൽ നിന്നും തോട്ടിൽ നിന്നും വെടി തുടങ്ങി. എവിടെ നിന്നാണ് വെടി വരുന്നതെന്നറിയാതെ പട്ടാളക്കാർ അല്പമൊന്ന് അന്ധാളിച്ചു. വെടി പുറപ്പെടുന്ന സ്ഥലം മനസ്സിലായ ഉടനെ പട്ടാളക്കാർ തങ്ങളുടെ ഭയങ്കരങ്ങളായ തോക്കുകൾ കൊണ്ട് തിരിമുറിയാത്ത വെടിവർഷം ആരംഭിച്ചു. ഈ വെടിയുടെ നാദം മഞ്ചേരി, മലപ്പുറം മുതലായ ദൂരപ്രദേശങ്ങളെ പോലും ഇട്ടുകുലുക്കി. അനവധി ലഹളക്കാർ ശവങ്ങളായി നിലംപതിച്ചു. തങ്ങളുടെ തോക്കുകളും വെടികളും ഫലപ്രദമാകുന്നില്ല എന്ന് കണ്ടതോടുകൂടി മാപ്പിളമാർ കത്തിയും വാളും കയ്യിലേന്തി പട്ടാളക്കാരുടെ നേർക്ക് കുതിച്ചു. മാരി പോലെ ചൊരിഞ്ഞിരുന്ന വെടിയെ ലക്ഷ്യമാക്കിയിട്ടായിരുന്നു അവരുടെ മുന്നോട്ടേക്കുള്ള ഗതി. പോലീസ് സൂപ്രണ്ട് മിസ്റ്റർ ലങ്കാസ്റ്ററെ അവർ വെടിവെച്ച് വീഴ്ത്തി. ബ്രാക്കറ്റിനകത്ത് ബസ്സിന് മുമ്പിൽ നടന്നിരുന്ന അദ്ദേഹം പോലീസുകാരുടെ വെടികൊണ്ട് തന്നെ മരിച്ചതാണെന്നും ഒരു പ്രസ്താവമുണ്ട് എന്ന് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവരുടെ എന്ന് പറഞ്ഞാൽ ഈ മാപ്പിളമാരുടെ അമാനുഷമായ നെഞ്ഞൂക്കും ആശ്ചര്യകരമായ യുദ്ധവൈദഗ്ധ്യവും മെഷീൻ തോക്കുകളോട് ഫലിച്ചില്ല. 5 മണിക്കൂർ നേരത്തെ യുദ്ധത്തിന് ശേഷം തീരെ പരാജിതരായി 400-ഓളം പേർ മരിച്ചു വീണു. ശേഷമുള്ളവർ ഓടി. മാപ്പിളമാരുടെ ഊക്ക് നിലച്ചു. കുഞ്ഞഹമ്മദ് ഹാജി വന്ന വഴിക്ക് തന്നെ തിരിച്ചുപോയി. ആ രംഗൊക്കെ നിങ്ങൾ മനസ്സിൽ കണ്ടു നോക്ക്. കുഞ്ഞഹമ്മദ് ഹാജിനെ ആളയച്ച് വിളിപ്പിക്കുന്നു, സഹായം വേണമെന്ന് പറയുന്നു. പുള്ളിയുടെ സൈന്യവുമായിട്ട് വരുന്നു. ഇവിടെ പട്ടാളം വെടിവെച്ചെന്ന് പറഞ്ഞപ്പോ വന്ന വഴിക്ക് തന്നെ തിരിച്ചു ഓടിപ്പോകുന്നതൊക്കെ നിങ്ങൾ മനസ്സിൽ കണ്ടു. എനിക്ക് കുഞ്ഞഹമ്മദ് ഹാജിനെയൊക്കെയാണ് വലിയ ധീര പരാക്രമിക്കായിട്ട് അവതരിപ്പിക്കാൻ പോകുന്നത് കേട്ടോ. ശേഷമുള്ളവർ ഓടി. മാപ്പിളമാരുടെ ഊക്ക് നിലച്ചു. കുഞ്ഞഹമ്മദ് ഹാജി വന്ന വഴിക്ക് തന്നെ തിരിച്ചുപോയി. ഹിന്ദുക്കൾ രക്ഷപ്പെട്ടു. ബ്രിട്ടീഷ് ഗവൺമെന്റിന് പട്ടാളമുണ്ടെന്ന് മാപ്പിളമാർക്ക് ബോധ്യമായി. കുഞ്ഞഹമ്മദ് ഹാജി ഉണ്ടാക്കിയ ചില കുഴപ്പങ്ങൾ ഒഴികെ
ഏറനാട്ടിന്റെ കിഴക്കൻ പ്രദേശത്തുള്ളവർ സമാധാനത്തോടു കൂടി തന്നെ ജീവിച്ചു. മാപ്പിളമാരുടെ വെടികൊണ്ട് മിസ്റ്റർ ലങ്കാസ്റ്റർ അല്പം മണിക്കൂർ കഴിഞ്ഞപ്പോൾ മരിച്ചുപോയി. വെടികൊണ്ട് 2 പട്ടാളക്കാരും ആ യുദ്ധത്തിൽ മരിച്ചു. 7 ആൾക്ക് മുറിവ് പറ്റി. ഒരു യുദ്ധത്തിന് തക്ക ഒരുക്കങ്ങൾ ഒന്നും കൂടാതെ സ്വരക്ഷയ്ക്ക് മാത്രമുള്ള ആയുധങ്ങളോടും യുദ്ധസാമഗ്രികളോടും കൂടി ഒരു ചെറിയ സൈന്യത്തിന്റെ സഹായത്താൽ മാത്രം ഇത്ര ഗംഭീരമായ ഒരു വിജയം നേടിയതിന് ക്യാപ്റ്റൻ മക്കൻറോയിയെ എത്ര തന്നെ അഭിനന്ദിച്ചാലും മതിയാവുന്നതല്ല. ശത്രുക്കളുടെ എണ്ണം കണ്ട് ഭയപ്പെട്ട മിസ്റ്റർ തോമസിനെ പോലെ അദ്ദേഹവും പിന്തിരിഞ്ഞോടുകയോ മറ്റോ ചെയ്തിരുന്നെങ്കിൽ അത് എത്രമാത്രം ആപൽക്കരമായി കലാശിക്കുമായിരുന്നു എന്ന് വിവരിപ്പാൻ പ്രയാസമാണ്. ആ യുദ്ധത്തിൽ അദ്ദേഹം പ്രദർശിപ്പിച്ച ധൈര്യവും സാമർത്ഥ്യവും എല്ലാവരും ഒരുപോലെ പുകഴ്ത്തുന്നുണ്ട്. യുദ്ധം കഴിഞ്ഞതിന് ശേഷം മാപ്പിളമാരുടെ ശവങ്ങളെല്ലാം എടുത്ത് വടക്കുഭാഗത്ത് തോട്ടത്തിലുള്ള പുരയിലിട്ട് ദഹിപ്പിച്ചു. അതോടുകൂടി പട്ടാളക്കാരും മലപ്പുറത്തേക്ക് തിരിച്ചു. ഇത് ഞാൻ വേറൊരു പുസ്തകം പറഞ്ഞല്ലോ, 1921 മാപ്പിള ലഹള എന്ന് പറയുന്ന സി ഗോപാലൻ നായർ. അദ്ദേഹം ദിവാൻ ബഹദൂർ ആയിരുന്നു, മലബാർ ഡെപ്യൂട്ടി കളക്ടർ ആയിരുന്നു ദിവാൻ ബഹദൂർ ഗോപാലൻ നായർ. അദ്ദേഹം ആ സമയത്ത് അവിടെ ജീവിച്ചിരുന്ന ആളാണ്. കലാപം കഴിഞ്ഞ പാടെ തന്നെ അദ്ദേഹത്തിന് കുറെ പത്രവാർത്തകളാണ്, പിന്നെ സർക്കാർ രേഖകളൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് അദ്ദേഹം ഈ പുസ്തകം മലബാർ ലഹള മാപ്പിള ലഹള എന്ന് പറയുന്ന ഈ പുസ്തകം ഇംഗ്ലീഷിൽ മാപ്പിള റിബലിയൻ 1921 ആ പുസ്തകം എഴുതുന്നത്. ഈ പുസ്തകം ഇദ്ദേഹം സമർപ്പിച്ചിരിക്കുന്നത് പൂക്കോട്ടൂർ യുദ്ധനായകൻ ക്യാപ്റ്റൻ പി മക്കൻറോയിക്കാണ്. അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഞാനത് വായിക്കാം. ക്യാപ്റ്റൻ മക്കൻറോയി CSOMCക്ക് അഭിനന്ദനം. 1921 ഓഗസ്റ്റ് 26 മലപ്പുറത്തിന് ആശ്വാസം നൽകാനായി ലിൻസ്റ്റേഴ്സും സ്പെഷ്യൽ പോലീസും അടങ്ങുന്ന 125 പേരുടെ ചെറുസേനയുമായി പോകവേ പൂക്കോട്ടൂരിൽ മതഭ്രാന്തരായ 4000 വരുന്ന മാപ്പിള ലഹളക്കാരുടെ കൂട്ടവുമായി 5 മണിക്കൂർ നീണ്ട യുദ്ധത്തിൽ 400 പേരെ കൊന്ന് ബാക്കിയുള്ളവരെ പലായനം ചെയ്യിച്ച ധീരതയ്ക്ക് മാപ്പിള ലഹളയുടെ ആദ്യവാരത്തിൽ ലഹളയൊതുക്കാൻ വേണ്ടത്ര സർക്കാർ സൈന്യമില്ലാതിരുന്ന വിഷമസ്ഥിതിയിൽ അദ്ദേഹത്തിന്റെ വിജയം ഏറനാട് ഹിന്ദുക്കളെ ഇസ്ലാം മതത്തിലേക്കുള്ള പരിവർത്തനത്തിൽ നിന്ന് രക്ഷിക്കാനും കഴിഞ്ഞു. എന്റെയും മലബാറിലെ ഹിന്ദു നിവാസികളുടെയും പേരിൽ പൂക്കോട്ടൂർ വീരനും അദ്ദേഹത്തിന്റെ ചെറുസേനയ്ക്കും ആ സ്മരണീയ ദിനത്തിലെ സേവനത്തിന് ഹൃദയനിർഭരമായ നന്ദി രേഖപ്പെടുത്തുന്നു. കോഴിക്കോട് 1923 മെയ് 1 സി ഗോപാലൻ നായർ. ഇത് പൂക്കോട്ടൂർ യുദ്ധം എന്നൊക്കെ അറിയപ്പെടുന്ന സംഗതി ഇതാണ്. ഇത് ഇവര് ഈ പറയുന്നത് പോലെ എന്താണ്, സാധാരണ നമ്മൾ യുദ്ധം എന്ന് പറയുമ്പോൾ ഇരുപക്ഷത്തും കൃത്യമായി കാര്യങ്ങളെല്ലാം നോക്കി റെഡിയാക്കി വെച്ച് അങ്ങനെയൊക്കെയുള്ള ഒരു യുദ്ധം, അതാണുള്ള യുദ്ധം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയുള്ള ഒന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. ഒരു ചെറിയ സൈന്യം, ഒരു റെജിമെന്റ്, ചെറിയൊരു റെജിമെന്റ് മലപ്പുറത്തേക്ക് അവർ പോകുന്ന വഴിക്ക് പൂക്കോട്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ട് അവിടെയുള്ള മതഭ്രാന്ത് മൂത്ത മാപ്പിളമാര് അവരെ കൊന്നുകളയാൻ വേണ്ടി വളഞ്ഞ് എല്ലായിടത്തും വെടിവെച്ച് കൊന്നുകളയാൻ പ്ലാൻ ഇട്ടു. പക്ഷെ സംഭവിച്ചു നേരെ തിരിച്ചാണ്. അപ്പൊ ഇവരിത്ര ധൈര്യപൂർവ്വം ഈ യന്ത്രത്തോക്കുകളുടെ മുമ്പിലേക്കൊക്കെ ഇത്ര ധൈര്യപൂർവ്വം അവര് ചെന്ന് ചാടിക്കൊടുത്തതിന്റെ കാരണം വേറെയാണ്. അത് ഇവരുടെ ഈ ഉസ്താദുമാരുണ്ടല്ലോ, ഉസ്താദുമാര് തന്നെ ഇവരെ പറ്റിച്ചതാണ്, തങ്ങൾമാരും ഒക്കെ. അതായത് അവര് ഒരു ഇത് പറഞ്ഞിരുന്നു, വെടികൊള്ളുകയില്ല എന്ന്. തങ്ങൾമാരുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ വെടികൊള്ളുകയില്ല എന്നൊരു പ്രചരണം. അത് അദ്ദേഹം, ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കാം. മാപ്പിള റബിലിയൻ എന്ന് പറയുന്ന പുസ്തകത്തിൽ സീതിക്കോയ തങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഞാനൊന്ന് വായിക്കാം. കുമരംപുത്തൂരിലെ സീതിക്കോയ തങ്ങൾ സ്വയം ഖിലാഫത്ത് ദേശ ഗവർണറായി. രാജ്യം തങ്ങളുടേതായതിനാൽ, അഥവാ തെക്കൻ മലബാർ ഇസ്ലാമിക രാജ്യമായതിനാൽ കൊള്ളയ്ക്കും അതിക്രമങ്ങൾക്കുമെതിരെ ഫത്വ ഇറക്കി. കൊള്ള നടത്തിയ എളംപ്ലാശ്ശേരിയിലെ 3 കലാപകാരികളെ അയാൾ തന്നെ കോടതിയായി വിചാരണ ചെയ്തു. അവരെ വെടിവെച്ചു കൊല്ലാൻ ഉത്തരവിട്ടു. ഉണ്ടയില്ലാത്ത തോക്ക് ഉപയോഗിച്ച് നിറയൊഴിച്ചു. ഞെട്ടിത്തെറിച്ച് നിലത്ത് വീണ അവർക്ക് മേൽ പരുക്കില്ലാത്തത് തന്റെ സിദ്ധി കൊണ്ടാണെന്ന് പ്രചരിപ്പിച്ചു. ഇങ്ങനെ ബ്രിട്ടീഷ് ആക്രമണത്തിൽ നിന്നും തന്റെ അനുയായികൾ ഇതുപോലെ സുരക്ഷിതരായിരിക്കുമെന്ന് വിശ്വസിപ്പിച്ചു. ഇവര് പറ്റിക്കുന്ന നോക്കണം. ഈ കൂടെയുള്ള ഇവരുടെ ആളുകളെ, മാപ്പിളമാരെ, അണികളെ വഞ്ചിക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ട. ഉണ്ടയില്ലാത്ത തോക്ക് ഉപയോഗിച്ച് വെടിവെച്ചപ്പോ വെടിവെച്ചയും വന്നു, പുകയും വന്നു. പക്ഷെ വെടിയുണ്ട മാത്രം വന്നില്ല, വെടിയേറ്റില്ല. അപ്പൊ ഈ പാവം അണികൾ, ഇവര് മണ്ടന്മാരെന്താ വിചാരിച്ചേ? ഓ, സീതിക്കോയ തങ്ങളുടെയും മറ്റ് തങ്ങളുമാരുടെയൊക്കെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ വെടിയേൽക്കുകയില്ല. അത് ഇവര് പറഞ്ഞു. ഇവര് ചുമ്മാ വിശ്വസിക്കുകയല്ല, തങ്ങൾ പറയാണ് ബ്രിട്ടീഷ് ആക്രമണത്തിലും തന്റെ അനുയായികൾ ഇതുപോലെ സുരക്ഷിതരായിരിക്കുമെന്ന് അവരെ വിശ്വസിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പൊ ഈ അണികളെ അന്ധമായിട്ട് വിശ്വസിച്ചു ഇവരുടെ പ്രചരണം. അതുകൊണ്ടാണ് അവർ പോയി യന്ത്രത്തോക്കുകളുടെ മുമ്പിലേക്ക് ചെന്ന് ചാടിക്കൊടുത്തത്. അത് ധീരതയല്ല, അത് മണ്ടത്തരവും വിവരമില്ലായ്മയുമാണ്. അല്ലാതെ അതിനെ ധീരത എന്ന് പറയാൻ പറ്റില്ല. സുബോധമുള്ള ഒരാൾ പോലും അത് വലിയ സംഭവമായിട്ട് പറഞ്ഞ് ഊറ്റം കൊള്ളില്ല.
അത് സംഭവിച്ചു പോയ ഒരു മഹാ അബദ്ധമായി കരുതി അതിനെപ്പറ്റി സംസാരിക്കാതെ അത് മറച്ചു വെക്കാനേ ബുദ്ധിയുള്ള ഏതൊരാൾ ശ്രമിക്കുകയുള്ളൂ. പക്ഷേ ഇന്നും അത് പറഞ്ഞ ഒരു ഊറ്റം കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ യഥാർത്ഥത്തിൽ അത് ധീരതയായിരുന്നെങ്കിൽ മാപ്പിളമാർ ആ ധീരത പിന്നീട് പലയിടത്തും കാണിക്കുമായിരുന്നു. ഈ യന്ത്രത്തോക്കുകളുടെ മുമ്പിലേക്ക് ചെന്നിങ്ങനെ അങ്ങ് ചാടിക്കൊടുക്കുന്നത് ധീരതയായിരുന്നെങ്കിൽ, ഈ മലബാറിലെ മാപ്പിളമാരുടെ ധീരതയായിരുന്നെങ്കിൽ പിന്നീട് പലയിടത്തും ഇതുപോലെ തന്നെ പോയിട്ട് അവര് അതിന്റെ മുമ്പിലേക്ക് ചെല്ലുമായിരുന്നു. പക്ഷെ ഒരിടത്തും അങ്ങനെ ഉണ്ടായിട്ടില്ല. ഈ ഒരൊറ്റ സംഭവത്തോടുകൂടി ആ പരിപാടി തീർന്നു. ഒറ്റ ഒരിക്കലേ അത് സംഭവിച്ചുള്ളത് ഇപ്പോഴാണ്. അന്ന് അവര് പാഠം പഠിച്ചു. അവർക്ക് മനസ്സിലായി ബ്രിട്ടീഷുകാർക്ക് പട്ടാളമുണ്ട്, തോക്കുണ്ട്, അവരുടെ തോക്കിന്ന് അവര് വെടിവെച്ചാൽ കൊള്ളും, ചാവുകയും ചെയ്യും എന്നുള്ളത് മനസ്സിലായി. ആ ഒരു അനുഭവത്തിൽ നിന്ന് മാപ്പിളമാര് പാഠം പഠിച്ചു. പിന്നീട് അവര് ഒളിയുദ്ധം നടത്തിയതല്ലാതെ ഒരിക്കൽ പോലും ബ്രിട്ടീഷ് പട്ടാളത്തിനോട് നേർക്ക് നേരെ ഏറ്റുമുട്ടാൻ നിന്നിട്ടില്ല. ഇവര് എവിടെയെങ്കിലും കൊള്ളയ്ക്കൊക്കെ പോകുന്ന സമയത്ത്, കോവിലകോ മറ്റു കൊള്ളയടിക്കുക അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ബ്രിട്ടീഷ് പട്ടാളം വന്നെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നഗാരമടിക്കും. വലിയ പെരുമ്പറയാണ്. പെരുമ്പറങ്ങ് അടിക്കുന്ന ഒച്ച കേൾക്കുമ്പോൾ ഇവർക്ക് മനസ്സിലായി പട്ടാളം വരുന്നുണ്ട്. പിന്നെ ജീവനും കൊണ്ട് അവിടെ നിന്ന് ഓടിപ്പോവും. നമ്മളത് ഈ കോമൻ മാനോന്റെ കാര്യത്തിൽ നമ്മൾ കണ്ടല്ലോ. അദ്ദേഹത്തെ മതം മാറ്റാൻ വേണ്ടി വന്നു കഴിഞ്ഞപ്പോൾ നഗാരപടി കേട്ടു, അപ്പൊ തന്നെ ഓടിപ്പോയി. അങ്ങനെ ഓടിപ്പോയതല്ലാതെ നേർക്ക് നേരെ നിന്ന് പിന്നെ യുദ്ധം ചെയ്തിട്ടില്ല. കാരണം അവർക്ക് മനസ്സിലായി വെടികൊള്ളുന്നുള്ളത്. അപ്പൊ ധീരത എന്ന് അതിനെ പറയാനില്ല. അത് അബദ്ധം കൊണ്ട് ഒറ്റൊരിക്കൽ മാത്രം സംഭവിച്ച ഒരു കാര്യമാണത്. അവരുടെ അണികൾ അവരെ വഞ്ചിച്ചു. മതഭ്രാന്ത് മൂത്തപ്പോ സ്വന്തം അണികളെ തന്നെ വഞ്ചിച്ച് കൊലയ്ക്ക് കൊടുത്ത നേതൃത്വമാണ് ഈ മലബാർ ജിഹാദിൽ 1921 മലബാർ ജിഹാദിൽ ഉണ്ടായിരുന്നത്. അങ്ങനെയുള്ള ആ നേതൃത്വത്തിനെയാണ് ഇന്ന് വെള്ളപൂശിക്കൊണ്ട് നടക്കുന്നത്. സ്വന്തം അണികളെ കൊലയ്ക്ക് കൊടുത്ത വഞ്ചകന്മാരായ ആ നേതൃത്വത്തിനെയാണ് ഇന്ന് സ്വാതന്ത്ര്യ സമര സേനാനികളാക്കിക്കൊണ്ട് നടക്കുന്നത്. പിന്നെ ഇവിടെ പൂക്കോട്ടൂരിലെ മാപ്പിളമാർക്ക് തോന്നി ഇനി മുതൽ ഹിന്ദു എന്നും മുസ്ലിം എന്നും ഇസ്ലാം എന്നും രണ്ട് മതം വേണ്ട, ഒറ്റ മതം മതി, ഇസ്ലാം എന്ന് പറഞ്ഞ മതം മാത്രം മതി. അത് ഇവരുടെ കയ്യിൽ അധികാരം കിട്ടിക്കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഇവര് ഇച്ചിരി ജനസംഖ്യയിലൊക്കെ ഒന്ന് മൂത്ത് വന്നാലോ അവർക്ക് തോന്നുന്ന ഒരു തോന്നലാണ്. അത് എപ്പോഴും തോന്നും, എവിടെയും തോന്നും. ഇസ്ലാമിന്റെ ചരിത്രം പഠിച്ചാൽ അറിയാം. അത് ഇതിനു മുമ്പ് പലവട്ടം അവർക്ക് തോന്നിയിട്ടുണ്ട്. തോന്നിയിടത്ത് പലയിടത്ത് നടപ്പാക്കാൻ നോക്കിയിട്ടുണ്ട്. ഇവിടെയും അതുപോലെ തന്നെ തോന്നി അവർ നടപ്പാക്കാൻ നോക്കി. പക്ഷെ ബ്രിട്ടീഷുകാരുണ്ടായിരുന്നതുകൊണ്ട് അത് സാധിച്ചില്ല. അത് കൃത്യമായിട്ട് ഇന്ന് പല സംഘികളും കിടന്ന് ഇങ്ങനെ വലിയ ഡയലോഗ് അടിക്കുന്നത് കാണാം, ബ്രിട്ടീഷുകാർക്കെതിരെയും ഇങ്ങനെയൊക്കെ ആയിട്ട്. ഞാൻ പറയട്ടെ, ബ്രിട്ടീഷുകാരൊക്കെ ഇവിടെ വന്നത് കൊണ്ട് മാത്രമാണ് ഇപ്പോഴും നിങ്ങളൊക്കെ ഹിന്ദുക്കളായിട്ട് നടക്കുന്നത്, അല്ലെങ്കിൽ തലയെ തൊപ്പി വെച്ച് നടക്കേണ്ട വന്നേനെ. കാരണം ഇസ്ലാമിന്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഇസ്ലാം ആകെ രണ്ടിടത്ത് മാത്രമേ അവർ പരാജയപ്പെട്ടിട്ടുള്ളൂ. ഒന്ന് സ്പെയിനിലാണ്. സ്പെയിൻ 100-300 കൊല്ലം ഇസ്ലാമിന്റെ കീഴിലിരുന്നെങ്കിലും അത് തിരിച്ചു പിടിച്ചു. സ്പെയിനിന്റെ ആ ജനത അവർ തിരിച്ചു പിടിച്ച് ഇസ്ലാമിനെ അവിടുന്ന് പുറത്താക്കി കളഞ്ഞു. രണ്ടാമത് അവർ പരാജയപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത് ഇന്ത്യയാണ്. ബാക്കിയുള്ളിടത്ത് എവിടെയൊക്കെ അവർ ചെന്ന് ഇപ്പോഴത്തെ കാര്യമല്ല, ആദ്യകാലത്ത് ഇപ്പൊ യൂറോപ്പിലും അമേരിക്കയിലേക്കൊക്കെ ഇപ്പൊ ഇങ്ങനെ വന്ന് കയറി ഇതാകുന്നല്ലേ ഉള്ളൂ. അതല്ലാതെ സൈനിക ശക്തിയോടുകൂടി ഇവർ എവിടെയൊക്കെ ചെന്നിട്ടുണ്ടോ ആ ചെന്നിടം മുഴുവൻ ഇസ്ലാമിക രാജ്യമാക്കി ഇവർ മാറ്റിയിട്ടുണ്ട്. ചരിത്രം നോക്കിയാൽ അറിയാം. പക്ഷെ ഇന്ത്യയിൽ എന്തുണ്ടായി എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴേക്കും യൂറോപ്യന്മാർ ഇവിടേക്ക് വന്നു. യൂറോപ്യന്മാർ വന്നു കഴിഞ്ഞിട്ടുണ്ട് ഈ ഇസ്ലാമിക ഭരണാധികാരികളെ, അതായത് ബംഗാളിൽ സിറാജു ദൗളനെ ആയാലും അല്ലെങ്കിൽ ഡൽഹിയിൽ മുഗൾ ഭരണാധികാരികളെ ആയാലും, അതല്ല ഹൈദരാബാദ് ഏരിയയിൽ ഡക്കാൻ പ്രദേശത്താണെന്നുണ്ടെങ്കിൽ ഹൈദരാബാദ് നൈസാമിനെ പോലെയുള്ളവരായാലും, അതല്ലെങ്കിൽ ഇങ്ങോട്ട് വന്ന മൈസൂർ ഭാഗത്താണെങ്കിൽ ടിപ്പുവിനെ പോലെയുള്ള, അപ്പൊ ഇങ്ങനെ ബീജാപ്പൂർ സുൽത്താൻമാർ ഇങ്ങനെയുള്ളവരെയൊക്കെ പതുക്കെ പതുക്കെ അവര് ഇല്ലാതാക്കി കളഞ്ഞതുകൊണ്ട് ഇവിടെ ഇസ്ലാമിക രാജ്യമായി മാറിയില്ല. എന്നാൽ പോലും നമ്മൾ നോക്കിയാൽ പഴയ ഇന്ത്യ എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാൻ മുതലുള്ള പ്രദേശമാണ്. അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ഇന്നത്തെ ബംഗ്ലാദേശ്, ഇത്രയും പ്രദേശം അപ്പോഴും കിട്ടിയവർക്ക്. എന്നാൽ പോലും ഈ ഇന്ത്യൻ ഉപഭൂഖണ്ഡം പരിപൂർണമായി ഇസ്ലാമികവൽക്കരിക്കാൻ സാധിച്ചില്ല. ബാക്കിയുള്ളിടത്തെല്ലാം അവരത് ചെയ്തിട്ടുണ്ട്. ഈജിപ്ത്, അത് കോപ്റ്റി ക്രിസ്ത്യാനികളുടെ രാജ്യമാണ്. അവിടെ ചെന്ന് വിട്ടു, അത് ഈജിപ്തിനെ അവർ ഇസ്ലാമികവൽക്കരിച്ചു. അല്ലെങ്കിൽ ഇറാഖ്, അതിനെ ഇസ്ലാമികവൽക്കരിച്ചു. ഇറാൻ, അതിനെ ഇസ്ലാമികവൽക്കരിച്ചു. ഇറാൻ എന്ന് പറയുന്നത് സ്വരാഷ്ട്രയുടെ രാജ്യമാണ്. ഇറാഖ് എന്ന് പറഞ്ഞാൽ കൽദയ ക്രിസ്ത്യാനികളുടെ രാജ്യമായിരുന്നു. സിറിയ എന്ന് പറയുന്നത് സുറിയൻ ക്രിസ്ത്യൻസിന്റെ രാജ്യമായിരുന്നു. ഇങ്ങനെ ഓരോരോ പ്രദേശം, ഇതെല്ലാം വേറെ മതക്കാരുണ്ടായിരുന്നതാ. പക്ഷെ സൈന്യവുമായിട്ട് അവിടെ ചെന്നിടത്തെല്ലാം അവർ ഇസ്ലാമികവൽക്കരണം നടപ്പാക്കി. ഈ സ്പെയിൻ പിന്നെ ഇന്ത്യ, ഇത് രണ്ടും ഇടത്ത് മാത്രമാണ് അവർ പരാജയപ്പെട്ടത്. ഇന്ത്യയിൽ പരാജയപ്പെടുന്നതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ ഇങ്ങോട്ട് വന്നതാണ്. അല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ആളുകളുണ്ടായിരുന്നു, സിഖുകാരുണ്ടായിരുന്നു, പിന്നെ ശിവജിയെ പോലുള്ളവരുണ്ടായിരുന്നു, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ ശിവജിയുടെ ഒക്കെ കാലശേഷം അദ്ദേഹത്തിന്റെ സാമ്രാജ്യം പതുക്കെ പതുക്കെ ക്ഷയിച്ചു തുടങ്ങുകയാണ്. ആ സമയത്ത് തന്നെ ഒരു വശത്തു നിന്ന് ഡക്കാൻ ഹൈദരാബാദ് നൈസാം, മറുവശത്തു നിന്ന് മുഗൾ കൂട്ടര്, പിന്നെ കൽക്കത്ത ഭാഗത്തു നിന്നാണെങ്കിൽ ബംഗാൾ നവാബിന്റെ ഇത്, താഴെ നിന്ന് സൗത്ത് ഇന്ത്യൻ ആണെന്നുണ്ടെങ്കിൽ ആർക്കാട്ട് നവാബുമാരുണ്ട്, പിന്നെ ഈ ടിപ്പു സുൽത്താനുണ്ട്, ബീജാപ്പൂർ സുൽത്താൻമാർ, ഇങ്ങനെയുള്ള. അപ്പൊ ഈ പ്രദേശം പതുക്കെ പതുക്കെ അത് കംപ്ലീറ്റ് ഇസ്ലാമികവൽക്കരിക്കുമായിരുന്നു. ഈ ടിപ്പു ഇവിടേക്ക് തിരുവിതാംകൂറിലേക്ക് പടയെടുത്ത് വരുന്നുണ്ടല്ലോ, 2 വട്ടം വന്നിട്ടുണ്ടല്ലോ. ആ വന്ന റൂട്ട് നോക്കിയാൽ മതി. ആ റൂട്ടിലാണ്
മുസ്ലിങ്ങൾ വളരെയധികം വർദ്ധിച്ചതെന്ന് കാണാനായിട്ട് സാധിക്കും. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇസ്ലാമിന്റെ ആ ഒരു വമ്പിച്ച വളർച്ചയുടെ തോതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഏരിയയാണ്. ഇപ്പൊ വന്ന ആ റൂട്ട് നോക്കിയാൽ അറിയാം. ഇപ്പോ ആലുവ വരെ വന്ന് മടങ്ങിപ്പോയി. അതുകൊണ്ട് ആലുവയ്ക്ക് അപ്പുറത്തേക്ക് തെക്ക് ഭാഗത്തേക്ക് നോക്കിയാൽ മുസ്ലിം ജനസംഖ്യ കുറവും ഇപ്പുറത്തേക്ക് കൂടുതലുമാണ്. ആ ടിപ്പു അത് നേരെ തിരുവിതാംകൂർ വരെ എത്തിയിരുന്നെങ്കിൽ കേരളം കംപ്ലീറ്റ് ഇന്ന് ഇസ്ലാമികവൽക്കരിക്കപ്പെട്ട, അതായത് കാശ്മീർ പോലത്തെ ഒരു സംസ്ഥാനമായി മാറിയാനെ. പക്ഷെ ബ്രിട്ടീഷുകാർ ഇടപെട്ടത് കൊണ്ട് ടിപ്പു ആലുവ വെച്ചിട്ട് മടങ്ങി പോകേണ്ടി വന്നു. അപ്പൊ പറഞ്ഞു വന്ന കാര്യം ഇതാണ്. ഈ സംഗതി ഇതല്ല, ഈ മലബാറിലെ ഈ ജിഹാദ് അതൊന്നും ഒരിക്കലും ഒരു സ്വാതന്ത്ര്യ സമരമൊന്നുമല്ല. ഒന്ന്, അത് ഇന്ത്യക്ക് വേണ്ടി പോരാടിയതല്ല, തുർക്കിക്ക് വേണ്ടിയാണ്. തുർക്കി സുൽത്താൻ അല്ലെങ്കിൽ തുർക്കി ഖലീഫയ്ക്ക് വേണ്ടി അവർ പോരാടിയതാണ്, അല്ലാണ്ട് ഇന്ത്യക്ക് വേണ്ടി പോരാടിയതല്ല. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഇത് പക്ക വർഗീയ ലഹള തന്നെയായിരുന്നു. ഇവിടെയുള്ള ഹിന്ദുക്കളെയൊക്കെ മതം മാറ്റുകയോ അല്ലെങ്കിൽ കൊല്ലുകയൊക്കെ ചെയ്യുന്ന, ക്രിസ്ത്യാനികളും ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഭയങ്കര നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതിന്റെ അപ്പുറത്തുള്ള വർഗീയ ലഹള തന്നെയായിരുന്നു ഇത്. ചരിത്രരേഖകളെല്ലാം കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇതിനെ പുകഴ്ത്തി പറയുന്നവർ, പൊക്കി അടിക്കുന്നവന്മാരൊന്നും ഒരു ചരിത്രരേഖയും തരില്ല. ചരിത്രരേഖ തരില്ലെന്ന് മാത്രമല്ല, എല്ലാ മണ്ടത്തരങ്ങളും അതിനകത്ത് കാണുകയും ചെയ്യും. നമ്മൾ നേരത്തെ പറഞ്ഞ കണ്ടില്ലേ, മലബാർ മാനുവലിൽ എഴുതിയിട്ടുണ്ട്. 1887 പ്രസിദ്ധീകരിച്ച മലബാർ മാനുവലിലെ 1921 ഈ മലബാർ ജിഹാദിൽ നടന്ന പൂക്കോട്ടൂർ യുദ്ധത്തെ കുറിച്ച് എഴുതിയിട്ടുണ്ടെന്ന് നോക്കാം. അതുപോലത്തെ തള്ളിയിട്ട് മൊത്തം അങ്ങ് മറിച്ചിടാൻ നോക്കുകയാണ് ഇവര്. അപ്പൊ നമ്മളതിനെ കുറിച്ച്, ചരിത്രത്തെ കുറിച്ച് നല്ല ബോധമുള്ളവരായി തന്നെ ഇങ്ങനെയുള്ള ആ വ്യാജ പ്രചരണങ്ങൾക്ക് എതിരെ പ്രതികരിക്കേണ്ടവരാണ്. ഇപ്പൊ കുറെ എണ്ണത്തിന് 300 ചില്ലാൻ പേരെ ആ സ്വാതന്ത്ര്യ സമര ലിസ്റ്റിൽ നിന്ന് നീക്കിയല്ലോ. ഇപ്പോഴെങ്കിലും അങ്ങനെ ചെയ്തത് വളരെ നന്നായി. കാരണം അതിന്റെ ഇരകളോട് കാണിക്കുന്ന മഹാക്രൂരതയായിരുന്നു ഇവരെയൊക്കെ പിടിച്ച് സ്വാതന്ത്ര്യ സമര സേനാനികളാക്കി മാറ്റിയത്. അന്ന് ആ കൊല്ലപ്പെട്ട അല്ലെങ്കിൽ കഷ്ടം 10-18 വെട്ടൊക്കെ കിട്ടിയിട്ടും ജീവനോടെ രക്ഷപ്പെട്ടു പോകുന്ന ആളുകളുണ്ട്. കഴുത്തൊക്കെ ഇങ്ങനെ അങ്ങ് ഒടിഞ്ഞു തൂങ്ങിയതുപോലെ ആയിട്ട്. മരിച്ചില്ല, ഇത്രയും വെട്ട് കിട്ടിയിട്ടും മരിക്കാതെ പിന്നെ പട്ടാളം വന്ന് ആശുപത്രിയിലാക്കി രക്ഷിച്ച് എടുത്തിട്ട് ആ പരിക്കുകൾ കൊണ്ട് നേരെ അവിടെ ശരീരത്തിന്റെ ബാലൻസ് കിട്ടാതെ മരണം വരെ ഇങ്ങനെ ആടിയൊക്കെ നടക്കേണ്ടി വന്ന ആളുകളുണ്ട്, ഹതഭാഗ്യരായ മനുഷ്യര്. അങ്ങനെയുള്ള ആൾക്കാരോടൊക്കെ കാണിക്കുന്ന കൊടിയ അനീതിയാണ് ഈ വർഗീയവാദികളെ പിടിച്ച് സ്വാതന്ത്ര്യ സമര സേനാനികളാക്കുന്നത്. അത് വോട്ടിന് വേണ്ടിയിട്ട് ഇവിടെയുള്ളവന്മാർ ചെയ്ത പണിയാണ്. ഇപ്പോഴെങ്കിലും അതിനൊക്കെ ആ ലിസ്റ്റിൽ നിന്ന് എടുത്ത് മാറ്റിയത് അത് വളരെ നന്നായി എന്നേ പറയാനുള്ളൂ. ഏതായാലും ഇതാണ് ഈ പൂക്കോട്ടൂർ യുദ്ധം എന്ന് പറഞ്ഞ് ഇവർ വെറും തള്ളിക്കൊണ്ട് നടക്കുന്ന സംഗതിയുടെ ചരിത്ര പശ്ചാത്തലം ഇതാണ്. അത് മതം പരിവർത്തനം നടത്തി കുറെ കൊലപാതകങ്ങളും ഇതൊക്കെ നടത്തി കഴിഞ്ഞപ്പോൾ അതിനെ നേരിടാൻ വേണ്ടി പട്ടാളം വന്നു. വരുന്ന പട്ടാളത്തിനെ ഈ തങ്ങൾമാരുടെ വാക്ക് കേട്ടിട്ട് ഇല്ലാതാക്കാമെന്ന് വിശ്വസിച്ച് കുറെ മണ്ടന്മാര് പോയിട്ട് അവരുടെ മെഷീൻ തോക്കുകളുടെ മുമ്പിലേക്ക് ചാടിക്കൊടുത്തതാണ് പൂക്കോട്ടൂർ യുദ്ധം. അതിനെ ഗ്ലോറിഫൈ ചെയ്യാൻ ഒന്നുമില്ല, അങ്ങനെയുള്ള ഒന്നുമില്ല. അത് പരമ അബദ്ധം, യുദ്ധതന്ത്രത്തിലെ ഏറ്റവും പാളിച്ച എന്ന് പറഞ്ഞാൽ അതിന്റെ അങ്ങേയറ്റത്തെ പാളിച്ചയാണ്. അതാണ് അവിടെ സംഭവിച്ചത്. അത് വാസ്തവത്തിൽ അതിനെക്കുറിച്ച് ഓർത്ത് മുസ്ലിങ്ങളെല്ലാം ഞങ്ങളുടെ പൂർവികർക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി എന്ന് സ്വയം നാണിക്കുകയാണ് വേണ്ടത്. അതല്ലാതെ അതിനകത്ത് ഒരു ഇതുമില്ല, ഗ്ലോറിഫൈ ചെയ്യാൻ ഒന്നുമില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇത് അവസാനിപ്പിക്കുകയാണ്. ഈ വിഷയത്തെ വളരെ മാറ്റത്തിരുത്തുകളിലൂടെ പലരും പുറത്തേക്ക് വരുമ്പോൾ അങ്ങനെയല്ല എന്നുള്ളത് ചരിത്രരേഖകളിലൂടെ, തെളിവുകളിലൂടെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വിവരങ്ങൾ അറിയാവുന്നവർക്ക് കടന്നു വരാം, അല്ലെങ്കിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് തീർക്കുവാനായിട്ട് കടന്നു വരാം. ഈ നമസ്കാരം. നമ്മളൊരു 100 വർഷം മുമ്പുള്ള എന്റെ ഓഡിബിൾ ആണ്, എക്കോ ഉണ്ടോ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ചെറിയൊരു നമ്മൾ 100 വർഷം മുമ്പേ ഉള്ള ഒരു കാര്യമാണല്ലോ. അതായത് അപ്പൊ ഈ സമയത്ത് അന്ന് ജനിച്ച ആളുകൾ തന്നെ വളരെ അപൂർവമായിരിക്കും. അപ്പൊ ആ ചരിത്രം ഇന്ന് എത്രത്തോളം ആളുകൾ അത് സമ്മതിക്കുന്നുണ്ട്, അതിന്റെ തെറ്റുകൾ എന്തൊക്കെയാണ്, ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് ഇതിന്റെ ഇരകളായിട്ടുള്ള ആളുകളോ അതല്ലെങ്കിൽ ഇതിന്റെ വക്താക്കളായിട്ടുള്ള ആളുകളോ പറയുമെന്നുള്ള ധാരണ എനിക്കില്ല. കാരണം നമുക്കിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ വർത്തമാന കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഐസിസും അതേപോലെ തന്നെ താലിബാനൊക്കെ. അവിടെയൊക്കെ ഈ ഇസ്ലാമിന്റെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്ന കൊടും ക്രൂരതകൾ എങ്ങനെയാണ് നമ്മുടെ കേരളത്തിലുള്ള ഇസ്ലാം സമൂഹം, പ്രത്യേകിച്ച് തീവ്രപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഒക്കെ അതിനെങ്ങനെയാണ് നമുക്ക് മുമ്പിൽ വിവരിക്കുന്നത്? ഐസിസും ഒക്കെ അതൊന്നും ഇസ്ലാമികമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനൊക്കെ ന്യായീകരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ തന്നെ ഈ രാജ്യത്തിനെതിരെ പിന്നെ അക്രമം കാണിച്ചതിന്റെ പേരിൽ തൂക്കി കൊന്നപ്പെട്ട ആളാണ് 3 പേര് കഴിഞ്ഞ UPA ഗവൺമെന്റിന്റെ
രണ്ടാം UPA ഗവൺമെന്റ് അവസാന കാലഘട്ടത്തിൽ തൂക്കിക്കൊന്ന ആളാണ് യാക്കൂബ് മേമനും അഫ്സൽ ഗുരുവും അജ്മൽ കസബും ഒക്കെ. അവര് പോലും രക്തസാക്ഷികളായിട്ടും ധീരന്മാരായിട്ടൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ ഒരു ഫാസിസ്റ്റ് ഭരണകൂടം ഇസ്ലാം ആയതുകൊണ്ട് മാത്രം തൂക്കിക്കൊന്നവരാണ് എന്നൊക്കെ പറയുന്ന ഒരു വിഭാഗത്തിനോട് 100 വർഷങ്ങൾക്ക് മുമ്പേ അവരെ മുൻ തലമുറ ഇങ്ങനെ ആയിരുന്നു ചെയ്തത് എന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം ആളുകൾ ഉൾക്കൊള്ളും എന്നുള്ളതാണ് ഇതൊരു വിഷയം. രണ്ടാമതൊരു കാര്യം, നമ്മൾ ഈ വിഷയം ഈ വാര്യംകുന്നനാണെങ്കിലും മലബാർ കലാപമാണെങ്കിലും ഒക്കെ ഇസ്ലാമിക സംഘടനകളാണ് ഇതിന്റെ തുടക്കത്തിൽ 100-ാം വാർഷികം ആഘോഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മുമ്പോട്ട് വന്നത്. നേരെ മറിച്ചിട്ട് ഇതിന്റെ ഇരകളായിട്ടുള്ള ആളുകൾ, പ്രത്യേകിച്ച് ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അതിന്റെ പ്രശ്നങ്ങളൊക്കെ ഉയർത്തിക്കാണോ, അല്ലെങ്കിൽ 100 വർഷം മുമ്പ് എങ്ങനെയൊക്കെ നടന്നിരുന്നു എന്ന് സമൂഹത്തോട് പറയാൻ തയ്യാറായില്ല. അതിന്റെ ആചരണ പരിപാടികളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങളൊന്നും നടന്നായിട്ട് ഞാൻ അറിഞ്ഞില്ല. അപ്പൊ ഇതിന്റെ വക്താക്കൾ എന്തുകൊണ്ടായിരിക്കും ഈ 100-ാം വാർഷികത്തിൽ ഇത്തരത്തിലുള്ള വലിയ പ്രൊപ്പഗണ്ടോടുകൂടി, സിനിമയോടുകൂടി, കുറെ പുസ്തകങ്ങൾ എഴുതി, സെമിനാർ നടത്തി, അതേപോലെ തന്നെ സ്മാരകങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇതിനെ മുമ്പോട്ട് വെക്കുന്നത് എന്തായിരിക്കും എന്നുള്ള വിഷയം. അതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ കാലഘട്ടത്തിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടെ വീക്ഷിക്കേണ്ടിരിക്കുക. കാരണം ഇതൊരു മുസ്ലിം സമൂഹത്തിന്റെ അകത്ത് അവർ നടത്താൻ ഉദ്ദേശിക്കുന്ന മാറ്റത്തിന് വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. രണ്ട് കാര്യം, ഒന്ന് അവർ ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും രണ്ട് തരത്തിലാണ്. ഒന്ന്, മുസ്ലിം സമൂഹത്തിന്റെ അകത്ത് ഈ വർത്തമാന കാലഘട്ടത്തിൽ ആ സമൂഹം ഇതിനെ നെഞ്ചേറ്റുകയോ അല്ലെങ്കിൽ ഇതിനനുസരിക്കുക എന്ന തരത്തിലേക്ക് ആ സമൂഹത്തെ മാറാണ്. രണ്ടാമത്, ഇസ്ലാം സമൂഹം മറ്റു ഇതര സമൂഹത്തിന്റെ ഇടയിലേക്ക് എങ്ങനെയാണ് ഇതിനെ കൊണ്ടുപോകുന്നത്. അത് ഒരു പക്ഷെ ഒരു 10-15 വർഷത്തിന് ശേഷം ആയിരിക്കും ആ സമൂഹത്തിന്റെ പുറത്ത്, മുസ്ലിം സമൂഹത്തിന്റെ പുറത്ത് ഇത്തരത്തിലുള്ള ചരിത്രത്തിലുള്ള വെറ്റിത്തിരുത്തലുകളും പുതിയ നവോത്ഥാന നായകന്മാരും സ്വാതന്ത്ര്യ സമര സേനാനികളും ഒക്കെ ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ഉണ്ടായിരുന്നു എന്ന് ഈ സമൂഹത്തോട് പറയുന്ന സമയത്ത് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ സമൂഹത്തിൽ ഇന്ന് മുസ്ലിം സമൂഹം എങ്ങനെയായിരിക്കണം ജീവിക്കേണ്ടത്, അല്ലെങ്കിൽ ഏത് തരത്തിലായിരിക്കണം ഈ സമൂഹത്തിൽ പ്രവർത്തിക്കേണ്ടത് എന്നൊരു ഉദാഹരണത്തിന് വേണ്ടിയിട്ടാണ് പഴയ കാലത്തെ ഇസ്ലാമിന്റെ ചരിത്രത്തിൽ നിന്ന് ഇത്തരം വലിയ വലിയ ധീരന്മാരായിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നു എന്ന് ആ സമൂഹത്തിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള കഥകളൊക്കെ മെനയുന്നില്ല. അതാണ് യഥാർത്ഥത്തിൽ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ പേടിയോട് കണ്ടത്. ഇന്ന് നമ്മൾ ഈ മുസ്ലിം സമൂഹത്തിനെ നോക്കിക്കാണും. നമ്മൾ നേരത്തെ തന്നെ ഈ വിഷയം അവതരിപ്പിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, നമ്മളൊക്കെ ഉള്ളിൽ സുഹൃത്തുക്കളും പുറത്തുള്ള ആളുകളും ഒക്കെ ഉണ്ട്. ആ സമൂഹത്തിന് ഇന്ന് എനിക്കൊന്ന് ഒരു 10-20 വർഷത്തേക്ക് ഇങ്ങോട്ട് നോക്കി കാണുന്ന സമയത്ത് അവർക്കുണ്ടായ മാറ്റം, ഇപ്പോ മുസ്ലിം ഡോക്ടർമാര്, അതേപോലെ തന്നെ രോഗികളെ, ഗർഭിണികളെ ചികിത്സിക്കണമെങ്കിൽ മുസ്ലിം ഡോക്ടർമാർ, മുസ്ലിം അധ്യാപകർ, മുസ്ലിം, അതേപോലെ എല്ലാ കാര്യത്തിലും ഒരു മതത്തിനകത്തേക്ക് ഈ സമൂഹം വളരെ വേഗം ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതൊരു കൃത്യമായിട്ടൊരു രാഷ്ട്രീയ അജണ്ടയ്ക്ക് അനുസരിച്ചിട്ടാണ് ഈ മതാനുയായികളെ മതത്തിനകത്തേക്ക് ചുരുക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചുരുക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവന്റെ രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഈ സമൂഹത്തിന് എങ്ങനെ പരുവത്തി എടുക്കണം എന്നുള്ള അതിന് മുമ്പോട്ട് വെക്കുന്നതാണ്. ആ സമൂഹം ആയുധം എടുക്കേണ്ടവരാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് കഴിവുണ്ടായിട്ടുള്ള ഒരു തലമുറ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്ന് അവനെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഈ പറഞ്ഞ ടിപ്പു സുൽത്താൻ ആണെങ്കിലും വാര്യംകുന്നവരാണെങ്കിലും ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇസ്ലാം അവരെ ഒരു വിലയിരുത്തൽ, ഇസ്ലാമിന്റെ സംഘടന ഒരു വിലയിരുത്തൽ എന്ന് പറയുമ്പോൾ ഇസ്ലാമിന് കേരളത്തിൽ മുമ്പോട്ട് പോകാൻ സാധിക്കാത്തത് ഒരു ഈ പറഞ്ഞ പോലെ റസൂലിന്റെ കാലഘട്ടം മുതൽ ഉണ്ടായിരുന്ന ഇസ്ലാം പടർന്നു പന്തലിക്കാൻ കാരണമായിട്ടുള്ള ഒരു പോരാട്ട വീര്യമുള്ള ഇസ്ലാമിസത്തിൽ നിന്ന് അവർ മതേതരവൽക്കരിക്കപ്പെട്ടുകൊണ്ടതാണ് ഇസ്ലാമിന് മുമ്പോട്ട് പോകാൻ സാധിക്കാത്തതല്ല. ഈ മലബാർ കലാപത്തിനെയും അവർ കാണുന്നത് അന്നത്തെ ബ്രിട്ടീഷ് പട്ടാളത്തോടും ഹിന്ദു നാട്ടുരാജാക്കന്മാരോടൊക്കെ വളരെ കൃത്യമായി പടപൊരുതിക്കൊണ്ട് ഒരു മലയാള രാജ്യം എന്ന അവർ പേര് വിട്ടിരിക്കുന്ന അൽ ദൗള എന്ന ആദ്യത്തെ താലിബാൻ രാജ്യം കേരളത്തിൽ സ്ഥാപിച്ച ഈ ഒരു കാര്യമൊക്കെ ചെയ്തത് ഒരു വലിയ പോരാട്ട വീര്യമുള്ള ഇസ്ലാം ആയിരുന്നു. ആ പോരാട്ട വീര്യത്തിലേക്ക്, ഒരു അക്രമോത്സുക ഇസ്ലാമിസത്തിലേക്ക് ഇസ്ലാം സമൂഹത്തിനെ തിരിച്ചു കൊണ്ടുവരിക എന്ന് കൃത്യമായി ആ സമൂഹത്തെ ഉന്നമിച്ചുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത് എന്നാണ് എന്റെ പക്ഷം. അതിൽ ഒരുപാട് ആളുകൾ സംസാരിക്കാനുള്ളത് കൊണ്ട് ഞാൻ ഇവിടെ കുറച്ച് പറഞ്ഞു വെച്ചുകൊണ്ട് എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും വിമർശനം ഉണ്ടെങ്കിൽ കേട്ടിട്ട് അവസരം ഉണ്ടെങ്കിൽ പിന്നീട് പ്രതികരിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എതിർക്കേണ്ടതിനെ എതിർത്തില്ല എന്നുണ്ടെങ്കിൽ, ചെയ്തത് തെറ്റാണെന്ന് നമ്മൾ ഒരുമിച്ച് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ, ഒരു 50 വർഷം കഴിയുമ്പോഴത്തേനും നമ്മുടെ തൊടുപുഴയിൽ അധ്യാപകന്റെ കൈ വെട്ടിയതും സ്വാതന്ത്ര്യ സമരത്തിനാണെന്ന് ഇവർ പറഞ്ഞു. നമ്മളത് കേൾക്കേണ്ടി വരും.
പലരെയും അരവിന്ദ കേസിൽ കുടുക്കിയതും സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ടാണെന്ന് ഇവർ പറയും. അതും നമ്മൾ കേൾക്കേണ്ടി വരും. എതിർക്കേണ്ടതിനെ എതിർക്കുക. അതിന് വേറൊരു കാര്യം, അത് വേറൊരു വിഷയാവതരണത്തിന്റെ ഇടയിൽ ഒരു വെബ്സൈറ്റിന്റെ കാര്യം പറഞ്ഞിരുന്നു. അത് ഏതാണെന്നൊന്ന് പറയാമോ? ഇസ്ലാം അനിൽ ബ്രദർ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ? അതുണ്ട്. ഇസ്ലാം ഓൺ വെബ് എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം. അത് നിങ്ങൾ പൂക്കോട്ടൂർ യുദ്ധം എന്ന് മലയാളത്തിൽ എഴുതുക, പിന്നെ ഇസ്ലാം ഓൺ വെബ് എന്ന് ഇംഗ്ലീഷിൽ അടിച്ചു കഴിഞ്ഞിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് വരുന്ന റിസൾട്ട് അതാണ്. ഞാൻ ഇപ്പൊ തന്നെ ഒരാൾക്ക് ഞാൻ ബാക്ക് ചാനലിൽ എന്നോട് ചോദിച്ചു കഴിഞ്ഞപ്പോ ഞാൻ കൊടുത്തേ ഉള്ളൂ അതിന്റെ ലിങ്ക്. ഓക്കെ ഓക്കെ. രാജീവ് ബ്രദർ, താങ്കൾക്ക് എന്താണ് പറയുക? എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാനിവിടെ ഒരു ചോദ്യം മാത്രമേ ചോദിക്കുന്നുള്ളൂ. ഈ കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ ശ്രീജിത്ത് പണിക്കറും പിന്നെ ഒ അബ്ദുള്ളയും ഒക്കെയുള്ള ഒരു ചാനലിൽ ഒരു ഡിസ്കഷൻ നടന്നിരുന്നു. ഈ 1921 ഇത് സ്വാതന്ത്ര്യ സമരം എന്ന് പറഞ്ഞ് അതിനെ നീക്കം ചെയ്തതിനെ കുറിച്ച്. അപ്പോൾ ഈ ഒ അബ്ദുള്ള ഒരു ഹിച്ച്കോക്കിൻ്റെ കാര്യം പറഞ്ഞിട്ട് പ്രതിരോധിക്കുന്നത് കണ്ടു. ശ്രീജിത്ത് പണിക്കർ പിന്നെ അംബേദ്കറേയും വേറെ 1-2 പേരെയൊക്കെ കോട്ട് ചെയ്ത് പറഞ്ഞപ്പം 2 ഹിന്ദു സ്ത്രീകളെ പിന്നെ മാനഭംഗത്തിൽ നിന്ന് രക്ഷിച്ചു എന്നെല്ലാം പറഞ്ഞിട്ട് ഒ അബ്ദുള്ള പിന്നെ ഒരു ഹിച്ച്കോക്ക് സായിപ്പാന്ന് തോന്നുന്നു പുള്ളിയുടെ കാര്യം, ഒരു ബ്രിട്ടീഷുകാരൻ, അതിനെക്കുറിച്ച് അനിൽകുമാറിൻ ബ്രദറിന് എന്തെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? അബ്ദുള്ള എന്താണ് പറഞ്ഞത് ബ്രദറെ? ഒരു ഹിച്ച്കോക്കിന്റെ ഒരു പിന്നെ ഒരു റൈറ്റിംഗ് ആണെന്ന് തോന്നുന്നു. അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് അതിനെ പ്രതിരോധിക്കുന്നുണ്ടായിരുന്നു ഇവര്. ഈ ബ്രിട്ടീഷുകാരോട് പൊരുതിയതും അങ്ങനെ മലയാള രാജ്യം എന്നൊരു അപ്പൊ ശ്രീജിത്ത് പണിക്കർ അത് മലയാള രാജ്യമല്ല വിശുദ്ധ രാജ്യം എന്നുള്ള അൽദൗള എന്നുള്ള പേരും പറഞ്ഞു. അപ്പൊ ഈ ഹിച്ച്കോക്കിന്റെ റൈറ്റിങ്ങിനെ കുറിച്ചോ ലേഖനങ്ങളെ കുറിച്ചോ എന്തെങ്കിലും അറിയാവോ ബ്രദറിന്? ഹിച്ച്കോക്ക് ഇതിനെ കുറിച്ച് ഇത് ചെയ്തിട്ടുണ്ട്. ഈ ഹിച്ച്കോക്ക് എന്ന് പറയുന്നത് 1921 ഈ സൗത്ത് മലബാർ പോലീസ് സൂപ്രണ്ട് ആയിരുന്നു റോബർട്ട് ഹിച്ച്കോക്ക്. അപ്പൊ അദ്ദേഹം ഇതിന് ശേഷം ഇതിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്, ഈ ലഹളയെ കുറിച്ചൊക്കെ. അപ്പം പുള്ളി ഇതിനെ പിന്നെ വെളുപ്പിച്ചോണ്ടാണ് എഴുതിയത് ഈ 21 കലാപത്തെ? വെളുപ്പിച്ചിട്ടൊന്നുമല്ല. ഇവിടെ വെളുപ്പിക്കുന്ന ഒരു സംഗതി ഇല്ലാതെ ഉള്ള വസ്തുതകളായിട്ട് തന്നെ അവര് രേഖപ്പെടുത്തി, അത്രേ ഉള്ളൂ. പക്ഷെ ഹിച്ച്കോക്കിനെ കുറിച്ച് ആ ടോപ്പിക്കിനെ കുറിച്ച് കുറച്ച് ഈ ഒ അബ്ദുള്ള ആ ബുക്കിലുള്ള കണ്ടന്റ് കുറച്ച് വായിക്കുകയൊക്കെ ചെയ്തു. എനിക്ക് കൃത്യമായിട്ട് കേൾക്കാൻ പറ്റിയില്ല അത്. പക്ഷേ ഒരു മിനിറ്റ് സാർ. അതെ, ഈ ഹിച്ച്കോക്കിനെ പറ്റി അദ്ദേഹം പറഞ്ഞതേ, അതിൽ ആ പുസ്തകത്തിലെ ചെറിയൊരു ഭാഗത്തിനെ മാത്രം ഉദ്ധരിച്ചുകൊണ്ട് ന്യായീകരിക്കാൻ ശ്രമിച്ചത്. പക്ഷെ ഹിച്ച്കോക്കിന്റെ പുസ്തകത്തിലാണ് വാര്യംകുന്നൻ കുഞ്ഞഹമ്മദ് ഹാജിനെ അന്നത്തെ മാപ്പിൾ ആക്ട് പ്രകാരം ഈ മക്കയിലേക്ക് നാട് കടത്തിയതായിട്ടും തിരിച്ച് വന്ന് മാപ്പ് അപേക്ഷിച്ചുകൊണ്ട് വീണ്ടും കേരളത്തിൽ കുറെ വർഷങ്ങൾക്ക് ശേഷം കേരളത്തിൽ വരിക, അതായത് മലബാർ ഓഫ് അവന്യൂ എന്നുള്ള പുസ്തകത്തിലാണ് ഈ സാധനം പറയുന്നത്. പിന്നീട് ഈ മാപ്പ് പറഞ്ഞ് കേരളത്തിൽ വന്നതിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ ഉമ്മയുടെ സഹോദരിയായിട്ട് ബന്ധപ്പെട്ട് സ്വത്ത് തർക്കത്തിൽ ആ കേസൊക്കെ കൊടുത്ത് ആ സ്വത്തൊക്കെ തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്നതിന്റെ സമയത്താണ് ഈ മലബാർ കലാപം തുടങ്ങുന്നു. ആ തുടങ്ങിയതിന് ശേഷം അതായത് ഇയാളെ അയാളുടെ അച്ഛനും ഒക്കെ ഈ മക്കയിലേക്ക് നാട് കടത്തിയത് അന്നത്തെ മഞ്ചേരി ചന്തയിലെ പിടിച്ചുപറിക്കാരായ വളരെ ഗുണ്ടായുസനായി നടന്ന ആളുകളെയാണ് ഈ മാപ്പിള ആക്ട് പ്രകാരം അന്ന് ബ്രിട്ടീഷ് സൈന്യം പഴയ കാലത്ത് നാട് കടത്തിയത്. പിന്നീടാണ് വന്നത്. അപ്പൊ ആ ഒരു ക്രിമിനൽ പാശ്ചാത്തലത്തും കൂടി വെച്ചിട്ടാണ് അന്നത്തെ ഈ സമരത്തിലേക്ക് ഇയാള് മുൻപന്തിയിലേക്ക് വരികയും അവസാനം പിടിക്കപ്പെട്ടതിന് ശേഷം ഈ അൽദൗള രാജ്യമൊക്കെ സ്ഥാപിച്ചതിന് ശേഷം പിടിക്കപ്പെട്ടതിന് ശേഷം അദ്ദേഹം ബ്രിട്ടീഷ് സൈന്യത്തിനോട് പറഞ്ഞത്, ഞാനിതിലൊന്നും പങ്കാളിയല്ല, എനിക്ക് മാപ്പ് തരണം, ഞാൻ മക്കയിലേക്ക് പോയിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് മാപ്പ് തരണം എന്ന് പറഞ്ഞതും ഈ ഹിച്ച്കോക്കിന്റെ മലബാർ ഓഫ് അവന്യൂ എന്നുള്ള പുസ്തകത്തിലാണ്. അപ്പൊ അതിൽ ഒ അബ്ദുള്ള പറഞ്ഞത് ഈ മലബാർ കലാപത്തിന്റെ സമയത്തിനുണ്ടായ ചെറിയ എന്തോ ഒരു സംഭവത്തിന് മാത്രം പിടിച്ചുകൊണ്ട് ഈ കാര്യം പറഞ്ഞ സമയത്ത് ശ്രീജിത്ത് പണിക്കർ പറഞ്ഞ മറുപടി, അങ്ങനെയാണെങ്കിൽ ഹിച്ച്കോക്കിന്റെ ബാക്കി കാര്യങ്ങളും കൂടെ നിങ്ങൾ അംഗീകരിക്കേണ്ടി വരുമെന്ന് പറഞ്ഞ സമയത്ത് ഒ അബ്ദുള്ള അതോടുകൂടി നിശബ്ദനാവുകയും ചെയ്തിട്ടുണ്ട്. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇയാളെ ഇടയ്ക്കെപ്പോഴോ ആൻഡമാനിലെ സെല്ലുലാ ജയിലിൽ പിടിച്ചിട്ടിട്ടില്ലേ? അതിനെ പറ്റി ഒന്ന് വിശദീകരിക്കാമോ? വാര്യംകുന്നനെ ആരെയാണ് ഈ വാര്യംകുന്നനെ? അല്ല, സെല്ലുലാർ ജയിലല്ല, ആളെ നാട് കടത്താണ് ചെയ്തത്. അന്നത്തെ ആൻഡമാനിലേക്ക് നാട് കടത്തിയിട്ടില്ലേ? നാട് കടത്തിയിട്ട് തിരിച്ചു വരികയാണ്. അല്ല, ആൻഡമാനിലേക്കല്ല, അദ്ദേഹത്തെ മക്കയിലേക്കല്ലേ ഇതാക്കുന്നത്? ആണോ? അല്ല, ഞാനിങ്ങനെ ഒന്ന് കേട്ടോ, അതാണ് ഞാൻ ചോദിച്ചത്.
അല്ല, ആളുടെ പിതാവിനെയാണ് ആൻഡമാനിലേക്ക് നാട് കടത്തിയത് ഇതാകുന്നത് അങ്ങനെ. ഓ, ഓക്കെ ഓക്കെ ഓക്കെ. അതിന്റെ വൈരാഗ്യമാണ് പുള്ളിക്ക് ബ്രിട്ടീഷുകാരോട് എന്ന് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതാ ഞാൻ ചോദിച്ചത്. അതിന്റെ വൈരാഗ്യം ശരിക്കും ഉണ്ടായിരുന്നത് അവിടെ ഒരു മുസ്ലിം പോലീസ് ഓഫീസറാണ് അത് ചെയ്തത്. അദ്ദേഹത്തെ പിന്നീട് അധികാരം കിട്ടിക്കഴിഞ്ഞപ്പോ കൊല്ലുന്നുമുണ്ട്. ഈ കുഞ്ഞഹമ്മദ് ഹാജി പോയിട്ട് കൊല്ലുന്നുമുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അതുപോലെ ആ ബ്രദറെ ഒരു ചോദ്യം ചോദിക്കാൻ പറ്റുമോ? ചോദിക്കൂ. അല്ല, പി ടി ആർ റോഡിൽ പോകാൻ നല്ലത്. പ്രമോദ്, പി ടി ആർ റോഡിൽ പോലെ നമുക്ക് നല്ലത്. എങ്ങനെ? അല്ല, ഞാൻ പറയുന്നു പി ടി ആർ റോഡല്ലേ പ്രമോദ് ചോദിച്ചു. ഞാൻ സംസാരിക്കാം. ഞാനായിരുന്നു അടുത്ത ഓർഡറിൽ വരുന്നത്. ഞാൻ ഓക്കെ പെട്ടെന്ന് പറയാം. സംസാരിക്കാം. ഇല്ല, അടുത്ത ഞാനാണ് സുഹൃത്തെ. ഞാൻ അപ്പൊ സംസാരിച്ചിട്ട് ഇതുവരെ. അല്ല, ഒറ്റ 1 സെക്കൻഡ്, നിങ്ങൾ ക്രമത്തിൽ സംസാരിക്കാം. അതിന് ജോൺ ബ്രദർ സംസാരിച്ചതിന് ശേഷം ജയ്ബദലേക്ക് പോവാം. ഓക്കെ, താങ്ക് യു. എനിക്ക് ഒരു 2 കാര്യങ്ങളാണ് ചോദിക്കാനുള്ളത്. ഒന്ന് എന്ന് പറയുന്നത്, ഇവർ ഈ മലബാർ കലാപം ഉണ്ടാവാനായിട്ട് ഇവിടെ പറയുന്ന ഒരു കാരണമാണ്. അതായത് ഇവർ പറയുന്ന ടാക്സ് ഇഷ്യൂ ആണ്. അതായത് അവിടുത്തെ കർഷകരുടെ മേലില്, ജനങ്ങളുടെ മേലില് ഇവര് ടാക്സ് ഏർപ്പെടുത്തി എന്നുള്ള സംഭവം പറയുന്നുണ്ട്. സംഭവത്തെ കുറിച്ച് അത് കാരണമാക്കിയിട്ടാണ് ഈ ലഹള നടന്നതാണ് അവർ വെളുപ്പിക്കാൻ ശ്രമിക്കുന്നത്. അപ്പം എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും ഇവിടെ ടാക്സ് ഏർപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ, പണ്ട് ടാക്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. സാധാരണ ജനങ്ങളുടെ മേല് ടാക്സ് ഏർപ്പെടുത്തിയിരുന്നത് ടിപ്പു ആയിരുന്നു. അപ്പൊ ഈ ടിപ്പു, ഹൈദരാലി തുടങ്ങിയവരായിരുന്നു. അപ്പൊ അവർക്കെതിരെ പ്രതികരിക്കാത്തവർ എന്തുകൊണ്ട് ഈ ടാക്സിനെതിരെ, ബ്രിട്ടീഷുകാർക്കെതിരെ പ്രതികരിച്ചു എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അവരും പുറത്തുനിന്ന് വന്ന് ഇവിടെ ആധിപത്യം സ്ഥാപിച്ച് കർഷകരുടെ മേല് ടാക്സ് ഏർപ്പെടുത്തിയവരായിരുന്നു. അതാണ് ഏറ്റവും വലിയ കോമഡി എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമതൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പം അതുപോലെ തന്നെ ഈ വാര്യംകുന്നനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുന്ന ഒരു സംഭവമാണ്. ലാസ്റ്റിൽ ഇയാളെ പിടിച്ചപ്പോ ബ്രിട്ടീഷുകാർക്ക് ഇവർ മുമ്പിൽ ഓപ്ഷൻ വെച്ചു, ഇവിടെ വെച്ച് വെടിവെച്ച് കൊല്ലാം, പിന്നെ അല്ലെങ്കിൽ നിങ്ങളെ മക്കയിലേക്ക് കടത്താമെന്നുള്ളത്. അതായത് ഫുള്ളായിട്ട് കീഴടങ്ങി എല്ലാം പിടിക്കപ്പെട്ടിരിക്കുന്ന ഒരാളോട് എന്തിന് ബ്രിട്ടീഷുകാർ ഇങ്ങനെ ഒരു ഓപ്ഷൻ വെക്കണം? അപ്പൊ ഇവര് ഈ ദേശാഭിമാനിയാണ്, ഞാൻ ഈ മണ്ണിൽ കിടന്ന് മരിച്ചോളാം എന്ന് പറഞ്ഞ് ഒളിപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്ന ഒരു സംഭവമാണിത്. അതിനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ. പിന്നെ ഒരു കാര്യം, എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല്, ശരിക്കും നമ്മൾ ഇതിനകത്ത് ഒരുപാട് വിക്ടിംസ് ഉണ്ടെന്ന് നമ്മളിങ്ങനെ പറഞ്ഞു. അതായത് ഈ മലബാർ ലഹളയിൽ മതം മാറ്റപ്പെട്ടവര്, അവരുടെ കുടുംബങ്ങള്, അതുപോലെ വെട്ടുകൊണ്ടവര്, കൊല്ലപ്പെട്ടവര്, ഒരുപാട് ഹിന്ദുക്കളായിട്ടുള്ളവരൊക്കെ ഉണ്ട്. പക്ഷെ ഇത് ചരിത്രമാക്കി, അപ്പൊ എന്തുകൊണ്ട് ഇവരിൽ ഒരാൾ പോലും ഒന്നും പ്രതികരിച്ചില്ല, ഒന്നും സംഭവിച്ചില്ല? അതാണ് എനിക്ക് സംശയമുള്ളത്. അനിൽ ബ്രദർ ഒന്ന് പറയാമോ അത്? ഓക്കെ. ഇത് പ്രതികരിച്ചിട്ട് അന്ന് എഴുതി വെച്ചിട്ടുണ്ടെന്ന്. ഇത് വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ഈ പറഞ്ഞ സി ഗോപാലൻ നായർ എന്ന് പറയുന്ന ആള്, അദ്ദേഹം 1923 തന്നെ, അതായത് 22 ജനുവരി ഫെബ്രുവരിയോടുകൂടി കലാപം അവസാനിക്കുന്നു. അപ്പോഴേ കിട്ടിയതെല്ലാം ശേഖരിച്ച് അദ്ദേഹം എഴുതി ഇതാക്കിയിട്ട് 23 തന്നെ ഇദ്ദേഹം പ്രസിദ്ധീകരിച്ചു. പക്ഷെ പ്രസിദ്ധീകരിച്ചത് ഇംഗ്ലീഷിലാണ് ഈ പുസ്തകം ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ മലയാളത്തിൽ അത്ര ഇതായില്ല, ആളുകൾ അറിഞ്ഞില്ല. മലയാളത്തിൽ ഈ അടുത്താണ് അതിന്റെ പരിഭാഷ വന്നിരിക്കുന്നത്. ഈ നമ്മുടെ ചരിത്രകാരന്മാരാരും, മാപ്പിളകളെ കുറിച്ച് നടത്തുന്ന ചരിത്രകാരന്മാരാരും ഈ ഗോപാലൻ നായരുടെ പുസ്തകത്തിന് അധികം ഉദ്ധരിക്കുകയില്ല. കാരണം ഉദ്ധരിച്ചു കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇദ്ദേഹത്തിന് നമ്മുടെ KP കേശവമേനോനുണ്ട്, മാതൃഭൂമി സ്ഥാപക പത്രാധിപര്, സ്വാതന്ത്ര്യ സമര സേനാനി, അന്നത്തെ KPCC പ്രസിഡന്റ് ഒക്കെ ആയിരുന്നു. ഈ ഇദ്ദേഹം, അതായത് കോൺഗ്രസ് എന്ത് ചെയ്യുന്ന വെച്ചാൽ, ഇവിടുത്തെ KPCC, മലബാറിലെ KPCC എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് പലയിടങ്ങളിൽ പോയിട്ട് ഈ വിവരങ്ങളെല്ലാം ശേഖരിച്ചിരുന്നു, അതിന്റെ റിപ്പോർട്ടുകൾ. ഞാനത് ഒരെണ്ണം ഞാൻ ഇപ്പൊ വായിച്ചു തരാം. ഒരെണ്ണം ഇദ്ദേഹം നമ്മുടെ K. മാധവൻ നായർ തന്നെ കൊടുത്തിരിക്കുന്നതാണ്. K. മാധവൻ നായരുടെ മലബാർ കലാപത്തില് 222 പേജിലാണ്, നോക്കട്ടെ ഞാനൊന്ന് വായിക്കാം. അതെ, 222, 223 പേജുകളിൽ. ഞാൻ അതൊന്ന് അങ്ങനെ തന്നെ വായിക്കാം. വേങ്ങര അംശം കുറ്റൂർ ദേശത്ത് പാറാട കുട്ടൻ കോൺഗ്രസ് ഓഫീസിൽ കൊടുത്ത വാങ്മൊഴി. കുഞ്ഞലവിയും അബ്ദുള്ളക്കുട്ടിയും കണ്ണമംഗലം അംശത്തിൽ താമസമാക്കിയതിനു ശേഷം അവർ ഹിന്ദുക്കളെ മാർഗത്തിൽ കൂട്ടുവാനും കൊല്ലുവാനും തുടങ്ങി. മാർഗത്തിൽ കൂടുന്നില്ല എന്ന് പറഞ്ഞിരുന്നവരെയാണ് കൊന്നിരുന്നത്. ഹിന്ദുക്കൾ കന്നിമാസം ഒടുവ് തുലാമാസം ആദ്യമായി അവിടെ നിന്ന് ഒഴിച്ചു. കന്നിമാസം 25-ാം തീയതി ഞാനും കുടിക്കാരും വീട്ടിൽ നിന്നും പോന്നു. വഴിക്ക് വേങ്ങര പറമ്പിൽ വെച്ച് 2 മാപ്പിളമാർ തടുത്തു. വീട്ടിലേക്ക് തന്നെ പോണം എന്ന് പറഞ്ഞു. അവരുടെ 2 ആളുടെ കയ്യിലും വാളുണ്ടായിരുന്നു. വീട്ടിലേക്ക് പോകുന്നില്ലെങ്കിൽ ശരിയാക്കി കളയുമെന്ന് പറഞ്ഞു. അപ്പോൾ പേടിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി. പിന്നെ ഞങ്ങൾക്ക് രാത്രി കാവൽ അടുത്ത പുരക്കാർ ആയിരുന്നു. ആദ്യം പോകുമ്പോൾ മാപ്പിളമാർ വിരോധമാകുവാൻ കാരണം
അവരുടെ പേരിൽ ഹർജി കൊടുക്കുമെന്ന് ഭയപ്പെട്ടിട്ടായിരുന്നു. വീട്ടിൽ മടങ്ങി വന്ന ശേഷം മാപ്പിളമാർ ഉപദ്രവിച്ചിരുന്നില്ല. തുലാമാസം 20-ാം തീയതിയോടുകൂടി മാപ്പിളമാർ പറഞ്ഞു, നിങ്ങൾ കുഞ്ഞലവിയുടെയും മറ്റും അടുക്കൽ പോയി മാർഗത്തിൽ കൂടുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ കൊന്നുകളയും. അന്യരാജ്യക്കാർ ഏതായാലും വന്ന് കൊല്ലും, അതിനു മുമ്പ് ഞങ്ങൾ തന്നെ കൊന്നുകളയാം, ഞങ്ങൾക്കതിന് കൂലി കിട്ടും. അതായത് അള്ളാന്റെ അടുക്ക് കൂലി കിട്ടുന്ന കാര്യമാണ് ഈ പറയുന്നത്, അവിശ്വാസിയെ കൊന്നാലുണ്ടാകുന്നത്. അയലക്കാര് പറഞ്ഞാണേ ഞങ്ങൾക്ക് അതിന് കൂലി കിട്ടും, അതാണ് അവർ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ മതത്തിൽ കൂടിക്കൊള്ളാം എന്ന് ഞാൻ പറഞ്ഞു. കൂടുവാൻ ഞങ്ങൾക്കാർക്കും മനസ്സുണ്ടായിരുന്നില്ല. കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകിയിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകുന്നത് കണ്ടാൽ നിങ്ങൾ മനസ്സില്ലാതെ വന്നതാണെന്ന് കരുതി കൊന്നുകളയും, അതുകൊണ്ട് നല്ലവണ്ണം ഉറപ്പിച്ചു കളയും. ഞങ്ങൾ പിന്നെ കരഞ്ഞില്ല. ഞാനും വീട്ടിലുള്ളവർ 9 ആളും കൂടി പോയി. പടപ്പറമ്പിൽ ചെന്നപ്പോൾ കുഞ്ഞലവിയും അബ്ദുള്ളക്കുട്ടിയും അവിടെയുണ്ട്. കുഞ്ഞലവി ചോദിച്ചു, എവിടെയാടാ നിങ്ങൾ ഇത്ര കാലവും ഒളിച്ചിരുന്നത് എന്ന്. അവിടെ നിന്ന് തങ്ങളെ വിളിച്ചു. അയാളോട് ഞങ്ങൾക്ക് ഉടുപുടവ തരാൻ പറഞ്ഞു. ഇപ്പോൾ ഇവിടെ കോടിയൊന്നും ഇല്ലല്ലോ എന്ന് തങ്ങൾ പറഞ്ഞു. നിങ്ങൾക്ക് എന്താണ് ഇത്ര വേദന? എവിടെയെങ്കിലും പോയി പണം ഞാൻ കൊണ്ടുവരും എന്ന് കുഞ്ഞലവി പറഞ്ഞു. പോയി കുളിച്ചു വരാൻ ഞങ്ങളോട് പറഞ്ഞു. കുളിച്ചു വന്നതിന് ശേഷം മുമ്പുള്ള വസ്ത്രങ്ങളെല്ലാം വാങ്ങി അവരുടെ വസ്ത്രം തന്നു. അതിനുശേഷം മുടി കളയിച്ചു. പിന്നെ അവർ എന്തോ ചൊല്ലിത്തന്നു, പേരുമിട്ടു. ഇനി വീട്ടിൽ പോയിക്കൊള്ളിൻ എന്ന് പറഞ്ഞു. മൊല്ലയെ വിളിച്ച് വൈകുന്നേരം ഓതി കളയോണ്ടു. കേട്ടോ വന്നുണ്ടോ? ഞാൻ അന്നൊരു കാര്യം ഞാൻ ഒന്ന് കൂട്ടിച്ചേർത്തോട്ടെ സാർ. ഈ നേരത്തെ ഇതിപ്പോ വായിച്ച് കുറച്ചും കൂടി ഉള്ളത് വായിച്ചു കഴിഞ്ഞിട്ട് താങ്കൾ കൂട്ടിച്ചേർക്കാം. കുളിച്ചു വന്നതിന് ശേഷം മുമ്പുള്ള വസ്ത്രങ്ങളെല്ലാം വാങ്ങി അല്ല അത് കഴിഞ്ഞ് അത് വായിച്ചാണല്ലോ പറഞ്ഞതിന് ശേഷം കൂട്ടിച്ചേർത്തു. പിന്നെ അവർ എന്തോ ചൊല്ലി തന്നു, പേരുമിട്ടു. ഇനി വീട്ടിൽ പോയിക്കൊള്ളിൻ എന്ന് പറഞ്ഞു. മൊല്ലയെ വിളിച്ചു വൈകുന്നേരം ഓതിക്കളയോണ്ടു എന്ന് പറഞ്ഞു. ചെത്ത് പ്രവൃത്തി എടുക്കാൻ ഇനി പാടുണ്ടോ എന്ന് ചോദിച്ചു. കൈപ്പക്കള്ള് ചെത്തരുത്, മരം കയറുന്നതുകൊണ്ട് വിരോധമില്ല എന്ന് പറഞ്ഞു. അവിടെ നിന്ന് 8 ദിവസം കഴിഞ്ഞപ്പോൾ എന്റെ വീടിനടുത്തുള്ള ഒസാൻ, ഇവർ പൊയ്ക്കളയും, അതുകൊണ്ട് ഇവരുടെ മാർക്ക കല്യാണം കഴിക്കണം എന്ന് ഞങ്ങളോട് പറഞ്ഞു. മാപ്പിളമാർ എല്ലാം കൂടി എന്റെ കുടിയിൽ വെച്ച് എന്റെയും എന്റെ അനുജന്റെയും എന്റെ ഏട്ടന്റെ മകൻ അയ്യപ്പന്റെയും മാർക്ക കല്യാണം കഴിച്ചു. പിന്നെ 1.5 ഇട്ട് മുറി കെട്ടാൻ വരും. 3 കുറി മാത്രമേ കെട്ടാൻ വന്നുള്ളൂ. 7 കെട്ടേണ്ടതാണ്. വേഗം ഉണങ്ങിയാൽ അവർ ചാടിപ്പോവാനും മതി എന്ന് പറഞ്ഞിട്ടാണ് ഉണക്കാതിരുന്നത്. പിന്നെ ഞങ്ങളെ ആരും ഉപദ്രവിച്ചിരുന്നില്ല. അപ്പൊ ഇതുപോലെയുള്ള പല പല സംഗതികൾ ഇവർക്ക് ഇങ്ങനെ കിട്ടി. പലയിടങ്ങളിൽ നിന്നും പോയിട്ട് ഇതെല്ലാം ശേഖരിച്ചു. പിന്നീട് ഒരു വിവാദമായി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവിടെ മതം മാറ്റം നടന്നു എന്നും പറഞ്ഞ് KP കേശവമേനോൻ ഹിന്ദു പത്രത്തില് അവിടെ ഒരു വാർത്തയും ഒരു പ്രശ്നമൊക്കെ വന്നു. അത് ഞാൻ മുമ്പൊരു ചർച്ചയിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ KP കേശവമേനൻ ഇത് എഴുതിയതിനു ശേഷം അദ്ദേഹത്തിന്റെ വീടിന് നേർക്ക് കല്ലേറുണ്ടായി, ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആ കാലത്തെ തന്നെ ഇത് ചരിത്രമായിട്ട് രേഖപ്പെടുത്തി വെക്കുന്നതിനെ എതിർത്തിരുന്ന, കാരണം ഇതിന്റെ അപകടം നന്നായിട്ട് മുസ്ലിങ്ങൾക്ക് അറിയാമായിരുന്നു. ഇത് ചരിത്രമായി രേഖപ്പെടുത്തപ്പെട്ട് കഴിഞ്ഞാൽ എന്തുണ്ടാവും എന്നുള്ളത്. അപ്പൊ അവർ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഭീഷണിയങ്ക ഭീഷണി, അതല്ലാതെ വേറെ എന്തൊക്കെയാണോ അതെല്ലാം ആ കാലഘട്ടം മുതലേ അവർ ചെയ്തു വന്നിരുന്നു. അതും ഇതിനൊരു ഭാഗമാണ്. പിന്നെ ഈ ഹിന്ദുക്കൾക്ക് പൊതുവെ മതേതരത്വം വളരെ കൂടുതലാണല്ലോ. അത് കൂടുതൽ കൊണ്ട് തന്നെ ഇതൊക്കെ എഴുതി കഴിഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് വിഷമമാവോ വേദനയാവോ എന്നുള്ള ആ ചിന്തയില് ഇതിനെപ്പറ്റി പിന്നെ അധികം ആരും, അല്ലെങ്കിൽ ഗോപാലൻ നായരുടെ പുസ്തകമൊക്കെ എടുത്ത് ഉദ്ധരിക്കാം. ഗോപാലൻ നായരുടെ, മാധവൻ നായരുടെ പലരുടെയും പുസ്തകങ്ങൾ ഉദ്ധരിച്ച് ഈ വിഷയം പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയിലേക്ക് എന്നേ കൊണ്ടുവരാമായിരുന്നു. പക്ഷെ കൊണ്ടുവരാതിരുന്നതിന്റെ കാരണം മറ്റവർക്ക് വിഷമാവെന്ന് വെച്ചിട്ടാ. എനിക്ക് അങ്ങനെയുള്ള ചിന്തയില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എനിക്ക് നാളെ ഒരു പ്രശ്നം എനിക്കും എന്റെ മക്കൾക്കും ഉണ്ടാകുമ്പോൾ എന്റെ സ്നേഹിതന്മാരായ ഒരു മുസ്ലിം എന്നെ സഹായിക്കാൻ പറ്റില്ല എന്നറിയാം. അതുകൊണ്ട് തന്നെ ഈ സത്യം എന്ന് പറഞ്ഞതിന്റെ പേരിൽ അവർക്ക് വിഷമം ഉണ്ടാകുന്നതിൽ എനിക്കൊരു ദുഃഖവും ഇല്ല. ഇനി താങ്കൾ കൂട്ടിച്ചേർക്കും. ഒരു സെക്കൻഡ് ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. അനിൽ ബ്രദറെ, ഈ പ്രൂഫുകളൊക്കെ ഒന്ന് എവിടെങ്കിലും ഒരു സോഷ്യൽ മീഡിയ ഒന്ന് പോസ്റ്റ് ചെയ്യാമോ? നമുക്കത് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ്. ഈ ലിങ്കുകളും കാര്യങ്ങളും എല്ലാം ഒന്ന് പോസ്റ്റ് ചെയ്ത ഉപകാരമായിരിക്കും കേട്ടോ. ഇതൊക്കെ കുറെ ഞാൻ സത്യമാർഗം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു വെബ്സൈറ്റ് ഉണ്ട്. സത്യമാർഗത്തിനകത്ത് ഈ വിഷയമൊക്കെ കുറെ ഇട്ടിട്ടുള്ളതാണ്. അതിനകത്ത് ചെന്ന് കഴിഞ്ഞാൽ കുറെ ആർട്ടിക്കിൾസ് കാണാം. സത്യമാർഗം അല്ലേ? സത്യമാർഗം .org.com അല്ല .org. ഓക്കെ, താങ്ക്സ് ബ്രദറെ. സത്യമാർഗം ഞാൻ അല്ല, ഒരു മിനിറ്റ്. സതീഷ് എന്ന് പറഞ്ഞ ആൾക്ക് എന്തോ കൂട്ടിച്ചേർക്കണമെന്ന് പറഞ്ഞു അദ്ദേഹം. അല്ല, ഞാനേ ഈ നികുതിയായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു സംശയം ചോദിച്ചല്ലോ, അത് ടിപ്പു സുൽത്താന് ശേഷമാണോ വന്നത്? അതിന്റെ മുമ്പേ ഉണ്ട്. ഈ മുലക്കരം തലക്കരം എന്നൊക്കെ ഉള്ളത് ആ നികുതി വോയിസ് കട്ടായി കേൾക്കുന്നില്ല. ഈ നികുതി ഘടന ടിപ്പു സുൽത്താന്റെ മുമ്പേ തന്നെ കേരളത്തിലുണ്ട്. നമ്മൾ ഈ മുലക്കരം എന്നും തലക്കരം എന്നുള്ള 2 കരം കിട്ടുമല്ലോ. അതായത് മുലക്കരം എന്നുള്ളത് പ്രായപൂർത്തിയായ സ്ത്രീകൾ കൊടുക്കുന്നതും ഈ തലക്കരം എന്നുള്ളത് പുരുഷന്മാർക്കും കൊടുക്കുക. ഈ 2 മെയിൽ ഫീമെയിലിന്റെ
ആ, ആ തരത്തിലാണ് ഒരു ബ്രദർ വിഭജനം ഉണ്ടായത്. കേട്ടിട്ടില്ല, വോയിസ് കട്ടായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് ഇപ്പൊ കേൾക്കുന്നുണ്ട്. കേൾക്കാം അജീഷ് ഓക്കെ ബദലിനാണ് പ്രശ്നം. ഇപ്പൊ ഓക്കെ കേൾക്കാം. ഓക്കെ. ഈ കേൾക്കാമല്ലേ? ഞാൻ പറഞ്ഞത് ഈ നികുതി എന്നുള്ളത് ടിപ്പു സുൽത്താൻ വരുന്നതിന് മുമ്പേ കേരളത്തിലുണ്ട്. ഈ തലക്കരം മുലക്കരം എന്നുള്ളതൊക്കെ മേൽ പിന്നെ കൊടുക്കുന്നതും, അതായത് പ്രായപൂർത്തിയായ സ്ത്രീ കൊടുക്കുന്നതും മുലക്കരം എന്നുള്ളതും, തലക്കരം എന്നുള്ളത് പുരുഷൻ കൊടുക്കുന്നതും. പിന്നീട് അത് ഈ നങ്ങേലി എന്നൊക്കെ ആയിട്ട് കൂട്ടിച്ചേർത്ത് പുതിയ കഥകൾ ഉണ്ടാക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ നികുതി ടിപ്പു സുൽത്താൻ വന്നതിന് ശേഷമുള്ള ഒരു മാറ്റം എന്ന് വെച്ചാൽ, ടിപ്പു സുൽത്താൻ പാലക്കാട് വഴിയാണ് ഈ മലപ്പുറത്തേക്ക് പ്രവേശിക്കുന്നത്. അപ്പൊ ടിപ്പു സുൽത്താന്റെ വരവ് അറിഞ്ഞുകൊണ്ട് അന്ന് മലപ്പുറത്ത് ഉണ്ടായിട്ടുള്ള ഈ ജന്മിമാർ ഇവരൊക്കെ കിട്ടിയ സാധനമൊക്കെ എടുത്തിട്ട് രക്ഷപ്പെട്ടിരുന്നു. പിന്നീട് അതൊരു മതം മാറ്റിയത് ഈ പറയ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടത് പറയാ ചെറുമ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഈ ടിപ്പു സുൽത്താൻ മതം മാറ്റിയത്. അതിൽ മതം മാറ്റിയ ആളുകൾ തന്നെയാണ് അവർ പടയാളികളായിട്ട് ടിപ്പു സുൽത്താൻ സൈന്യത്തിലേക്ക് എടുത്തതും. അതിൽ ഒന്ന് രണ്ട് ആളുകൾക്ക് ഈ ജന്മിമാര് പോയ സ്ഥലത്ത് ഈ നികുതി പിരിക്കാനുള്ള അവകാശം കൊടുത്ത് ബാക്കിയുള്ളത് തദ്ദേശീയരായിട്ടുള്ള മുസ്ലിങ്ങളും കൊടുത്ത്, അങ്ങനെയാണ് പുതിയ ജന്മിമാർ അവിടെ ഉണ്ടാകുന്നത്. അപ്പൊ ഈ ജന്മിത്വത്തായിട്ടുള്ള ഒരു വിഷയം വന്നത് ടിപ്പു സുൽത്താന്റെ പോയതിനു ശേഷം, അദ്ദേഹത്തിന്റെ ഈ പരാജയത്തിന് ശേഷം വീണ്ടും ജന്മിമാര് പഴയ കാലത്ത് ജന്മിമാര് തിരിച്ചു വരും. അവര് ബ്രിട്ടീഷ് സർക്കാരിന് പരാതി കൊടുത്തിട്ട് ഈ കരം പിരിക്കാനുള്ള അവകാശം ഈ ടിപ്പു സുൽത്താൻ പതിച്ചു കൊടുത്ത ആളിൽ നിന്ന് തിരിച്ചു വാങ്ങി. അതാണ് ഈ മലബാർ കലാപത്തിന്റെ മുമ്പ് ഏകദേശം 45ഓളം ചെറിയ ചെറിയ കലാപങ്ങൾ ഉണ്ടായെന്ന് പറഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ഈ അധികാര പ്രശ്നമായിട്ട് ബന്ധപ്പെട്ടാണ്. ഈ പിന്നീട് നമ്മൾ ഈ ഹാലുകളൊക്കെ ഉണ്ടായിട്ട് പോയി ആളുകളെ കുത്തിക്കൊല്ലുന്നതും സ്വർഗം കിട്ടുന്ന തരത്തില്. അതിൽ ഏറ്റവും അവസാനത്തെ ഉദാഹരണം പറയുന്നത് നമ്മളെ ഈ കോഴിക്കോട് ജില്ലേന്റെ അതിർത്തിയിലാണ് ഈ തൃക്കളിയൂർ മഹാദേവ ക്ഷേത്രം. അവിടെയാണ് ആദ്യമായിട്ട് ഡൈനാമിറ്റ് വെച്ച് പൊട്ടിച്ചത്. ഇന്നും ആ ക്ഷേത്രത്തിന്റെ ഗോപുരം അതേപോലെ തകർന്നു കിടക്കുക. അതിന് കാരണം അന്ന് ആ സമയത്ത് തൃക്കളൂർ പ്രദേശത്തെ ഒരു തീയ വിഭാഗത്തിൽപ്പെട്ട ആള്, അയാളെ ഈ കുലത്തൊഴിൽ എന്ന് പറഞ്ഞാല് തെങ്ങ് കയറി, അതായത് തേങ്ങ ഇടില്ലായിരുന്നു. അപ്പൊ ഇയാള് മതം മാറി മുസ്ലിമായി. പക്ഷെ ഈ കുലത്തൊഴിൽ അതേപോലെ തന്നെ മാറിയല്ലോ. കാരണം ഇത് ഈഴ വിഭാഗത്തിൽപ്പെട്ട ആള് കുലത്തൊഴിലാണ്. പിന്നീട് ഇയാൾ ആരും ഈ തേങ്ങ ഇടാൻ വിരിക്കാണ്ടായി. അപ്പൊ പണിയില്ലാതായോടുകൂടി വീണ്ടും ഇയാള് ഹിന്ദു മതത്തിലേക്ക് മതം മാറി. അപ്പൊ അതുകൊണ്ട് അയാളെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് വീണ്ടും ഈ ഹാലിളങ്കി വരും കണ്ണിൽ കണ്ട 3 ആളെ ആ ഹാലിളക്കിയ ആള് കുത്തിക്കൊല്ലുകയും ചെയ്തു. അപ്പോഴേക്ക് പട്ടാളം വന്ന് ഇയാൾ അഭയം പ്രാപിക്കുകയാണ് ഈ ക്ഷേത്രത്തിന്റെ ഗോപുരത്തിൽ. അങ്ങനെ ആ ക്ഷേത്രത്തിലേക്ക് ഈ വെടിവെപ്പ് ഉണ്ടായത്. അപ്പൊ ഇതൊക്കെ ഈ നികുതി ഘടകമായിട്ട് ബന്ധപ്പെട്ടതും ടിപ്പു സുൽത്താൻ വരവിന് ശേഷം ഉണ്ടായിട്ട് സാമൂഹ്യമായ ഒരു അകൽച്ച ഉണ്ടല്ലോ, മുസ്ലിം ക്രിസ്ത്യാനികളൊക്കെ ഉണ്ടായത്, ഹിന്ദുക്കളും ക്രിസ്ത്യാനികളൊക്കെ ഉണ്ടായിട്ടുള്ള അകൽച്ചയും ഈ അധികാരത്തിന്റെ പ്രശ്നങ്ങളൊക്കെ, ഇതൊക്കെ യഥാർത്ഥത്തില് ഈ മലബാർ കലാപത്തിലേക്ക് കുറേശ്ശെ നയിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ നികുതി എന്നുള്ളത് ടിപ്പു സുൽത്താന് മുമ്പേ ഉണ്ട്. ഓക്കെ ഞാൻ ജയ് ബ്രദറെ ചോദിച്ചു. ഞാനൊരു ചെറിയൊരു ഒരു കഥ പറയാം, എന്നിട്ട് ഞാൻ ഒരു ചോദ്യം ചോദിക്കാം. താങ്കൾ ഈ പറഞ്ഞ മലബാർ കലാപത്തിന്റെ ഇരകളായവരുടെ ഒരു പിന്നെ 6th ജനറേഷനിലെ ഡിസെൻഡന്റ് ആണ് ഞാൻ. എന്റെ വീട് ഞാൻ കൂടുതൽ എക്സാക്ട് ലൊക്കേഷൻ പറയില്ല, എങ്കിലും ഇത്ര മനസ്സിലാക്കാം, മലപ്പുറം ജില്ലയിലെ സൗത്ത് മലബാറിലെ ഇതിന്റെ എപ്പിസെന്റർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് എന്റെ പിതാവിന്റെ വീട്, എന്റെ മാതാവിന്റെ വീട്. ഇത് ഏറ്റവും കൂടുതൽ അലയടിച്ച വേറൊരു ഭാഗത്താണ് എന്റെ മാതാവിന്റെ വീട്. ഞാൻ ഇന്നും ജീവിക്കുന്ന അതിലെ ഇടയിലുള്ള സ്ഥലത്താണ്. 2 ഭാഗത്തും, എന്റെ അച്ഛന്റെ ഭാഗത്തും എന്റെ അമ്മയുടെ ഭാഗത്തും ഇതിന്റെ കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട്. എന്റെ അച്ഛന്റെ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു നായർ, അച്ഛനും അമ്മയുടെ ഭാഗം നായർ കുടുംബത്തിൽപ്പെട്ട ആൾക്കാരാണ്. 2 ഭാഗത്തും ഞാൻ ഇത്രയും കഥകൾ കേട്ടിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഞാൻ കേട്ടിട്ടുള്ളത് എന്റെ അമ്മയുടെ ഭാഗത്താണ്. കാരണം എന്റെ അമ്മയുടെ അച്ഛൻ 1914 ജനിച്ചു, 2010 ജനിച്ച 2010 മരിച്ചത്. അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് നേരിട്ട് ഇത്രയും കഥകൾ കേട്ടിട്ടുണ്ട്. ഒരു കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ എന്റെ അമ്മയുടെ നാട് ഒരു തീരദേശ നഗരമായിരുന്നു, മലപ്പുറം ജില്ലയിൽ ഒരു തീരദേശ നഗരമായിരുന്നു. അവിടെ അമ്മയുടെ അച്ഛൻ എന്ന് പറഞ്ഞ നമ്പൂതിരിയാണ്, സംബന്ധക്കാരനായിരുന്നു. ഈ തീരദേശ നഗരത്തിലെ ഏറ്റവും പിന്നെ അറിയപ്പെടുന്ന ഒരു നമ്പൂതിരി കുടുംബമാണ്. ഇവർ കലാപകാരികൾ വരുന്നു എന്ന് അറിഞ്ഞ ആ ഡേറ്റ് വരെ അദ്ദേഹം എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. 1921 സെപ്റ്റംബർ 13 രാത്രിയാണ് കലാപകാരികൾ അവരുടെ നഗരത്തെ പിന്നെ അവിടേക്ക് വരുന്നുണ്ടെന്നും രക്ഷപ്പെടണമെന്നും അവരുടെ ആൾക്കാർ ഇവരുടെ അടുത്ത് വന്ന് പറയുന്നത്. അന്ന് രാത്രിയോട് രാത്രി വീട്ടിലെ സ്ത്രീകളും കുട്ടികളും എല്ലാം, എന്റെ അമ്മയുടെ അച്ഛനടക്കം, അന്ന് 7 വയസ്സായിരുന്നു അദ്ദേഹത്തിന്, പിന്നെ ഇവര് ഇവിടുന്ന് തോണിയിൽ നിന്ന് അയക്കുകയും എക്സാക്ട് ലൊക്കേഷൻ എനിക്കറിയില്ല, എന്തായാലും അവസാനം അവര് കോട്ടയത്തിലെ വൈക്കം ലക്ഷ്യമാക്കി പോവുകയാണ് ചെയ്തത്. അവർ 6 മാസത്തോളം അവര് വൈക്കത്തായിരുന്നു. പിന്നെ വൈക്കത്ത് നിന്നാണ് അവര് 6 മാസത്തിന് ശേഷം തിരിച്ചു വന്നത്. ഇവരെ വീട്ടിലെ പുരുഷന്മാരും പിന്നെ അവരുടെ അയൽക്കാരും എല്ലാ ഹിന്ദുക്കൾ എന്ന വാക്കായി, ഞാൻ ജാതി പോലും ഞാൻ പറയത്തില്ല, കാരണം ആ നാട്ടിലെ ഹിന്ദുക്കളെല്ലാം, ഇന്ന് ഞാൻ ജീവിക്കുന്ന നാടാണത്,
ഈ നാട്ടിലെ ഹിന്ദുക്കളെല്ലാം അവരുടെ ക്ഷേത്രങ്ങൾക്കും പിന്നെ അവിടുത്തെ ഈ വീടുകൾക്ക് കാവൽ നിൽക്കുകയായിരുന്നു. 6 മാസത്തോളം പുരുഷന്മാരും സ്ത്രീകളും പുരുഷന്മാർ കാവൽ നിന്ന ശേഷമാണ് പിന്നെ ഒരു ഇതിന് ഈ 22 മാർച്ച് എന്നാണ് ഞാൻ ഓർക്കുന്നത്. 22 മാർച്ച് അവസാന കാലത്ത് ആകുമ്പോഴേക്കാണ് ഇവര് സ്ത്രീകളും കുട്ടികളും തിരിച്ചു വരുന്നത്. എന്റെ അച്ഛന്റെ വീട് എന്ന് പറഞ്ഞാല് പെരിന്തൽമണ്ണയിലെ കലാപം ഏറ്റവും മൂർച്ഛിച്ച ഒരു സ്ഥലത്താണ് എന്റെ അച്ഛന്റെ വീട്. അവരും ഒരു അതിപുരാതനമായൊരു 8 കെട്ടായിരുന്നു, അത് ഒരു തറവാടായിരുന്നു. അവിടെ നിന്നും സ്ത്രീകളും കുട്ടികളും പാലക്കാടേക്കാണ് പോയത്. പാലക്കാട്ടേക്ക് പോയി അവരും ഏകദേശം ഒരു 4-5 മാസം താമസിച്ച ശേഷം തിരിച്ചു വരികയാണ് ചെയ്തത്. 2 ഭാഗത്തും ഞാൻ ഇത്തരം കഥകൾ കേട്ടിട്ടുണ്ട്. പിന്നെ ഒരു കഥ, പക്ഷെ അത് എനിക്ക് കൺഫേം ചെയ്യാൻ സാധിക്കത്തില്ല. ഞങ്ങളുടെ കുടുംബത്തിൽ ഒരാൾ മരിച്ചു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അത് എന്നോട് എന്റെ കഥ പറഞ്ഞ എന്റെ മുത്തച്ഛന് പോലും അതിൽ ഒരു കൺഫർമേഷൻ ഉണ്ടായിരുന്നില്ല. അത് എന്റെ മുത്തച്ഛൻ പറയുന്നത് മുത്തച്ഛന്റെ അമ്മാവൻ 26-കാരനായ ഒരാൾ മരിച്ചു എന്ന് പറയുന്നു. പക്ഷെ മുത്തച്ഛൻ ഒന്നെങ്കിൽ ഓർമ്മയില്ല, അല്ലെങ്കിൽ അതിൽ കൺഫർമേഷൻ ഇല്ല. അതായത് പുള്ളി അത് ഞാൻ പിന്നെ പറയുന്നില്ല. എങ്കിലും ഈ ഇതൊക്കെ എന്റെ കുടുംബത്തിൽ ബാക്കിയുള്ള കാര്യങ്ങൾ മൊത്തം എന്റെ കുടുംബത്തിൽ ഞങ്ങൾ ഇപ്പോഴും സംസാരിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ താങ്കൾ ഈ പറഞ്ഞ ഈ ഒരു കാര്യം, അതായത് പിന്നെ ഇപ്പൊ കേരളത്തിലെ ഞാൻ പറഞ്ഞില്ലേ, ഏറ്റവും ഭയാനകമായ സാഹചര്യം നിലനിൽക്കുന്ന ഒരു സ്ഥലത്ത് ഞാൻ ജീവിക്കുന്നത്. ഇത്തരം കാര്യങ്ങൾ കാണുന്ന സമയത്ത് ഞാനടക്കമുള്ള ഇവിടുത്തെ വളരെ കുറച്ച് ഹിന്ദുക്കളെ ഞങ്ങളുടെ സ്ഥലത്തുള്ളൂ. ഞങ്ങളെല്ലാം സത്യം പറഞ്ഞാൽ ഞങ്ങൾ കാണുമ്പോൾ സംസാരിക്കുന്ന ഇത്തരം കാര്യങ്ങളൊന്നും സംസാരിക്കുന്നത് ഭയമാണ് ഇവിടെ ജീവിക്കാൻ. ഒരു പക്ഷേ പണ്ടാരോ പറഞ്ഞിട്ടുണ്ട്, ഹിസ്റ്ററി വിൽ ഓൾവേസ് റിപ്പീറ്റ് ഇറ്റ്സെൽഫ് ഇഫ് യു ഡോണ്ട് റിമെമ്പർ ഹിസ്റ്ററി എന്ന്. ഒരു പക്ഷേ ഭാവിയിലേക്കുള്ള ചൂണ്ടുപലകയാണ് ചരിത്രം. അപ്പോ ആ ഒരു കാര്യം കൂടി പറയാണ്ടായിരുന്നു. അപ്പൊ എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത്, ഇവിടെ എത്ര പേരാണ് മരിച്ചത്, ഹിന്ദുക്കൾ എത്ര പേരാണ് മരിച്ചത് എന്നതിനെ പറ്റി എന്തെങ്കിലും ഒരു കൃത്യമായ കണക്കുണ്ടോ? എത്ര പേരാണ് മതം മാറ്റപ്പെട്ടത്? ആര്യ സമാജം പറയുന്നത് ഏകദേശം 2000-ഓളം പേര് അവർ തിരിച്ച് റിവേർട്ട് ചെയ്തതാണ് ആര്യ സമാജത്തിന്റെ റെക്കോർഡിൽ പറയുന്നത്. എത്ര പേരാണ് ശരിക്കും യഥാർത്ഥത്തിൽ മരിച്ചത്? എത്ര പേരാണ് കൺവേർട്ട് ചെയ്യപ്പെട്ടത്? എത്ര പേരാണ് പിന്നെ മാപ്പിളമാർ മരിച്ചത്? എന്തെങ്കിലും ശരിക്കും യഥാർത്ഥ കണക്ക് എന്തെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ ഒരു അപ്രോക്സിമേറ്റ് എസ്റ്റിമേഷൻ എന്തെങ്കിലും ആരുടെ കയ്യിലുണ്ടോ? യഥാർത്ഥ കണക്ക് ഇല്ല. ഇതൊന്നും കണക്കുകളൊന്നും ആ സമയത്ത് ബ്രിട്ടീഷ് സർക്കാർ പുറത്തുവിടണ്ടെന്ന് തീരുമാനിച്ചു. അത് തീരുമാനിച്ചത് വേറെ ഒന്നും കൊണ്ടല്ല, കൂടുതൽ ഇത് വഷളാക്കണ്ട എന്നുള്ള നിലയിലാണ് മതം മാറ്റപ്പെട്ടവരുടെ കാര്യത്തിൽ പ്രത്യേകിച്ചും. കാരണം ഇപ്പൊ ഈ പറഞ്ഞല്ലോ, ആര്യ സമാജക്കാർ തിരിച്ച് മതം മാറ്റിയെന്ന്. അപ്പൊ ഇങ്ങനെയും മതം മാറ്റപ്പെട്ട ആൾക്കാരെ, ഇസ്ലാം ഉപേക്ഷിച്ചവർ തിരിച്ചു വന്നതിന്റെ പേരിൽ, മുർത്തതായതിന്റെ പേരിൽ പലരും പിന്നെ കൊല്ലപ്പെട്ടിരുന്നു. അതായത് ലഹളയൊക്കെ കഴിഞ്ഞതിന് ശേഷവും ഇവര് കരുതി കാത്തിരുന്ന് കിട്ടിയ അവസരത്തിൽ തട്ടിക്കളഞ്ഞ സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഇത്രയും പേര് ഇസ്ലാം മതം ഉപേക്ഷിച്ച് തിരിച്ചു പോന്നു എന്നുള്ള ഒരു ഇതുണ്ടാകുമ്പോൾ മുസ്ലിങ്ങളെ അത് കൂടുതൽ പ്രകോപിപ്പിക്കും. അപ്പൊ അതുകൊണ്ട് എത്ര പേര് മൊത്തം അങ്ങോട്ട് മതം മാറ്റപ്പെട്ടു, എത്ര പേര് തിരിച്ചു പോന്നു എന്നുള്ള കണക്കൊക്കെ കൃത്യമായിട്ട് വന്നു കഴിഞ്ഞാൽ അത് കൂടുതൽ അവിടെയുള്ള ഹിന്ദുക്കൾക്ക് അത് പ്രശ്നമായിട്ട് വരും എന്ന് കണ്ടിട്ട് ഇത്തരം കണക്കുകൾ പുറത്തു വിടണ്ട എന്ന് അവർ തീരുമാനിക്കുകയാണ് ചെയ്തത്. അങ്ങനെ തീരുമാനിച്ചിട്ട് അതിന്റെ കൃത്യമായ ഒരു കണക്ക്, ഈ മതം മാറ്റപ്പെട്ടതിന്റെ ഒന്നും കൃത്യമായ കണക്കില്ല. അതുകൊണ്ടാണ് ആ പിടിവള്ളി വെച്ചിട്ടാണ് AICC ഗാന്ധിയൊക്കെ പറഞ്ഞത് വെറും 3 പേര് മാത്രമേ ഇവിടെ മതം മാറ്റപ്പെട്ടിട്ടുള്ളൂ എന്ന്. കാരണം സർക്കാർ കണക്ക് പുറത്തു വിട്ടുള്ളത് അതുകൊണ്ട്. പക്ഷെ ഇവിടുന്ന് KPCC തന്നെ അയച്ച ലിസ്റ്റിൽ ആയിരക്കണക്കിന് പേരുടെ മതം മാറ്റത്തിന്റെ ഇതുണ്ട്. ഇത്രയും പേര് മതം മാറ്റപ്പെട്ടു എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് അയച്ചതാ. പക്ഷെ അവര് അതൊക്കെ തള്ളിയിട്ട് പറഞ്ഞു വെറും 3 പേരെ മതം മാറ്റപ്പെട്ടുള്ളൂ. കാരണം ഒഫീഷ്യൽ കണക്ക് പുറത്തു അവര് ബ്രിട്ടീഷുകാർ വിടില്ല എന്ന് അറിഞ്ഞതിന്റെ പേരിലാണ് അത് പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞവര്. ഓക്കെ, ഒരു ചോദ്യം കൂടി. അന്ന് ഈ കോൺഗ്രസിന് പ്രീണന നയം എത്ര വൃത്തികെട്ട പ്രീണന നയമായിരുന്നു അവർ പിന്തുടർന്നിരുന്നത് എന്നതിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഗാന്ധിയുടെ ഈ പ്രസ്താവനയല്ല. വേറൊരു ചോദ്യം കൂടി. ഈ കലാപത്തിന് ശേഷം 1922 മാർച്ച് ഏപ്രിലിന് ശേഷം ഇവിടുത്തെ സാമൂഹിക അന്തരീക്ഷം കലുഷിതമായിരിക്കുമല്ലോ. അപ്പൊ ഇവിടെ എന്തെങ്കിലും പ്രത്യേക ഈ MSF അതിനു വേണ്ടി സ്ഥാപിക്കപ്പെടാൻ എനിക്കറിയാം. അതല്ലാതെ വേറെ എന്തെങ്കിലും സുരക്ഷ, പോലീസ് സംവിധാനം ഇവിടെ ഊർജ്ജപ്പെടുത്തായിരുന്നു? അതുപോലെ അന്ന് ഹിന്ദുക്കൾക്കിടയിൽ ഒരു സെൽഫ് ഡിഫൻസ് മാതിരി എന്തെങ്കിലും രൂപപ്പെട്ടതായി എന്തെങ്കിലും ഒരു ചരിത്ര രേഖകൾ എന്തെങ്കിലും ഉണ്ടോ? ഹിന്ദുക്കൾക്കിടയിൽ അങ്ങനെ ഒരു ഇത് വരുന്നത് പിന്നീട് 1975-ലാണ്. 3 കൊല്ലം കൂടി കഴിഞ്ഞിട്ട് RSS രൂപം കൊള്ളുന്നുണ്ട്. RSS രൂപം കൊള്ളുന്നതിന്റെ ആ പ്രധാന കാരണം എന്ന് പറയുന്നത് ഇവിടെ നിന്ന് വന്ന വാർത്തകളാണ്. ഈ മലബാർ കലാപത്തിനകത്ത് ഉണ്ടായ കാര്യങ്ങളെ കുറിച്ച് ആ വാർത്തകൾ ഉത്തരേന്ത്യയിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഇനി ഇങ്ങനെ ഒരു വംശഹത്യ, ഹിന്ദു വംശഹത്യ ഇന്ത്യയിൽ നടക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള ഹെഡ്ഗേവാറും കൂട്ടരൊക്കെ കൂടി ചേർന്ന് RSS രൂപീകരിക്കുന്നത്. പക്ഷെ ഇവിടെ ഇന്ത്യയില് കേരളത്തിൽ മലബാറിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഇതുണ്ടായതായിട്ട് ഞാൻ വായിച്ചിട്ടില്ല. എന്റെ അറിവില്ലായ്മയാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ എന്റെ ഇതിൽ ശ്രദ്ധയപ്പെട്ടിട്ടില്ല അങ്ങനെയായിട്ട്. ആര്യ സമാജക്കാർ അതിൽ ഇവിടെ വേറെയും കുറെ പ്രശ്നം ഉണ്ടായിരുന്നു. ഈ ഹിന്ദുക്കൾ തിരിച്ച് മതം മാറി അവര് ഹിന്ദു ആകാൻ നോക്കി കഴിഞ്ഞ പിന്നെ ഇവര് സമ്മതിക്കുന്നില്ല. നിലവിൽ മതം മാറാതെ നിന്ന ഹിന്ദുക്കളുണ്ടല്ലോ,
അവരിവരെ തിരിച്ചിനി ഹിന്ദു ആക്കാൻ പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര പ്രശ്നമൊക്കെ ആക്കി, പ്രത്യേകിച്ച് ബ്രാഹ്മൺസിന്റെ കാര്യത്തിൽ. അത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറഞ്ഞത് ഞങ്ങളന്ന് പീഡനമൊക്കെ സഹിച്ചു, ഇവര് പീഡനം സഹിക്കാതിരിക്കാൻ വേണ്ടി അങ്ങനെ തന്നെ മതം മാറി മുസ്ലിങ്ങളായി. എന്നിട്ട് കലാപമൊക്കെ മാറി കഴിഞ്ഞപ്പോൾ തിരിച്ചു വരുന്നത്. അതായത് ഇവർക്ക് ഒരു നഷ്ടമൊന്നും വന്നിട്ടില്ല, ഇവർക്ക് പീഡനം അനുഭവിക്കേണ്ടി വന്നില്ല, ഒന്നും ആയില്ല. ഞങ്ങള് ഈ പീഡനം എല്ലാം അനുഭവിച്ച് സഹിച്ചു, ഒക്കെ ഇവിടെ കഷ്ടപ്പെട്ട് ഇവിടുന്ന് ഓടിപ്പോകേണ്ടി വന്നു, വെട്ടുകൊണ്ടു, മുറിവേറ്റു, ഞങ്ങളുടെ കുഞ്ഞുങ്ങള് അല്ലെങ്കിൽ സ്ത്രീകള് അങ്ങനെയുള്ളവർ കൊല്ലപ്പെടുകയോ അല്ലെങ്കിൽ മാനഭംഗപ്പെടുകയോ ഒക്കെ ചെയ്തു. ഇതൊക്കെ ഞങ്ങൾ സഹിക്കേണ്ടി വന്നു. അത് കഴിഞ്ഞിട്ട് ഇവരിതൊന്നും സഹിക്കാതെ ഇപ്പൊ തിരിച്ചു വീണ്ടും വരുമ്പോൾ ഇവരെങ്ങനെ കൂട്ടത്തിൽ കൂട്ടാന്ന് പറഞ്ഞിട്ടാണ് ഇവിടെയുള്ള ഹിന്ദുക്കൾ അത് ഇവരെ എടുക്കാതിരുന്നത്. അപ്പൊ പിന്നെ ആര്യ സമാജക്കാര് അവിടെ നിന്ന് വന്ന് അവര് പ്രത്യേകമായിട്ട് ഇവിടെയുള്ളവരോടൊക്കെ കണ്ട് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയൊക്കെയാണ് പിന്നെ വീണ്ടും എടുത്തത്. അതും അവിടെയുള്ള ബ്രാഹ്മൺസിന്റെ കാര്യത്തിൽ അത് സമ്മതിച്ചില്ല. അവസാനം തിരുവിതാംകൂറിലേക്ക് അവിടെ ആ ഭാഗത്ത് എവിടെയുള്ള ചില ഏതോ ഒരു സമിതിയുടെ ഇതിലേക്ക് വിടുന്നുണ്ട്, അത് അവരുടെ തീരുമാനത്തിനൊക്കെ വിടുന്നുണ്ട്, ഇവരെ തിരിച്ച് ബ്രാഹ്മണനാക്കി എടുക്കണോ വേണ്ടേന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പൊ അങ്ങനെ ഹിന്ദുക്കൾക്കിടയിൽ തന്നെ അതിന്റെ ഇവിടെ ഒരു ഐക്യം ശരിയായ വിധത്തിൽ ഉണ്ടായിരുന്നില്ല. അപ്പൊ പിന്നെ അങ്ങനെ ഒരു സംരക്ഷണത്തിന് വേണ്ടി എന്തെങ്കിലും ഉണ്ടാവുന്നതായിട്ട് സാധ്യതയില്ല എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഇവിടെ ഉള്ളതായിട്ട് അറിഞ്ഞില്ല, എന്റെ വായനയിൽ ഇതുവരെ പെട്ടിട്ടില്ല. ഇനി ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും അറിയാവുന്നുണ്ടെങ്കിൽ അത് പറയാം. താങ്ക്സ് ബ്രദർ, താങ്ക്സ്. ചോദ്യങ്ങൾ ഉത്തരം ഓക്കെ തന്നു. ഓക്കെ. ജോൺ ബ്രദറിന് ഇനി ഏതെങ്കിലും ചോദിക്കാനുണ്ടോ? ജോൺ എനിക്ക് ഉണ്ടോ? ഹലോ, ജോൺ ബ്രദറിന് എന്തെങ്കിലും ചോദിക്കാനോ? കാരണം എന്ന് വെച്ച് എനിക്കൊരു കഴിഞ്ഞാല് കാര്യം നമ്മുടെ പറയാനുണ്ട്. ഇവിടെ അത് ശരിക്കും അതല്ല, ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇവിടെ വരുന്നവര്, ഓഡിയൻസിൽ നിന്ന് വരുന്നവര് നിങ്ങളുടെ ചോദ്യങ്ങൾ ചോദിച്ചു സംശയം തീർന്നെങ്കിൽ നിങ്ങൾ തന്നെ ഓഡിയൻസിലേക്ക് പോകുന്നത് നല്ലതായിരിക്കും. ബാക്കിയുള്ളവരും നിൽപ്പുണ്ട്, കാരണം കുറച്ച് പേരെ മാത്രമായിട്ട് നമ്മൾ മുകളിലേക്ക് കയറ്റുന്നുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ജോൺ ബ്രദർ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒരു മിനിറ്റ്. ഓക്കെ, എനിക്ക് ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ എഴുതി വെച്ചേക്കുന്ന ഈ ചരിത്രങ്ങളെക്കാൾ എല്ലാം ശരിക്കും ഈ മലബാർ കലാപം സാധനത്തെ ഗ്ലോറിഫൈ ചെയ്യാനും ആൾക്കാരുടെ മനസ്സിൽ ഒരു സ്വാതന്ത്ര്യ സമരം ആണെന്ന് വരുത്താനായിട്ട് 1921 എന്ന് പറയുന്ന സിനിമയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് ശരിക്കും. അതാണ് ഏറ്റവും വലിയ കോമഡി എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഈ സാധനങ്ങളൊക്കെ പടച്ചു വിടുന്നവന്മാരെ സമ്മതിക്കണം. അതാണ് അത് സത്യമാണ്, താങ്കൾ പറഞ്ഞത് 100% സത്യമാണ്. അതുകൊണ്ട് തന്നെയാണ് അടുത്ത സിനിമ എടുക്കാൻ അവര് പ്ലാൻ ചെയ്യുകയും ചെയ്തത് 100ാം വാർഷികത്തില്. ഇപ്പൊ ആണ് തീർച്ചയായിട്ടും. ഇതിനെ കുറിച്ച് ഇപ്പൊ ഞങ്ങള് ഈ വർഷത്തിന്റെ തുടക്കത്തില് ജനുവരിയിലാന്ന് തോന്നുന്നു, ആ സമയത്ത് ട്രൂത്ത് ഫൈറ്റേഴ്സ് എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ചാനലിനകത്ത് ഞങ്ങള് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്ന് പറഞ്ഞ് 3 വീഡിയോ ചെയ്തിരുന്നു. അതില് താഴെ വന്ന കമന്റ്സ് ഒക്കെ കാണണം, നല്ല രസമാണ്. എന്റെ അടുത്ത് പറയുന്നത് പിള്ളേരാണ്, പയ്യന്മാര്, അത് ഫേസ്ബുക്ക് ചർച്ചയിലും ഉണ്ടായിരുന്നു. പയ്യന്മാര് വന്നിട്ട് നീ ആദ്യം പോയിട്ട് 1921 പറഞ്ഞ സിനിമ കാണുന്നു. അപ്പൊ ഞാൻ അവന്റെ പ്രൊഫൈലൊക്കെ ഒന്ന് കയറി നോക്കി കഴിഞ്ഞപ്പോ ഇവൻ ജനിക്കുന്നതിന് മുമ്പേ ആ സിനിമ റിലീസായിട്ടുണ്ട്. എനിക്ക് 12-13 വയസ്സുള്ള സമയത്താണ് ആ സിനിമ ഇറങ്ങുന്നത്. നമ്മൾ ആ സമയത്തെ കണ്ടിട്ടുള്ള സിനിമയാണ്. അതാണ് ഈ മുമ്പ് നമ്മളോട് കാണാൻ പറയുന്നത്. കാരണം ഇവരുടെയൊക്കെ ധാരണ ചരിത്രം എന്ന് പറഞ്ഞാൽ ഈ സിനിമയിൽ പറയുന്ന കാര്യമൊക്കെ ചരിത്രം അങ്ങനെ തന്നെയാണെന്നാണ്. അപ്പൊ ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മീഡിയ ആണ് അത്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇവര് ഇതിനെ ഉപയോഗിച്ചുകൊണ്ട് ഈ 100ാം വാർഷികം ആകുമ്പോൾ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്നും പറഞ്ഞ സിനിമ ഇറക്കാന്നൊക്കെ അവർ വിചാരിച്ചത്. പക്ഷെ കൊറോണ അത് ഇതാക്കി. പിന്നെ സോഷ്യൽ മീഡിയ ഉണ്ടല്ലോ. ഇപ്പൊ 1921 പറഞ്ഞ സിനിമ ഇറങ്ങുന്ന ആ സമയത്ത് 1987 89 ആ സമയത്താണ്, 89 ആ ഒരു കാലഘട്ടത്തിലാന്ന് തോന്നുന്നു, 88-89 ആ ഇറങ്ങുന്ന ആ സമയത്ത് അല്ല, അത് ഞാൻ പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഇവരുടെ റിലീജിയനുള്ളവരെ മാത്രമല്ല, എല്ലാരെയാണ്. അതെ, അതിലാണ് അത് ആ ഇറങ്ങുന്ന ആ സമയത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നെങ്കിൽ ആ പടം ഇതുപോലെ സ്വാധീനം ചെലുത്തില്ലായിരുന്നു ആളുകളെ. കാരണം അപ്പൊ തന്നെ ആള് ഇതേപോലെ നമ്മളിപ്പോ ഇന്ന് ഈ ചർച്ച ചെയ്യുന്ന പോലെയൊക്കെ തന്നെ അതിനെതിരെയുള്ള അന്നും അത് വിമർശനം വന്നിട്ടുണ്ട്. ആ സിനിമയ്ക്കെതിരെ ധാരാളം വിമർശനങ്ങൾ ആ സമയത്ത് വന്നിട്ടുണ്ട്. പക്ഷെ അത് അക്കാദമിക് ലെവലിലുള്ളവർക്ക് അങ്ങനെയുള്ള ഇതിലാണ് വന്നിരിക്കുന്നത്, അല്ലാതെ പോപ്പുലർ പുസ്തകങ്ങളിലോ പോപ്പുലർ ആയിട്ടുള്ള ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ സാധാരണക്കാരന് അത് അറിഞ്ഞില്ല. പിന്നീട് നമ്മൾ വലുതായി കഴിഞ്ഞതിന് ശേഷമാണ് അതിനെക്കുറിച്ച് ഇതാകുമ്പോൾ. എന്റെ കുഞ്ഞുനാളിലൊക്കെ ഞാനൊക്കെ ഇത് കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഊറ്റം കൊണ്ട ഒരാളാണ്, സ്വാതന്ത്ര്യ സമരമാണ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇതിനെക്കുറിച്ചുള്ള സത്യങ്ങൾ മനസ്സിലാക്കിയപ്പോഴാണ് നമ്മൾ കാര്യങ്ങൾ അറിയുന്നത്. ബ്രദറെ, സിനിമ മാത്രമല്ല, നമ്മുടെ പാഠപുസ്തകങ്ങളിൽ പഠിപ്പിച്ചത് എന്താണെന്നൊന്ന് ചിന്തിച്ചു നോക്ക്. അത് തന്നെയാണ് സംഭവം. സിനിമ അവിടെ കിടക്കട്ടെ. ഞാൻ ഒരു സംഭവം ചോദിച്ചിട്ട് ഞാൻ നോക്കട്ടെ. അതായത് ഈ 1921 എന്ന് പറയുന്ന സിനിമയില് സുരേഷ് ഗോപി ചെയ്ത ക്യാരക്ടർ റിയൽ ഉള്ളതാണെങ്കിൽ ആളുടെ ഡീറ്റെയിൽ ഒന്ന് പറയാമോ? സുരേഷ് ഗോപി ചെയ്തത് ഒരു ഫിക്ഷണൽ ക്യാരക്ടറാണ് ബ്രദറെ. അങ്ങനെ റിയൽ ആയിട്ട് ആളില്ലല്ലേ? അല്ല, അതൊരു ഫിക്ഷണൽ ക്യാരക്ടറാണ്. അതിന് അങ്ങനെ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. എന്നാൽ TG രവി ഒക്കെ ചെയ്തത്, അങ്ങനെ കുറച്ച് ആളുകളൊക്കെ ചെയ്തത് കൃത്യമായ ഹിസ്റ്റോറിക്കൽ ഇതാണ്. ഓക്കെ താങ്ക്സ് ബ്രദർ. ഓക്കെ.
അനിൽ ബ്രദറെ, ഓഡിയൻസിൽ നിന്ന് ഒരു ചോദ്യം വന്നിരിക്കുന്നത്, ഹിന്ദു പത്രത്തിൽ വന്നതായി പറയുന്ന വാര്യംകുന്നന്റെ കത്തിന്റെ ആധികാരികത എന്താണെന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഓക്കെ ഞാനത് വേറൊരാളും എന്നോട് ചോദിച്ചിരുന്നു. ഞാനപ്പോ അതിന് ഇതാണ്, അതായത് ഈ ഹിന്ദു പത്രത്തില് ആ കാലഘട്ടത്തിലുള്ള ആരും അങ്ങനെ ഒരു കത്ത് വാര്യംകുന്നൻ എഴുതിയതായിട്ടോ ഹിന്ദു പത്രത്തിൽ പ്രസിദ്ധീകരിച്ചതായിട്ടൊന്നും അക്കാലഘട്ടത്തിലുള്ള ആരും ഇത് ചെയ്യുന്നില്ല. പിന്നീട് ഒരു മാർക്സിസ്റ്റ് ചരിത്രകാരനായ പണിക്കരാണ്, KM പണിക്കരാണ് അത് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു കാര്യത്തെ, ഇങ്ങനെ ഒരു കത്ത് ഹിന്ദു പത്രത്തിൽ വന്നിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നത്. ആ കാലഘട്ടത്തിലുള്ള ഇപ്പൊ പത്രവാർത്തകളിൽ അല്ലെങ്കിൽ ചരിത്ര ആരെങ്കിലും രേഖപ്പെടുത്തുന്നുണ്ട്, അതൊന്നുമില്ല ആ കാലഘട്ടത്തിൽ. അത് പിൽക്കാലത്ത് അങ്ങനെ ഒരു കത്ത് വന്നിട്ട് പിൽക്കാലത്താണ് വരുന്നത്. ഇനിയിപ്പോ ഈ കത്ത് വാര്യംകുന്നം തന്നെ എഴുതിയതാണെന്ന് വെച്ചോ, അല്ലെങ്കിൽ പുള്ളിക്ക് ഇംഗ്ലീഷ് അറിയില്ല, വേറെ ആരെ കൊണ്ട് എഴുതിപ്പിച്ചത്, വാര്യംകുന്നം പറഞ്ഞു കൊടുത്ത് എഴുതിപ്പിച്ചതാണെന്ന് വെച്ചോ, എന്നാ പോലും ആ കത്തിന് യാതൊരു വിലയില്ല. കാരണം ലോകത്തുള്ള ഏതൊരു കുറ്റവാളിയും തന്നെ പോലീസ് വേട്ടയാടുന്നു, പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ വെടിവെച്ച് കൊല്ലുകയോ തൂക്കിയിടുകയൊക്കെ ചെയ്യുമെന്നൊക്കെ അറിയുമ്പോൾ സ്വയം ന്യായീകരിച്ചുകൊണ്ട് പൊതുജന സമക്ഷം പലതും പറയും. മനസ്സിലായോ? ഞാൻ അങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല, എന്റെ പേരിൽ വേറെ ആൾക്കാർ ചെയ്യുന്നതാണ്, അങ്ങനെയാണെങ്കിൽ പറഞ്ഞ് സ്വയം ന്യായീകരിച്ചുകൊണ്ട് പലതും പറയില്ലേ? അതിനാരെങ്കിലും വല്ല വിലയും കൊടുക്കുവോ? ആ വിലയിൽ ആ കത്തിനുള്ളൂ. ഒന്ന് ചിന്തിച്ചാ പോരെ. നമ്മുടെ മുമ്പാകെ ഇവിടെ ഇരകളാക്കപ്പെട്ടവരുടെ കൃത്യമായ ദൃക്സാക്ഷി വിവരണങ്ങളുണ്ട്. പിന്നെ അതല്ലാതെ ഇരകളാക്കപ്പെട്ട മൊഴികള്, സംഭവത്തിന് സാക്ഷികളായിരുന്ന ആൾക്കാരുടെ ഇത്, പിന്നെ അക്കാലഘട്ടത്തിലെ പത്രവാർത്തകള്, ഇതെല്ലാം ഉണ്ട്, സർക്കാർ രേഖകള്, മറ്റെല്ലാനും ഉണ്ട് അവിടെ എന്ത് സംഭവിച്ചു, എന്തൊക്കെ ചെയ്തു എന്നൊക്കെ ഉള്ളതിനെ കുറിച്ച്. അതങ്ങനെ ഇരിക്കെ ഈ പ്രതി അല്ലെങ്കിൽ കുറ്റാരോപിതൻ അയാളുടെ ഭാഗം ന്യായീകരിച്ചുകൊണ്ട് പറയുന്ന ആ കത്തിന് എന്ത് വിലയുള്ളത്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരാളെ നമുക്ക് കോടതിയിൽ ശിക്ഷിക്കാൻ പറ്റുമോ? ഒരാളെ എന്തെങ്കിലും കാര്യത്തിന് കോടതിയിൽ കൊണ്ടുവന്നു, കോടതിയിൽ വെച്ചിട്ട് അയാൾ പറയണേ ഇതൊക്കെ എന്റെ പേരിൽ ഓരോരുത്തന്മാർ കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണ്, കള്ളക്കഥകളാണ്, ഞാൻ ഇങ്ങനെയൊന്നും ചെയ്തില്ല, ഞാൻ നല്ല മനുഷ്യനാണ്, ഡീസന്റ് ആണെന്ന് പറഞ്ഞാൽ കോടതി അയാളെ വെറുതെ വിടണ്ടേ? വെറുതെ വിടുവോ? ഇല്ലല്ലോ. തെളിവുകൾ പരിശോധിച്ച് നോക്കിയിട്ട് ഇയാൾ പറയുന്നത് സത്യമാണോ അതോ എതിർഭാഗത്തും പറയുന്നതാണോ സത്യം നോക്കിയിട്ടല്ലേ വിടുന്നത്. അതേ വിധത്തിൽ തന്നെയല്ലേ നമ്മൾ ഈ കത്തിനെയും പരിഗണിക്കേണ്ടത്. അതല്ലാതെ അയാളൊരു കത്ത് എഴുതി എന്നും പറഞ്ഞ് ആ കത്തിനെ പൊക്കിക്കൊണ്ട് നടക്കുന്നത് എന്തർത്ഥമുള്ളേ? സുബോധമുള്ള ഒരാളും ആ കത്തിന് ഒരു വിലയും കൊടുക്കുകയില്ല, അത് സത്യമാണെങ്കിൽ തന്നെ. ആ കത്ത് സത്യമാണോ എന്നുള്ളത് വേറൊരു വശം. ഇനിയിപ്പോ അത് സത്യമാണെങ്കിൽ തന്നെ അതിന് ഒരു വിലയും ചിന്തിക്കുന്ന മനുഷ്യൻ കൊടുക്കുകയില്ല.